പറയാറുണ്ട്. വർഗീസ് ഗുഡ് മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ്. ആ, സ്ട്രേഞ്ചർ ബോയ് ബ്രദറെ ഈ ലാംഗ്വേജ് നമ്മൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ലേ? നമുക്ക് ഇങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുന്നത് ശരിയാണോ? ഏത് ലാംഗ്വേജ്? ബ്രദർ ഇപ്പം ഇതിന് കുറച്ചു നേരം മുൻപേ ഇട്ട ബ്രദർ ആ ലാംഗ്വേജ് ബ്രദർ ശ്രദ്ധിച്ചായിരുന്നോ? അത് മുഹമ്മദ് ഏത്? ചെയ്തതാണ്. ഹസനെയും ഹുസൈനെയും ചെയ്തില്ല, അത് പറഞ്ഞതാണ്. മുഹമ്മദ് ബ്രദറെ അത് ചെയ്തതാണ്. അത് എന്ത് നല്ലൊരു ചെയ്തു? ലാംഗ്വേജ് ആണോ? അല്ല, ബ്രദർ ഹസൻ ഇപ്പം ഹുസൈൻ യൂസ് ചെയ്ത എന്ത് ചെയ്തു? ലാംഗ്വേജ് നല്ല ലാംഗ്വേജ് ആണോ? അല്ല ബ്രോ, ഇവിടെ പറയുന്നില്ലേ വേറൊരു മതത്തിന്റെ പ്രവാചകനെ ഇങ്ങനെ ഒരു റൂം വേറെ ഉപയോഗിച്ചിട്ട് ഒരു നിങ്ങൾ മതത്തിന്റെ മാത്രം പ്രവാചകൻ ബാക്കിയുള്ളവരെ നിക്ക് ആരാണ്? ഞാൻ പറയട്ടെ. ഓക്കെ, അല്ലല്ല, ബ്രോക്ക് പറയാൻ വേറെ ഞാൻ ഒരു ടൈം തരാം. മതത്തിന്റെ പ്രവാചകൻ ആരാ? അല്ലല്ലല്ല, താങ്കളുടെ പ്രവാചകനാണോ? അത് പറയൂ. എന്റെ പ്രവാചകനാണ് മുഹമ്മദ്. വേറെ ആരുടെ താങ്കളുടെ പ്രവാചകൻ? പ്രവാചകനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ബ്രദറെ, ആരോടെങ്കിലും എടാ നീ പോയി നിന്റെ അപ്പന്റെ ലിംഗം കടിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാന്യത എന്തായിരിക്കും എന്നൊന്ന് പറയാമോ? അങ്ങനെ ഒറ്റ കാര്യം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല ബ്രദർ, അല്ല ബ്രദർ അല്ല, നല്ലൊരു ഞാൻ വ്യക്തിയല്ലേ പറഞ്ഞിട്ടുണ്ടോ? ബ്രദർ? അങ്ങനെ പറയത്തില്ലെന്നേ, ബ്രദർ അങ്ങനെ പറയത്തില്ല. അങ്ങനെ ഒരാൾ അപ്പൊ പറയുകയാണെങ്കിൽ പിന്നെ ബ്രോ, അല്ല, ആ അങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യം മാന്യത ഞാൻ പറയൂ. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് കയറി നിക്ക് എന്തുകൊണ്ട് പറയല്ലേ സഹോദരൻ. അങ്ങനത്തെ ഒരു സ്ട്രേഞ്ചർ, പ്ലീസ്. സ്ട്രേഞ്ചർ സ്ട്രേഞ്ചർ ബ്രോ, ബ്രദറെ, ഞാനാ വെരിഫിക്കേ പറയുന്നത് ചെയ്തത്. കേൾക്കൂ. ഒരു സെക്കൻഡ് പറയുന്നത് ഹസൻ, പറയൂ. കേൾക്കൂ. സ്ട്രേഞ്ചറിനെ ഞാൻ ഞാനാണ് വെരിഫിക്കേ ചോദിച്ചത് ചെയ്തത്. സ്ട്രേഞ്ചർ അതുകൊണ്ട് ഇടയ്ക്ക് കയറരുത്. മോഡറേറ്റർമാർ ഓക്കെ, പറയുമ്പോൾ പറഞ്ഞോളൂ മൈക്ക് മ്യൂട്ട് പറഞ്ഞോളൂ. ആ ചെയ്യുക. ഇത് സത്യബ്രദറെ, കേൾക്ക്, സത്യബ്രദറെ, സ്ട്രേഞ്ചർ കേൾക്ക്. അതായത് അതിന് മുമ്പ് പറഞ്ഞോളൂ സത്യബ്രദറെ, സംസാരിച്ച പറഞ്ഞോളൂ. ആളോട് ഞങ്ങൾ ഇടപെട്ട രീതി കണ്ടല്ലോ. ശരി ബ്രോ, സ്ട്രേഞ്ചർ ബ്രദറെ, പറഞ്ഞോളൂ. സ്ട്രേഞ്ചർ ബ്രദറെ, ഞാൻ ചോദിച്ചത് അതല്ല. ബ്രദർ പറഞ്ഞു എന്നല്ല ഞാൻ ചോദിച്ചത്. ആരെങ്കിലും ഇങ്ങനെ എടാ നീ പോയി നിന്റെ അപ്പന്റെ ലിംഗം പോയി കടിക്കടാ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മാന്യത ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറയുക. ഒരിക്കലും ഇല്ല. ഇല്ല. അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്കൊരു നല്ലൊരു റോൾ മോഡൽ ആക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. പറ്റത്തില്ല. അങ്ങനെ ഒരാളെ ഒരു പർട്ടിക്കുലർ കൂട്ടര് റോൾ മോഡൽ ആക്കി പിന്തുടരുകയാണെങ്കിൽ ആ കൂട്ടരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പൊട്ടന്മാരെന്ന് പറയാം. ഓക്കെ. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ ഒരിക്കലും ഒരു മനുഷ്യനും റോൾ മോഡൽ ആക്കാൻ പാടില്ല എന്നല്ലേ ബ്രദർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ശരിയല്ലേ? ഞാൻ അതെ മനസ്സിലാക്കുന്നത് ശരിയല്ലേ? ഓക്കെ. അതെ. ഓക്കെ. അപ്പം ഞാനും ബ്രദറും ഒരേ രീതിയിലാണ്. ബ്രദർ എനിക്ക് തോന്നുന്നു നല്ലതുപോലെ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. എനിക്ക് മലയാളമാണെങ്കിൽ നല്ലപോലെ അറിയത്തുമില്ല. പക്ഷേ ഞാനൊരു കാര്യം ബ്രദറെ വായിച്ചത് ഞാൻ ബ്രദറിൻ്റെ മുൻപിലൊന്ന് വെക്കാം. ബ്രദർ അതൊന്ന് വായിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ ഇതാരാരോട് പറയുന്നു? ഈ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്ന് ബ്രദർ എനിക്കൊന്ന് പറഞ്ഞു തരിക കേട്ടോ. ഞാൻ ഇതിനകത്തൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല കേട്ടോ. ബ്രദർ ഇപ്പം പറഞ്ഞില്ലേ, ഞാൻ മറ്റൊരു മതത്തിൻ പ്രവാചകനെ അവഹേളിക്കുന്നു, തെറ്റായി പറയുന്നു എന്ന് ബ്രദർ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയിട്ട് ബ്രദർ തന്നെ ഈ ഒരു പോർഷൻ ഒന്ന് വായിച്ചിട്ട് എനിക്കൊന്ന് മനസ്സിലാക്കി തരാമോ? പറഞ്ഞു തരാമോ? എങ്ങനെ? ഈ മേളിലിട്ടിരിക്കുന്ന ഹദീത്ത് ബ്രദർ ഒന്ന് വായിച്ചിട്ട് എനിക്കൊന്ന് മനസ്സിലാക്കി തരാമോ? ഞാൻ നോക്കട്ടെ. ബ്രദറെ ഒന്ന് വായിക്കാമോ? ബ്രദർ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വായിക്കണേ. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഉറക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്നവർക്കും കേൾക്കാമല്ലോ. 'അറബിക്കാണോ? 150 പേര്. അല്ലല്ല, ഇംഗ്ലീഷ് വായിച്ചോളൂ ബ്രദറെ. Utay ibn Damura അവിടെ said, ഇംഗ്ലീഷ് I ഉണ്ടല്ലോ. saw with Ubay, a man who was attributing himself in lineage with an attribution of Jahiliyyah. So Ubay told him to bite his father's male organ and did not speak figuratively. So his companions looked at him. He said, It appears that you disapprove of it. Then he said, I will never show apprehension to anyone with regards to this. Verily, I heard the Prophet, may Allah bless him and grant him peace, say, whomever attributes himself with an attribution of Jahiliyyah, then tell him to bite his father's male organ and do not speak figuratively. അതിൻ്റെ ആ ഗ്രേഡ് ഒന്ന് പറയാം ബ്രദറെ. താഴോട്ട് നോക്കിയിട്ട് അതിൻ്റെ ഗ്രേഡ് എന്തുവാണ് ആ ഹദീത്തിൻ്റെ? Sahih Albani. സഹി. ഓക്കെ. ആരാണ് പറഞ്ഞത്? ആ സെക്കൻഡ് പാർട്ട് ഒന്ന് വായിക്ക്. വെർലി ഐ ഹേർഡ് ദ പ്രോഫറ്റ് സേ, whoever attributes himself in the lineage with an attribution of Jahiliyyah, then tell him to bite his father's penis, right? So tell him to bite his father's male organ
ആൻഡ് ഡു നോട്ട് സ്പീക്ക് ഫിഗറേറ്റീവ്ലി. ആലങ്കാരികമായിട്ട് പറയരുത്. ബി എക്സ്പ്ലിസിറ്റ്. എന്താണ് ബ്രദറെ ഇതിൻ്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം ഇതിന്റെ മലയാള പരിഭാഷ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. ഓക്കെ, ഇംഗ്ലീഷിൽ അതൊന്ന് അർത്ഥം പറയാമോ? ഇംഗ്ലീഷിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഫുള്ളായിട്ട്. ബ്രദറിനെ തന്നെ വഞ്ചിക്കുകയാണോ അതോ ഇവിടെ ഇരിക്കുന്നവരെ ആ വഞ്ചിക്കുകയാണോ? ബ്രോ, ബ്രദറിന് എന്താ തോന്നുന്നത്? ഇങ്ങനെ പറയാം. ഞാൻ അതല്ലേ പറഞ്ഞ മലയാളം പരിഭാഷ നോക്കിയിട്ട് ഞാൻ പറയാന്ന്. ഓക്കെ, ഒരു അപ്പം സെക്കൻഡ്, ഒരു ബ്രദറിന് ഇത് അനൗൺസ്മെന്റ്. സ്മൈൽ ക്ലബിനെ എടുക്കല്ലേ. ഒരു സമയം ഒരു ജിഹാദിയെ നമ്മൾ കയറ്റുള്ളൂ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അല്ല, സ്മൈൽ ക്ലബ് അദ്ദേഹം മുസ്ലിം ആണെങ്കിൽ അത് എടുക്കാം. സ്മൈൽ ബ്രദറിനെ എടുക്കാം. താഴെ കുറച്ച് നേരം ഇരിക്കും. സ്മൈൽ ബ്രദർ ഒത്തിരി വൃത്തികേടായിട്ട് സംസാരിച്ച് കമന്റുകൾ ഇടുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇപ്പൊ സ്മൈൽ ബ്രദർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ. സ്ട്രേഞ്ചർ ബ്രദറെ, താങ്കൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. താങ്കൾ അത് വായിച്ചു. യു ആർ വെരി വെൽ വേഴ്സ്ഡ് ഇൻ ഈവൻ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് ഡിഫിക്കൽട്ടി ഈവൻ ടു ടോക്ക് ടു യു ഇൻ ഇംഗ്ലീഷ്. ബ്രദറിന് അതിന്റെ അർത്ഥം അറിയാം. അത് ബ്രോ, പ്രവാചകൻ വായിക്കുന്നതും പറഞ്ഞതാണ്. അർത്ഥം മനസ്സിലാക്കുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. ഒരാൾക്ക് ഇംഗ്ലീഷ് എങ്ങനെ? ABCD മുതൽ Z വരെ എങ്ങനെ? വായിക്കാൻ അറിയാം, പക്ഷെ അത് കൂട്ടി സ്ട്രേഞ്ചർ വെച്ചുള്ള ബ്രദറെ, വേറെ ഇത് ഇംഗ്ലീഷ് ഡിസ്കഷനിലോട്ട് കേൾക്കൂ. പോകല്ലേ പ്ലീസ്. അല്ലല്ല, ഇത് കേൾക്കൂ. സ്ട്രേഞ്ചർ ബ്രദറെ, ആ ഞാൻ ഇത് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഹൂഎവർ നമുക്ക് break down ആട്രിബ്യൂട്ട്സ് ചെയ്യാം. ഹിംസെൽഫ് ഇൻ ദ ലീനിയേജ് വിത്ത് ആൻ ആട്രിബ്യൂഷൻ ഓഫ് ജാഹില്യ. ആരെങ്കിലും അവന്റെ കുടുംബ പാരമ്പര്യം ജാഹില്യ കുടുംബ പാരമ്പര്യത്തിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് ആട്രിബ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ, ഓക്കെ, Verily, I heard the prophet say, whoever attributes himself in the lineage with an attribution of ജാഹില്യ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാം വരുന്നതിന് മുൻപേ തന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ അവരുടെ പിൻകാലത്തെ പറ്റിയൊക്കെ ഞങ്ങൾ ജാഹില്യ സമയത്ത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ ആ സമയങ്ങളിൽ ആൾക്കാർ പറയുമായിരിക്കും. നമ്മളൊക്കെ പറയത്തില്ലേ? സേ ഫോർ ഇൻസ്റ്റൻസ്, അയ്യോ ഞങ്ങളുടെ പണ്ടുണ്ടായിരുന്ന പൂർവികന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ വലിയ വലിയ വീടുകളായിരുന്നു, അവർ വലിയ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ അവര് അവിടുത്തെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു എന്നൊക്കെ ആൾക്കാർ അവരുടെ കുടുംബ പാരമ്പര്യം പറയുന്നത് പോലെ ജാഹില്യ കുടുംബ പാരമ്പര്യം ആരെങ്കിലും പറഞ്ഞാൽ, ലോകത്തിന് ഉത്തമ മാതൃകയെന്ന് വിളിക്കുന്ന സൂറ 33 അസാബ് അതിൻ്റെ 21 പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകന് നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ലോകത്തിന് ഉത്തമ മാതൃക എന്ന് പറയുന്ന ഒരു വ്യക്തി പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ പോയി അവനോട് എന്ത് പറയണം? നീ പോയി നിന്റെ അപ്പൻ്റെ ലിംഗം പോയി കടിക്കടാ. ഞാൻ മലയാളത്തിൽ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മലയാളം അച്ചൻകുഞ്ചാൻ ചാറ്റ് അത് ബോക്സിൽ മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്. അച്ചൻകുഞ്ചാൻ ചാറ്റ് അത് ബോക്സിൽ മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. ഷൈനിന്റെ അച്ചൻകുഞ്ചാൻ അത് ബാക്ക് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എവിടെ? ചാറ്റ് ബോക്സിലോ? അച്ചൻകുഞ്ചാൻ അത് ചാറ്റ് ചാറ്റ് ബോക്സിൽ ബോക്സിൽ നിങ്ങൾക്ക് ബാക്ക് ഇട്ടിട്ടുണ്ട്. ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബാക്ക് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനാൽ അറബും മലയാളവും കൂടെ ബാക്ക് ചാനലിൽ ഇട്ടിട്ടുണ്ട്. റേഞ്ചിന്റെ അത് ബ്രദറിന് വേണമെങ്കിൽ അത് മലയാളത്തിലും വേണമെങ്കിൽ കിട്ടും കേട്ടോ. മലയാളത്തിലും വേണമെങ്കിൽ അത് വായിക്കാം. അവനോട് അവൻ്റെ സഹി അപ്പൻ്റെ പുരുഷ അവയവം കടിക്കാൻ പറയുക. നമുക്കിത് നാട്ടുകാരുടെ മുൻപിൽ പറയാൻ കൊള്ളാമോ ബ്രദറെ? ഇങ്ങനെ ആരെങ്കിലും ഒരാള് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. ഒരിക്കലും പറയാൻ പക്ഷെ പറ്റത്തില്ല. ഞാൻ അപ്പൊ പറയട്ടെ, ഈ ഹദീസ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ശരിയുള്ളതാണോന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അല്ല ബ്രദറെ, ആ ഹദീത്തിന്റെ ഗ്രേഡ് എന്തുവായിരുന്നു? ഹദീസിന്റെ ഗ്രേഡ് ഉണ്ട്, പക്ഷെ ഇത് ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളുടെ ഇത് ഹദീസ് ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞങ്ങൾ അത് നോർമലി കുഴപ്പമില്ല, വായിക്കുന്ന ബ്രദർ സഹീഹ് വായിച്ചു. ബുഖാരിയുടെയും അവരുടെയൊക്കെയും ആ, ഹദീസാണ്. ഹദീസ് ആർക്ക് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാം. സോ അവരുടെ ആർക്ക് അക്സെപ്റ്റബിൾ വേണമെങ്കിലും ആണോന്ന് ഉണ്ടാക്കാമോ? കൂടി നമ്മൾ നോക്കണം. ബ്രദറെ, പിന്നെ ആർക്ക് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാവുന്ന ഹദീസ് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഒരു വെബ്സൈറ്റിനകത്ത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്, അത് വേറെ കാര്യം, വെബ്സൈറ്റിനകത്ത് ആർക്ക് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാവുന്ന ഹദീസ് അവിടെ സഹിയായ ഗ്രേഡിൽ ഇടാൻ പറ്റുമോ ബ്രദറെ? സഹി ബ്രദർ ബ്രോ, ഒന്ന് പണ്ട് ചിന്തിക്കൂ. കാലത്ത് തന്നെ പല ആൾക്കാരും ഹദീസ് അവര് നാരേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവരുടെയും സ്വീകാര്യമായിരുന്നില്ല. കാരണം ഹദീസിന്റെ ഇതുകൂടി എവിടെ നിന്ന് കിട്ടിയതാന്നുള്ള ഉറവിടം, സോഴ്സും കൂടി അവര് നോക്കുന്നുണ്ട്. ശരി. കാരണം ബ്രദർ ഈ നബിയുടെ ഹദീസിനെ കാലത്ത് തള്ളുന്നു എന്നല്ലേ? ബ്രദർ ഈ നബിയുടെ ഹദീസിനെ കാലത്ത് തള്ളുന്നു മാത്രം അല്ലേ? ഉള്ളവരല്ല ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ കുഴപ്പമില്ല, ശേഷം ബ്രദർ ഒരു ഈ 5 ഹദീസിനെ ജനറേഷൻ തള്ളുന്നു എന്നല്ലേ? കഴിഞ്ഞിട്ടുള്ളവര് വരെ അല്ല. പറയട്ടെ ബ്രോ, ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ്. ഉം, നബിയുടെ കാലത്തുള്ളവർ മാത്രമല്ല ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നബിയുടെ ഉം, ശേഷം ഒരു 5 ജനറേഷനിലുള്ള ആൾക്കാർ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉം. ഉറവിടം
സോഴ്സ് ഉം. ആരിൽ നിന്ന് കേട്ടു അങ്ങനെ പോകുന്ന ബ്രോക്ക്. അപ്പൊ ഹദീസിനെ ഉം. കുറിച്ച് കുറച്ചറിയാലോ, അപ്പൊ ശരി കേട്ടിട്ടുണ്ടാവല്ലോ. ശരി ശരി ഇവര് ശരി ബ്രദർ ഇവരുടെ ബുഖാരി കേട്ടു, മാത്രമേ ഇവര് എടുക്കത്തുള്ളൂ അല്ലേ? ബ്രദർ ഏഹ് ബുഖാരി മാത്രമല്ലേ എടുക്കത്തുള്ളൂ? ബുഖാരി മാത്രം എടുക്കൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ബുഖാരി എടുക്കുമോ? നോർമലി എന്നാണ് ഞാൻ ബ്രദർ പറഞ്ഞത്. ബുഖാരി ബുഖാരി എടുക്കുമോ? മാത്രം ഓൺലി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബ്രോ. ബ്രദർ ബുഖാരി എടുക്കുമോ? ബുഖാരി എടുക്കും. ബുഖാരി എടുക്കും. ഓക്കെ. ബ്രദറെ, ഒരു 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 പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ അവൻ മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെയാണ് വസ്ത്രധാരണ ചെയ്യേണ്ടതെന്നൊന്ന് പറയാമോ? ഔറത്ത് മറച്ചിട്ടാവണം. അന്യ ഓർത്ത് സ്ത്രീയുടെ മുമ്പിൽ, മറിച്ചിട്ടാവണം. ആ, അന്യ സ്ത്രീകളുടെ മുമ്പിൽ. അന്യ സ്ത്രീകളുടെ മുൻപിൽ, പുരുഷന്മാരുടെ മുൻപിലും മറിച്ചിട്ട് തന്നെയല്ലേ നിൽക്കണ്ടേ? ശരിയല്ലേ? ആ ഔറത്ത് മറച്ചാൽ മതി. ഓക്കെ. ഓക്കെ. ഇനിയും ഒരു ഒരു വ്യക്തി ഉം, ഇസ്ലാമിലെ ഏറ്റവും പുണ്യസ്ഥലം എന്ന് പറയുന്നത് ഏത് സ്ഥലമാണ്? മക്ക. മെക്ക. ഈ ഒരു വ്യക്തി മെക്കയിൽ പോകുമ്പോൾ അവൻ്റെ വസ്ത്രധാരണ എങ്ങനെയായിരിക്കണം? മക്കയിൽ പോകുമ്പോൾ വസ്ത്രധാരണം എങ്ങനെയാണെന്നോ? എവിടെ വസ്ത്രധാരണ പോവുകയാണെങ്കിലും അവൻ്റെ ഡീസൻറ്റ് എവിടെ വസ്ത്രധാരണ ആയിരിക്കണം, പോവുകയാണെങ്കിലും ശരിയല്ലേ? ഔറത്ത് എവിടെ പോവുകയാണെങ്കിലും ഔറത്ത് മറച്ചിട്ട് വേണം. ഓർത്ത് മറിച്ചിട്ട് വേണം. ഒരാൾ ഉം. മറ്റ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുൻപിൽ തുണിയില്ലാതെ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് മാന്യതയുള്ള വ്യക്തിയായിട്ട് പറയാൻ പറ്റുമോ? അതല്ലേ ബ്രോ ഞാൻ പറഞ്ഞത്, ഔറത്ത് മറക്കണം. ഔറത്ത് അല്ല, അതാ എന്താണ് ഞാൻ മനസ്സിലായോ? ചോദിച്ചത്. ഔറത്ത് ഇസ്ലാമിൽ ഒറ്റ കാര്യം, ഇസ്ലാമിൽ ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി ബ്രദറെ. ഔറത്തെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഗുഹ്യ ഭാഗങ്ങൾ മറയ്ക്കണമെന്നല്ലേ? നഗ്നത പൊക്കിള് മുതൽ എന്നാണോ? നഗ്നത. മുട്ട് വരെ. നഗ്നതയല്ല, ആ, പൊക്കിള് മുതൽ മുട്ട് പുക്കിൾ വരെ. മുതൽ മുട്ട്. എന്ന് പറഞ്ഞാൽ മുട്ട് വരെ. ആ ആ ഗുഹ്യഭാഗങ്ങളെല്ലാം മറഞ്ഞിരിക്കണം, ശരിയല്ലേ? അതെ. ശരിയാണ്. അപ്പം ഒരു വ്യക്തി അവൻ നാട്ടുകാരുടെ മുൻപിൽ തുണിയില്ലാതെ നഗ്നനായി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മാന്യതയുണ്ടോ ഇല്ലയോ? നഗ്നനായി നിൽക്കുന്നെങ്കിൽ മാന്യതയില്ല. മാന്യതയില്ല. അങ്ങനെ ഒരു ആ വ്യക്തിയെ നമുക്ക് ഉത്തമ മാതൃകയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല, എടുക്കാൻ പറ്റത്തില്ല. ബ്രദറെ, ഈ മേളിലിട്ടിരിക്കുന്ന ബുഖാരിയുടെ ഹദീസ് ഒന്ന് വായിക്കണേ. ബ്രദർ ബുഖാരി അംഗീകരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ബ്രദർ ഇത് ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു ക്ലബ് ഹൗസിൽ വന്നിട്ട് ഒത്തിരി സമയമൊന്നും ആയില്ലല്ലോ? ആയോ? ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. ഈ റൂമിനകത്ത് കയറി വന്നിട്ട് ഒത്തിരി സമയമൊന്നും ആയില്ലല്ലേ? He came yesterday also. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഈ സഹീൽ ബുഖാരി 364 ഒന്ന് വായിച്ചേ ബ്രദറെ. While Allah's messenger was carrying stones along with the people of Mecca for the building of the Kaaba, wearing an izar, waist sheet cover, his uncle Al-Abbas said to him, "Oh my nephew, it would be better if you take off your izar and put it over your shoulders underneath the stones." So he took off his izar and put it over his shoulders, but he fell unconscious, and since then he had never been seen naked. എന്താണ് ആ ഭാഗത്തിന്റെ അർത്ഥം എന്നൊന്ന് പറയാമോ? ഇസാർ എന്ന് വെച്ചാൽ എന്താണ്? ഇസാർ എന്ന് പറഞ്ഞാൽ വേസ്റ്റിൽ ഇടുന്ന ക്ലോത്ത്, വേസ്റ്റ് ക്ലോത്ത്. വേസ്റ്റ് ഷീറ്റ് കവർ അല്ലേ? വേസ്റ്റ് മാത്രം മറയ്ക്കുന്ന ആ ഒരു ക്ലോത്ത്. നമ്മൾ ഈ ചെറിയ മുണ്ടെന്ന് പറയത്തില്ലേ, നമ്മൾ ഈ മടക്കി കുത്തുന്ന മുണ്ട് പോലത്തെ ഒരു മുണ്ട് പോലത്തെ സാധനം, വേസ്റ്റ് ക്ലോത്ത്. മുഹമ്മദ് മെക്കയിലുണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം കാബ പണിതുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഹി വാസ് ക്യാരിയിങ് സ്റ്റോൺസ്. അല്ലാഹ്സ് മെസ്സഞ്ചർ എന്നാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൾ. അപ്പോൾ റസൂളായതിനു ശേഷം അദ്ദേഹം അവിടെ കല്ല് പെറുക്കിക്കൊണ്ടിരിക്കുക മക്ക നിവാസികളുടെ മുൻപിൽ. അവിടെ സ്ത്രീകൾ കാണാം, പുരുഷന്മാർ കാണാം, പലരും അവിടെ കാണാം. ഓക്കെ. അദ്ദേഹം ഇത് പെറുക്കിക്കൊണ്ടിരിക്കുക. അൽ അബ്ബാസ്, മുഹമ്മദിൻ്റെ അങ്കിള്, അദ്ദേഹം ആ സമയത്ത് പറയുന്നു, നീ നിൻ്റെ ഇസാർ ഊരി അത് തോളത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് കല്ലെടുത്ത് വെച്ച് നീ കല്ലെടുക്ക് എന്ന് അങ്കിള് പറയുന്നു. എന്തുകൊണ്ടാണ് പറയുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. പക്ഷേ അങ്കിളിൻ്റെയും മുഹമ്മദിൻ്റെയും റിലേഷൻഷിപ്പ് പുറകിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. അത് ഞാനിപ്പം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെങ്കിലും മുഹമ്മദ് ഈ കാര്യം ചെയ്യുന്നു. മുഹമ്മദ് ഇത് ഇസാർ ഊരി. അപ്പം നാട്ടുകാരുടെ മുൻപിൽ മുഹമ്മദ് എങ്ങനെയാ നിൽക്കുന്നത്? വേറെ വസ്ത്രം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ അവിടെ.
നോ സിൻസ് അതിൻ്റെ ലാസ്റ്റ് ലൈനിൽ കിട്ടുന്നുണ്ടല്ലോ. സിൻസ് ദെൻ ഹി ഹാസ് നെവർ ബീൻ സീൻ നേക്കഡ്. നേക്കിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് എന്താണ് അടിവസ്ത്രം പോലും അവിടെ ആ ഇടാത്തതാവില്ലല്ലോ. വേർഡ് നിങ്ങൾ നേരത്തെ അറബിക്കിൽ, പറഞ്ഞില്ല. അതെ അതെ അങ്ങനെ തന്നെയാ ബ്രദറെ. ആ അവിടെ അറബിയിൽ വാക്ക് യൂസ് അല്ലല്ലോ, ചെയ്തേക്ക വേസ്റ്റ് യുറിയാന കവർ എന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് കവർ ഊരിയെന്നാണുള്ളത്. വേസ്റ്റ് കവർ ഏതാ അരയുടെ ഉള്ളിലുള്ളത്? വേസ്റ്റ് കവർ അല്ലാതെ വേറെ ഒന്നും ഇല്ല ബ്രദറെ. ബ്രദർ എന്തോ വിചാരിക്കുന്നത്? വേറെ ഒന്നും മുസ്ലിം ബ്രോ, ആ ബ്രദറെ, ഹദീസിൽ ബ്രദർ എന്തോ വേറെ ഒന്നും വിചാരിക്കുന്നത്? മുസ്ലിങ്ങൾ ആ ഇല്ലാന്നില്ല. സമയത്ത് ബ്രദറെ, മുസ്ലിങ്ങൾ ആ ഞാൻ സമയത്ത് പറയട്ടെ ബ്രോ, അവർക്ക് അണ്ടർവെയർ ഞാൻ ഒന്നും ഇല്ല പറയട്ടെ. ബ്രദറെ. ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത്, ഏത് യുദ്ധം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഒരു സ്റ്റോറി പറയാം. ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു സ്വഹാബിയുടെ ഉദരത്തിൽ, അതായത് വയറില് വടി കൊണ്ട് നബി തങ്ങൾ തല്ലിയിട്ട് ലൈനി നിക്കടാന്ന് പറഞ്ഞൊരു യുദ്ധത്തിന്റെ സ്റ്റോറി ബ്രോക്ക് അറിയോ? അതല്ല, ബ്രദർ അതൊക്കെ അതിന്റെ പോട്ടെ. റെഫറൻസ് പറയാം. അല്ല, അതല്ല ഞാൻ നമ്മുടെ പറയട്ടെ. വിഷയം, ആ അതല്ല ബ്രദറെ. പോയിന്റിലോട്ട് വരട്ടെ ബ്രദറെ ബ്രോ. അത് ആ നമ്മുടെ വിഷയം പോയിന്റിലോട്ട് അതല്ല. വരട്ടെ. അല്ല, ഞാൻ അല്ല, പറയട്ടെ. ആ സ്ട്രേഞ്ചർ, അതിന് ഒരു പോയിന്റിലോട്ട് ചോദ്യം, നമ്മുടെ വരട്ടെ വിഷയം ബ്രോ. അതല്ല. ഞാൻ ആ ആ വിഷയം എടുപ്പിക്കാം. പോയിന്റിലോട്ട് അടുത്ത വരട്ടെ. ഞാൻ ആ വിഷയം എടുപ്പിക്കാം. അതാ ഞാൻ ആ പറയുന്നത് വിഷയം ബ്രോ. എടുപ്പിക്കാം. ആ ഞാൻ ആ വിഷയം പോയിന്റിലോട്ട് വരട്ടേന്ന് എടുപ്പിക്കാമെന്ന്. ബ്രോ. ഇതിനുള്ള അല്ലല്ല, ഉത്തരമാണ് ഞാൻ ഇവിടുത്തെ വാക്ക് ബ്രദർ യൂസ് ഇത്, ഇവിടുത്തെ വേർഡ് യൂസേജ് കണ്ടോ? അവിടെ യുറിയാന ബ്രോ. എന്ന അതാ വാക്കാണ് യൂസ് പറയുന്നേ. ചെയ്തിരിക്കുന്നത്. സിൻസ് ദെൻ ഹി അതിന് ഹാസ് നെവർ ഉത്തരമാണ് ബീൻ ഞാൻ സീൻ പറയുന്നേ. നേക്കഡ്. അവിടെ ആ സംഭവത്തിലും നബി തങ്ങളുടെ ഷർട്ട് ഊരിയിട്ടാവുമ്പോ അവിടെ പറയുന്നത് ഷർട്ടിന്റെ നേക്കിഡ് കാര്യമല്ല എന്നാ. ബ്രദറെ. നോ നോ ഷർട്ട് നോ ഞാൻ നോ നോ. പറയട്ടെ ബ്രോ. അവിടെയും ഉപയോഗിക്കുന്ന പദം നേക്കിഡ് എന്നാ. ഷർട്ട് ഊരിയത് കാരണം നേക്കിഡ് എന്നാ അതിലും എവിടെ? പറയുന്നത്. തെളിവ് തരൂ. അതിനർത്ഥം എവിടെ തുണിക്ക് തെളിവ് തരൂ? സ്ട്രേഞ്ചർ, ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. ആ കാബയില് നിങ്ങള് ഇപ്പൊ ഈ സെക്കംബുലേഷൻ ചെയ്യുന്നത്, പ്രദക്ഷിണം വെക്കുന്നത്, അവിടെ ആ ഒറ്റ തയ്യലില്ലാത്ത ഇതിട്ടിട്ട് അണ്ടർവെയർ ഇടുവോ? ഇടുമല്ലോ. അണ്ടർവെയർ ഇട്ട് ആര് പറഞ്ഞു? ഇടില്ല. ആര് ഇടില്ല ഇല്ല ഇല്ല സ്ട്രേഞ്ചർ. ഇല്ല പറഞ്ഞു? സ്ട്രേഞ്ചർ ബ്രദറെ, ഇല്ലാത്ത കാര്യം അത് നമ്മൾ നിങ്ങൾക്ക് പറയല്ല നാണം പ്ലീസ്. ഇല്ലാത്ത അക്സെപ്റ്റ് ചെയ്യാൻ. ബ്രദറിന് അത് പ്രൂവ് അണ്ടർവെയർ ചെയ്യാൻ പറ്റുമോ? ഇടാതാണ് പ്രദക്ഷിണം ബ്രദറിന് വെക്കുന്നത്. അത് തെളിവ് അല്ലല്ല, ബ്രദറിന് അത് തെളിവ് പറയാൻ പറ്റുമോ? തെളിവ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബ്രദറെ അത് വിട്ടേക്ക്. ബ്രദറിന് ഈ കാബയിൽ പ്രദക്ഷിണ ചെയ്യുമ്പോൾ ഈ ഈ ഇസാറിന്റെ കൂട്ടത്തിൽ അണ്ടർവെയർ ഇടാനുള്ള അനുവാദമുണ്ട് എന്ന് ഏതെങ്കിലും ഫത്വ കാണിക്കാമോ? ഞാൻ നോക്കട്ടെ. തെളിവ് അണ്ടർവെയറിന്റെ കാര്യം കാണിച്ചോ? അറിയില്ല. കാരണം ഞാൻ ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ല. അപ്പം ബ്രദറിന് എനിക്കതിന്റെ അറിയത്തില്ല. റൂൾസ് അറിയില്ല. അതുകൊണ്ട് ബ്രദറെ പക്ഷെ ബ്രദർ അവിടെ നഗ്നത ചെയ്തിട്ടില്ല. പ്രദർശനം ഇല്ലല്ലോ. ഒരാളുടെ ഔറത്ത്, ഇസ്ലാമിൽ പറയുന്ന ഒരാളുടെ ഔറത്ത് അവിടെ കവേർഡ് ആണല്ലോ. ആര് പറഞ്ഞു? ആരാ താങ്കളോട് ഇത് ആരും അല്ല. പറഞ്ഞത്? പിന്നെ എന്റെ ഔറത്ത് പൊന്ന് കവർ അല്ലാതെ നിങ്ങൾ സഹോദര, കാണിച്ച്. ആ സഹോദര, ഇസാറ് ഇട്ടിരുന്നത് ഇസാർ അതെടുത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ നഗ്നത കവർ തോളത്ത് ചെയ്യുന്നുള്ളായിരുന്നെന്നേ. വെച്ചിട്ട് കല്ലെടുത്തു എന്നാണ് പറയുന്നത്. ആര്? ഇസാർ അതിനുശേഷം മാത്രമേ അത് അവിടെ താങ്കളുടെ എഴുതിയേക്കുന്നുണ്ടല്ലേ, അതിനുശേഷം പ്രവാചകനെ അവിടെ നഗ്നനായി കണ്ടിട്ടേ ഇല്ലെന്നാ പറയുന്നത്. നഗ്നനായി, അതാ നേക്കഡ് പറയുന്ന. എന്ന് അവിടെ പറഞ്ഞ നഗ്നൻ നഗ്നത എന്നാണ് എന്ന് അർത്ഥം. ഉദ്ദേശിച്ചത് ഫുള്ള് ഡ്രസ് ഊരിയിട്ടായിരിക്കില്ല. വേസ്റ്റ് കവർ ഊരിയ അല്ലല്ലല്ല ബ്രദറെ, ഊഹം തലയിൽ നിന്ന് പറയല്ലേ. ബ്രദറിന് അവിടെ എന്റെ പൊന്ന് തെളിയിക്കാൻ പറ്റുമോ? സഹോദര, അവിടെ താങ്കൾ നിങ്ങൾ ഊഹം ഊഹമല്ലേ പറയല്ലേ. വെറും പറയുന്നത്. ഇസാറ് അവിടെ മാത്രമേ ഒറ്റ കാര്യം, ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നില്ലേ? ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ ആ ഇനിയും വേസ്റ്റ് കവർ ഇനിയും ഇനിയും മാത്രമാണ് അദ്ദേഹം ഇനിയും ഒരു ഇട്ടതെന്ന്? കാര്യം. അത് ബ്രദറെ, അവിടെ താങ്കൾക്ക് തെളിവ് കാണിക്കാൻ പറ്റുമെങ്കിൽ പ്ലീസ് തെളിവ് കാണിക്കൂ. ഇല്ലാത്ത ഞാൻ കാര്യം തെളിവ് ഊഹത്തിൽ കാണിക്കാം. പറയരുത്. പക്ഷെ ഇനിയും ആ ഇനിയും ഹദീസിൽ ഇനിയും ഇനിയും കേൾക്കൂ അവിടെ കേൾക്കൂ വേസ്റ്റ് കവർ കേൾക്കൂ കേൾക്കൂ. മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നില്ല. ഉണ്ട്, വേസ്റ്റ് കവറാണ് ഊരിയത്. അതായത് ഉണ്ടെന്നേ. അരയ്ക്ക് മേലുള്ള കവർ. ആ, അത് അവര് നബിത്തങ്ങളുടെ അരയ്ക്ക് മേളിലുള്ള കവറല്ല, അരയ്ക്ക് താഴെയുള്ള കവറാണ് ഇസാർ അരയ്ക്ക് എന്ന് പറഞ്ഞാൽ. താഴെയുള്ളതിന് കവർ ഇല്ലല്ലോ അതില്. വേസ്റ്റ് ഷീറ്റ് കവർ. പിന്നെ നബിത്തങ്ങളുടെ ഇസാർ എന്ന് പറഞ്ഞാൽ കാലത്ത് എന്തുവാ? അവർ ഇസാർ ഇട്ടുകൊണ്ടിരുന്ന അല്ലല്ല, ഡ്രസ്സ്, ഇസാർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇസാർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് അതിലില്ലേ വേസ്റ്റ് ഷീറ്റ് കവർ. ഇസാർ എന്ന് പറഞ്ഞാൽ എന്തു സഹോദര? വേസ്റ്റ് അതെയാ എന്ന് ബ്രോ, പറഞ്ഞാൽ അതിലുണ്ടല്ലോ നമ്മൾ വേസ്റ്റ് ഷീറ്റ് കവർ. വേസ്റ്റിന് താഴോട്ട് ഇടുന്ന സാധനമല്ലേ? വേസ്റ്റിന്റെ താഴോട്ട് ഇടുന്നേന്നില്ലല്ലോ അതില്. ഇസാർ എന്ന് പറഞ്ഞാൽ എന്തുവാ സാധനം? എന്തോ ഇസാർ എന്ന് പറഞ്ഞാൽ എന്തു സാധനം? അതിനല്ലേ ഞാൻ ബ്രോനോട് ആദ്യം അങ്ങോട്ട് ചോദിച്ച ഇസാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. വേസ്റ്റ് ഷീറ്റ് പറയാം കവറിനാണ് ഇതിലുള്ളത്. പറയാം പിന്നെ സഹോദര, നബിതങ്ങളുടെ പറയാം കാലത്ത് നിന്നുള്ള ഡ്രസ്സ് പറയാം നമ്മളെ പോലെ എന്റെ സഹോദര, താഴേക്ക് പാന്റും പറയാം. മുകളിലോട്ട് ഷർട്ടും ഞാൻ അതുപോലത്തെ തരാമല്ലോ. സാധനമല്ല. ഞാൻ താങ്കൾക്ക് തെളിവ് തരാമല്ലോ. ഇസാർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ താങ്കൾക്ക് തെളിവ് തരാമല്ലോ. എന്ന് വെയിറ്റ് ചെയ്യൂ. ഇസാർ എന്ന് പറഞ്ഞ താങ്കൾ എന്തോ പറഞ്ഞേ? എന്തോ സാധനമാ? പുള്ളി പറഞ്ഞ ഷർട്ടാണെന്ന. ഷർട്ട് വേസ്റ്റ് ഇസാർ എന്ന് പറഞ്ഞ ഷർട്ട്. ഇസാർ എന്ന് പറഞ്ഞ ഷർട്ട്. ഓക്കെ. ഒരു മിനിറ്റ്, തിരുത്തി പറയല്ലേ. ഇസാർ എന്ന് പറഞ്ഞ ഷർട്ട്. ശരി. എന്നു മുതലാ ഷർട്ട് വേസ്റ്റിലിടുന്നേ?
ഷർട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബ്രോ. താങ്കൾ പറഞ്ഞു ഷർട്ട് പോലെ, അതായത് അരയ്ക്ക് മുകളിൽ ഞാൻ പറഞ്ഞെന്താണ്, നബി തങ്ങളുടെ കാലത്തുള്ള ഡ്രസ്സ് നമ്മളെ പോലെ പാന്റും ഷർട്ടും അല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ അല്ലല്ലല്ല, അതിനപ്പുറം ഇസാർ എന്ന് പറഞ്ഞാൽ എന്തോ ഇത്തരം സംഭവം. കാര്യം സംസാരിക്കുന്നുണ്ട്. അതൊക്കെ അല്ലല്ലല്ല, അറിയാം. നിൽക്കൂ അന്ന് എന്ത് സഹോദരന്മാരെ. വസ്ത്രധാരണം. ഇസാർ എന്ന് പറഞ്ഞാൽ എന്തോ സഹോദരൻ, ഇസാർ എന്ന് പറഞ്ഞാൽ വേസ്റ്റിന് താഴെ ഇടുന്ന സാധനമാണ്. ഒരു കുട്ടിത്തോർത്ത് പോലുള്ള സാധനമാ. ഒരു കുട്ടിത്തോർത്ത് അല്ലല്ല, പോലുള്ള. let's not give unnecessary arguments. We have to give evidence. സ്ട്രേഞ്ചറെ, ഇസാർ എന്ന് പറഞ്ഞാൽ വേസ്റ്റിന് താഴെയുള്ള ഒരു ക്ലോത്ത് ആണ്. ഞാൻ അതിന് തെളിവ് തരാം. താങ്കൾ ഇതൊന്ന് വായിച്ചേ. റീഡ് ഇറ്റ്. ഏതാ? തരാം. ഇമേലിലിട്ടിരിക്കുന്ന ഹദീസ് ഒന്ന് വായിച്ചേ. സയ്യൽ ബുഖാരി വോള്യൂം 1 ബുക്ക് നമ്പർ 6 ഹദീസ് നമ്പർ 298 ഒന്ന് വായിച്ചേ. 298. ഉറക്കെ ഒന്ന് വായിക്കണേ. The Prophet and I used to take a bath from a single pot while we were junub. During the menses, he used to order അതിന്റെ me. അർത്ഥം എന്തുവാ? അർത്ഥം എന്തുവാ? പ്രോഫറ്റ് ആൻഡ് ഐ, ഞാനും പ്രോഫറ്റും. ആരാ ഇത് പറയുന്നത്? ആയിഷ, Aisha. ശരിയല്ലേ? ഞാനും പ്രോഫറ്റും ഒരൊറ്റ പോട്ടിനകത്തായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. വൈൽ വി വേർ ജുനൂബിന്റെ സമയത്ത്. ഇത് രണ്ടുപേർക്കും എങ്ങനെ ജുനൂബ് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. സ്ത്രീകൾക്കാണ് ജുനൂബ് എൻ്റെ വിഷയം വരുന്നത്. ഡ്യൂറിങ് ദ മെൻസസ് ഹി യൂസ് ടു ഓർഡർ മീ ടു പുട്ട് ഓൺ ആൻ ഇസാർ. ഡ്യൂറിങ് ദ മെൻസസ് മുഹമ്മദ് എന്നോട് പറയുമായിരുന്നു, മെൻസസിൻ്റെ സമയത്ത് മുഹമ്മദ് എന്നോട് പറയുമായിരുന്നു ഇസാർ ഇടുവാൻ. എന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഇസാർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡ്രസ് വോൺ ബിലോ ദ വേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് എന്ത് ചെയ്യുമായിരുന്നു എൻ്റെ കൂടെ? Fondle me. മെൻസസിന്റെ സമയത്ത് എൻ്റെ കൂടെ എന്ത് ചെയ്യുമായിരുന്നു? Fondle me എന്നാണ് അതിലുള്ള. യൂസ് ടു ഫോണ്ടിൽ മീ. ഈ മെൻസസിന്റെ സമയത്ത് സ്ത്രീകളുടെ അടുത്ത് വരാൻ പറ്റുമോ? അനുവാദമുണ്ടോ ഖുർആൻ അനുസരിച്ച്? സ്ത്രീകളുടെ അടുത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട്? എങ്ങനെ മനസ്സിലായില്ല? ഖുർആൻ അനുസരിച്ച് മെൻസസ് ഉള്ള സമയത്ത് സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ ഭാര്യയെ സമീപിക്കാനുള്ള അനുവാദമുണ്ടോ? സമീപിക്കുന്നുള്ള നിങ്ങൾ എങ്ങനെയാ ഉദ്ദേശിച്ചത്? ലൈംഗികപരമായിട്ടാണോ? ഇവിടെ എന്തുവാ ചെയ്യുന്നത്? പുള്ളിക്കാരൻ എന്തുവാ ചെയ്യുന്നത്? ഫോണ്ടിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാണ് ബ്രദറെ? എന്താ പറയൂ? നിങ്ങൾ എന്താണ് എന്തോ ഫോണ്ടിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ? പറഞ്ഞോളൂ, നിങ്ങളല്ലേ ഇതിന്റെ ഇത് കൊണ്ട്. ഫോണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, അതിന്റെ മീനിങ് ഒന്ന് സെർച്ച് ചെയ്തേ. ഒരു ഗൂഗിളിൽ ഒന്ന് you can go ahead and check. What is the meaning of fondling? കിട്ടിയോ? എന്താണ് അർത്ഥം? കിട്ടിയോ? അർത്ഥം കിട്ടിയോ? ഫോണ്ടിലിങ്ങിന്റെ അർത്ഥം കിട്ടിയോ? ഇസാർ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് മനസ്സിലായോ? ആദ്യം ഇത് പറ. ഇസാർ എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണെന്ന് മനസ്സിലായോ? ഇസാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇതൊക്കെയാണ് ഫോണ്ടിലിന്റെ അർത്ഥം. പല അല്ല, അർത്ഥങ്ങളും. ഇസാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്തുവാണ്? അതിൽ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുന്നത് വേസ്റ്റിന് താഴെ കവർ ചെയ്യുന്ന ഒരു ഡ്രസ്സ്. വേസ്റ്റിന് താഴെ കവർ ചെയ്യുന്ന ഒരു ഡ്രസ്സ്. മുഹമ്മദ് ഊരി വെച്ചത് ഇസാറാണ്. തോളത്തോട്ട് വെച്ചത് ഇസാറാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അപ്പൊ നാട്ടുകാരുടെ മുൻപിൽ അദ്ദേഹം എങ്ങനെയാണ് നിൽക്കുന്നത്? ഹി ഈസ് നേക്കഡ് ആൻഡ് ഹി ഫെൽ ഡൗൺ. ആൻഡ് സിൻസ് ദെൻ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ മുഹമ്മദിനെ നഗ്നമായി കണ്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നാട്ടുകാരെല്ലാവരും മുഹമ്മദിനെ തുണിയില്ലാതെ കണ്ടു. തുണിയില്ലാതെ കണ്ടു ഞാൻ ഒറ്റയടിക്ക് പറയൂല. കാരണം അതിന്റെ ട്രാൻസ്ലേഷൻസും അതിന്റെ ഹിസ്റ്ററിയും അന്വേഷിച്ച് ഞാൻ ഇതേ റൂമിൽ വന്ന് നിങ്ങൾക്ക് ഞാൻ തെളിവ് പറയാം. തെളിവ് പറയണം. ഈ റൂമിൽ തന്നെ വരണം കേട്ടോ. ഈ റൂമിൽ തന്നെ വരണം. ഫോണ്ടിലിങ്ങിന്റെ അർത്ഥം എന്തുവാണ്? ഫോണ്ടിലിങ്ങിന്റെ ഈ റൂമിൽ ഞാൻ ഫോണ്ടിലിങ്ങിന്റെ അർത്ഥം
ഫോണ്ടിലിങ്ങിന്റെ അർത്ഥം ഇനിയും ഫോണ്ടിലിങ്ങിന്റെ അർത്ഥം സ്ട്രോക്ക് ഫോണ്ടിലിങ്ങിന്റെ ഓർ അർത്ഥം നോക്കൂ. കാരസ്, സ്ട്രോക്ക് ഓർ കാരസ് ലവിംഗ്ലി ഓർ ഇറോട്ടിക്കലി. Stroke or caress lovingly or erotically. So Muhammad and Aisha, they were getting closer in an erotic form, in a sexual form. ഇനിയും ചോദ്യം, മെൻസസ് ഉള്ള സമയത്ത് പറഞ്ഞോളൂ. മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയെ സമീപിക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ടോ എന്ന് എന്താണ് താങ്കളുടെ അഭിപ്രായം? പറയും. ഇല്ല, പക്ഷേ അവിടെ സിമിലർ മീനിങ് കൂടി ബ്രോ എന്താണ് നോക്കാത്തത്? എന്ത് സിമിലർ മീനിങ്? ഫോണ്ടിലിന്റെ സിമിലർ മീനിങ്സ് കൂടി ഗൂഗിളിൽ നോക്കൂ. എന്തുകൊണ്ട് നോക്കുന്നില്ല? ഞാൻ എന്തുവാ താങ്കളോട് ചോദിച്ചത്? മെൻസസ് ഉള്ള സമയത്ത് മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയുടെ ഇല്ല, അടുത്ത് പാടില്ല. പാടില്ല. അപ്പൊ മുഹമ്മദ് എന്തോ ഇവിടെ ചെയ്തേ? അവിടെ സെക്ഷലി ബന്ധപ്പെടുന്ന പറഞ്ഞാൽ ബ്രദറെ, അവിടെ സിമിലർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്റർകോഴ്സ് മാത്രമല്ല. ഇന്റർകോഴ്സ് മാത്രമല്ലെന്നേ, ഇന്റർകോഴ്സ് മാത്രമല്ല. ഖുറാൻ അങ്ങനെയാണോ പറയുന്നത്? എന്ത്? ഖുറാനോ ഹദീസുകളോ അങ്ങനെയാണോ പറയുന്നത്? എങ്ങനെയെന്ന്? ഖുറാനോ ഹദീസോ സെക്ഷലി നമ്മള് സ്വന്തം ഭാര്യക്ക് ഉമ്മ കൊടുക്കുന്നത് സെക്സ് ആവൂല. സ്വന്തം ഭാര്യക്ക് തടവി കൊടുക്കുന്നതും പെറ്റ് ചെയ്യുന്നതും നമ്മൾ മസാജ് ചെയ്യുന്നത് സെക്സ് ആവൂല. ഫോണ്ടിലിന് പല അർത്ഥമുണ്ട്. അവിടെ നോക്കൂ, പാറ്റ്, പെറ്റ് എല്ലാം ഉണ്ട്. സോ ഫോണ്ടിൽ എന്ന് പറഞ്ഞ അവിടെ എന്ത് സെക്സിൽ ഏർപ്പെടുത്തുന്നില്ല. അതിന്റെ കംപ്ലീറ്റ് മീനിങ് പറയാൻ പറ്റത്തില്ല. അതാണ് കംപ്ലീറ്റ് മീനിങ് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ഇപ്പം താങ്കൾ കുറെ ഞങ്ങൾ ഇവിടെ തന്ന തെളിവുകൾ, ഞങ്ങൾ ഇവിടെ ബ്രദറിന് മുൻപിൽ തെളിവ് ഞങ്ങൾ ഇവിടെ തന്നു. താങ്കൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയോ. ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. മനസ്സിലായോ? താങ്കൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. താങ്കൾക്ക് ഞാൻ ആദ്യമായിട്ട് തന്ന തെളിവ് ഏതായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? മുഹമ്മദ് പഠിപ്പിച്ച കാര്യമാണ്. ഒരാൾ അവൻ്റെ കുടുംബ പാരമ്പര്യം ജാഹില്യ കുടുംബ പാരമ്പര്യത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ അവനോട് അവൻ്റെ അപ്പൻ്റെ പുരുഷാവയവം പോയി കടിക്കടാ എന്ന് നിങ്ങൾ പറയണം. ആലങ്കാരികമായിട്ട് പറയരുത്, യാഥാർത്ഥ്യം അങ്ങനെ തന്നെ ലിറ്ററൽ സെൻസിൽ നിങ്ങൾ പറയണം എന്നുള്ള ഒന്നാമത്തെ തെളിവ്. താങ്കൾ പറഞ്ഞു ഞാൻ ഈ ഹദീസിനെ പറ്റി എനിക്കറിയത്തില്ല, ഞങ്ങൾ യൂഷ്വലി എടുക്കുന്നത് ബുഖാരിയും മുസ്ലിമുമാണ്. താങ്കൾക്ക് വേണ്ടി ഇൻഫർമേഷന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഏതൊക്കെ ഹദീസുകളാണ് ഉള്ളത് എന്ന് താങ്കൾ പഠിക്കുക. സ്പെഷ്യലി ലീഡിങ് ആയിട്ടുള്ള മെയിൻ 5-6 ഹദീസുകൾ ഏതൊക്കെയാണ് എന്ന് പോയി പഠിക്കുക. കുറച്ച് ബ്രദറിന് വേണ്ടിയിട്ട് മാത്രം ഞാനും പറയാം. ബുഖാരി മാത്രമല്ല, ഇസ്ലാമിക ലോകത്ത് അംഗീകാര്യമായിട്ടുള്ള ഹദീസുകൾ ഞാൻ തെളിവ് പറയാം. ഒന്ന് സഹീഹ് അൽ ബുഖാരി, അടുത്തത് സഹീഹ് മുസ്ലിം, പിന്നെ സുനൻ അന്നസായി, സുനൻ അബൂദാവൂദ്, ജാമിയ തിർമിദി, സുനൻ ഇബ്ൻ മാജ, മുവാത്ത മാലിക്, മുസ്നാദ് അഹമ്മദ്. മനസ്സിലായോ? പിന്നെ താഴോട്ട് വരുമ്പം വേറെയും ഉണ്ട്. അതിനകത്ത് റിയാദുൽ സാലിഹീൻ ഉണ്ട്, മിഷ്കാത്ത് അൽ മസബി ഉണ്ട്, അൽ അദബ് അൽ മുഫ്രദ് ഉണ്ട്. ഇതും സഹിയായിട്ടുള്ള കാറ്റഗറിയിൽ ആ ഹദീസുകൾ വരുന്നതാണ്. അതിനകത്ത് ഗ്രേഡ് കൊടുക്കുന്നത്. അതിനകത്ത് സഹിയും ഉണ്ട്, ഹസനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്രദറിനോട് ചോദിച്ചത് അത് സഹിയാണോ ഹസനാണോ. ഒന്നാമത്തേത് ആ വിഷയം ബ്രദർ അത് വായിച്ച് കേൾക്കാത്തത് കൊണ്ട് നമ്മളത് അവിടെ വിട്ടു. രണ്ടാമത്തെ വിഷയം, മുഹമ്മദ് നാട്ടുകാരുടെ മുൻപിൽ നഗ്നനായി വീഴുന്ന ഒരു വിഷയമാണ്. നഗ്നനായി നിൽക്കുകയും അതിൽ യുറിയാന എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം നഗ്നനായിരിക്കുന്ന ഒരു വിഷയം നമ്മൾ സംസാരിച്ചു. താങ്കൾ പറയുന്നു ഇസാർ എന്ന് പറഞ്ഞാൽ അത് ഷർട്ടാണ്. ഞാനിവിടെ കാണിച്ചു, അത് ഇസാർ എന്ന് പറയുന്നത് ഷർട്ടല്ല, അത് വേസ്റ്റിന് താഴോട്ടിടുന്ന സാധനമാണ്. കാണിച്ചായിരുന്നു ഈ ഹദീസിലൂടെ. വേസ്റ്റിന് താഴോട്ടിടുന്ന സാധനമാണ് ഇസാർ. ഇസാറാണ് ഊരി വെച്ചത്. ഇസാർ ഊരി കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു. കാരണം അടുത്ത ലൈനിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഹി വാസ് നേക്കഡ്. സിൻസ് ദെൻ വി ഹാവ് നെവർ സീൻ ഹിം നേക്കഡ്. ഇനിയും ബ്രദറിന് വിട്ടുകൊടുക്കാം. ഈ മുഹമ്മദിൽ എന്തെങ്കിലും ബ്രദർ മാതൃക കാണുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ മാതൃക കാണുന്നുണ്ട്. നമുക്കൊരു 2 എണ്ണം ഡിസ്കസ് ചെയ്യാം. മുഹമ്മദ് പഠിപ്പിച്ചതും ചെയ്തതുമായ 2 വിഷയങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താൽ എന്ത് പറയുന്നു?
ചെയ്യാം. ഓക്കെ. മുഹമ്മദ് ഒരു മാതൃക ഒന്ന് പറഞ്ഞേ. ഒരു ടൈമിന് ഒരു നോൺ മുസ്ലിം ആയ ഒരു ഓൾഡ് വുമൺ, അവര് വിറക് എടുത്തോണ്ട് വീട്ടിലോട്ട് കൊണ്ടുവന്ന സമയം വിറക് എടുക്കാൻ പറ്റുന്നില്ല, കാരണം വെയിറ്റ് ഉള്ളതുകൊണ്ട്. വയസ്സായ ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ വിറകെടുക്കാണ്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുമ്പോ നബി തങ്ങൾ പോയിട്ട് ആ വിറകെടുത്തു കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്ത്, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അപ്പോ ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് തരാനാണെങ്കിൽ ഒന്നുമില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം. മക്കയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കരുത്. അപ്പൊ നബി തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞാനാണ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. എന്ത് നല്ല കഥയല്ലേ, നല്ലൊരു വിഷയമല്ലേ. അദ്ദേഹം നല്ലത് ഒരു രീതിയിലാണ് അദ്ദേഹം ഈ കാര്യത്തെ അവതരിപ്പിച്ചത്. ഇതിന്റെ തെളിവ് എവിടെ? ബ്രദറിനെ ആരാ ഇത് പഠിപ്പിച്ചത്? ആരാ? ഇത് സ്റ്റോറി ഉണ്ടല്ലോ. എവിടുന്നാ ബ്രദർ ഇത് പഠിച്ചത്? എവിടുന്നാ ഇത് ഞാൻ ഓക്കെ, ഇത് കേട്ട സ്റ്റോറിയാണ്. കേട്ട സ്റ്റോറി? ഇതിന്റെ ഈ തെളിവ് കേൾപ്പിച്ചത് ആരാ? ബ്രദറിനോട് ഇത് പറഞ്ഞത് ആരാ? നമുക്ക് മദ്രസകളിൽ കേട്ട സ്റ്റോറിയാണ്. മദർസകളിൽ അവരോട് എപ്പോഴെങ്കിലും ചോദിച്ചായിരുന്നോ, ഉസ്താദെ അതിന്റെ തെളിവ് ഇങ്ങോട്ട് തരാൻ പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇനിയും കാരണം ഞാനൊരു കഥ അങ്ങോട്ട് ഞാനൊരു കഥ അങ്ങോട്ട് പഠിപ്പിക്കാം. ഞാനൊരു കഥ അങ്ങോട്ട് പറയാം. ഓക്കെ. ഒരു സ്ത്രീക്ക് 5 പിള്ളേരുണ്ടായിരുന്നു. ഓക്കെ. ഒരു സ്ത്രീക്ക് എത്ര പിള്ളേര്? 5 പിള്ളേര്. ഈ സ്ത്രീ മുഹമ്മദിന്റെ ആൾക്കാരും കൊള്ളയിടുന്നത് കണ്ടിട്ട് മനം നൊന്ത് ഈ പുള്ളിക്കാരത്തി ഒരു കവിത എഴുതി. ഷീ റോട്ട് എ പോയം. മുഹമ്മദിനെതിരെ അല്ല എഴുതിയത്. അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു സ്ട്രേഞ്ചർ ആയിരിക്കുന്ന മുഹമ്മദിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരത്തി ഒരു കവിത എഴുതി. ഓക്കെ. ഇവിടം വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഈ കവിത എഴുതിയതിന്റെ പേരിൽ മുഹമ്മദിന്റെ ആൾക്കാരോട് പറയുന്നു, അവളെ ആര് വകവരുത്തും? ഹൂ വിൽ ഗെറ്റ് റിഡ് ഓഫ് ഹെർ ഫോർ മീ? അപ്പോൾ ആ സ്ത്രീയുടെ തന്നെ ഭർത്താവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് മുഹമ്മദിന്റെ സഹാബിയായിരുന്നു, മുഹമ്മദിന്റെ കമ്പാനിയനായിരുന്നു. ആ വ്യക്തി എണ്ണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവളെ വകവരുത്താം. അസ്മാ ബിൻ മർവാന്റെ കുടുംബത്തിൽപ്പെട്ട അസ്മാ ബിൻ മർവാൻ എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഞാൻ വകവരുത്താം എന്ന് പറഞ്ഞു. തെളിവ് ഞാൻ പറയാം. റെഫറൻസ് സൂക്ഷിച്ച് കേൾക്കണം, എഴുതിയെടുത്തോണം. ഓക്കെ. ഇനി തെളിവ് തന്നില്ലെന്നൊന്നും നമ്മളോട് സഹോദരന്മാർ ഇവിടെ ഉള്ളവർ ആരും യൂഷ്വലി പറയാറില്ല. എന്നാലും ഞാൻ അതിന് തെളിവ് പറയാം. ഇത് എവിടെ നിന്നാണ് എന്ന് ഒരു മിനിറ്റ് നിൽക്കുക. ഇത് വരുന്നത് ഇബ്ൻ ഇഷാഖ്, സീറത്തുൽ റസൂൽ അല്ല ബൈ ഇബ്ൻ ഇഷാഖ്, പേജ് നമ്പർ 675. ഓക്കെ. 675. 676 അതുണ്ട്. ഇബ്ൻ ഇഷാഖ് സീറത്തുൽ റസൂൽ അല്ല, സീറയാണ് മുഹമ്മദിൻ്റെ. ബുഖാരിയെക്കാട്ടിലും മുൻപിൽ വരുന്നതാണ് സീറകൾ, മുഹമ്മദിൻ്റെ ജീവചരിത്രം. അവിടുന്നാണ് പേജ് നമ്പർ 675. Asma was a poetess who belonged to the tribe of Medinan pagans. Medinan pagansiൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കവയത്രിയായിരുന്നു അസ്മ. And whose husband was named Yazid bin Zayd. യാസിദ് ബിൻ സയ്യിദ് ആയിരുന്നു പുള്ളിക്കാരത്തിയുടെ ഭർത്താവ്. She composed a poem blaming the Medinan pagans for obeying a stranger, means Muhammad, and for not taking the initiative to attack him by surprise. മുഹമ്മദിനെയും കൂട്ടരെയും ചെന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് അവൾ ഒരു കവിത എഴുതി. ഇവനിൽ വിശ്വസിക്കുക, ഒരു സ്ട്രേഞ്ചറിൽ വിശ്വസിച്ചത് കൊണ്ട് കവിത എഴുതി. ഇനി when Allah inspired prophet heard what she had said, he said, who will rid me of Marwan's daughter? A member of her husband's tribe volunteered and crept into her house at night. She had 5 children, and the youngest was sleeping at her breast. The assassin gently removed the child, drew his sword, and plunged it into her, killing her in her sleep. അവളുടെ ഉറക്കത്തിൽ തന്നെ എന്ത് ചെയ്തു? ഈ വ്യക്തി വന്നു, എന്നിട്ട് അകത്ത് കയറി. അവളുടെ 5 കുഞ്ഞുങ്ങൾ അവളുടെ കൂടെ ഉറങ്ങുമായിരുന്നു. അതിൽ ഒരു കുഞ്ഞ്
അവളുടെ മാറിടത്തിൽ പാല് കുടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ എടുത്ത് മാറ്റിയിട്ട് അവളുടെ നെഞ്ചത്തോട്ട് ഒരു കടാര കുത്തിക്കയറ്റിച്ചു. ഓക്കെ. The assassin gently removed the child, drew his sword, and plunged it into her, killing her in her sleep. The following morning, the assassin defied anyone to take revenge. രാവിലെ ആയപ്പോൾ ഈ അസാസിൻ ചോദിച്ചു, ആർക്കെങ്കിലും പ്രതികാരം എടുക്കണോ? No one took him up on his challenge. ആരും മുന്നിലോട്ട് വന്നില്ല, കാരണം എല്ലാവർക്കും പേടിയായി. നോട്ട് ഈവൻ ഹർ ഹസ്ബൻഡ്, അവളുടെ ഭർത്താവും മുന്നിലോട്ട് വന്നില്ല. 5 പിള്ളേരവിടെ യതീമായി. In fact, Islam became more powerful among his tribe. മനസ്സിലായി? ഇസ്ലാം ആ ട്രൈബിൽ ഈ സ്ത്രീയുടെ മരണത്തോടെ ഇസ്ലാം കൂടുതൽ ശക്തി പ്രാപിച്ചു. കാരണം ഈ ആൾക്കാർക്ക് പേടിയായി. കാരണം ഇസ്ലാമിൽ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? കൊല നടക്കും. ഈ സ്ത്രീയെ ഒരു നല്ല ഒരു ഉദാഹരണമാണ്. നസ്രിൻ ബ്രദർ, ഞാനൊന്ന് അതിനോട് ഇദ്ദേഹത്തോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ഇതിന്റെ ഒരു കാരണം ഒന്നും കൂടി പറയാം. പറഞ്ഞു ഈ അസ്മാ ബിൻ മർവാൻ ഇങ്ങനെ പറയാൻ കാരണം 120 വയസ്സുള്ള ഒരു യഹൂദനെ ഉറക്കത്തിൽ പോയിട്ട് മുഹമ്മദിന്റെ സഹാബികൾ കുത്തിക്കൊന്നിരുന്നു രാത്രിയിൽ. അദ്ദേഹം വീട്ടിന് പുറത്ത് ചൂട് മൂലം വീട്ടിന് പുറത്ത് കിടന്നുറങ്ങുമ്പോൾ. അതിന്റെ കാരണം അദ്ദേഹവും ഒരു കവിത എഴുതിയായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു ന്യൂസ് എന്നൊക്കെ പറയുന്നത് ഒരു കവിത രൂപത്തിലാണ് മനുഷ്യർ എഴുതിയിരുന്നത്. അത്രയ്ക്ക് സംസ്കാരമുള്ള മനുഷ്യരും കൂടിയായിരുന്നു എന്ന് ഓർക്കണം അവരൊക്കെ. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: എവിടെ നിന്നോ ഒരു മനുഷ്യൻ, അതായത് ഇയാള് സ്ട്രേഞ്ചറാണ്, പലായനം ചെയ്ത് അഭയാർത്ഥിയായി വന്ന മുഹമ്മദ് ഇവിടെ മദീനയിൽ വന്നിട്ട് കുറെ കാര്യങ്ങളെ ഹറാം എന്ന് പറഞ്ഞു, കുറെ കാര്യങ്ങളെ ഹലാൽ എന്ന് പറഞ്ഞു. പുതിയ സിസ്റ്റം. അത്രയും കാലം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവര് ജീവിച്ചിരുന്നു, അവരുടെ ദൈവങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ട്. ഇയാള് പെട്ടെന്ന് കയറി വന്നിട്ട് ഇവിടെയുള്ള മനുഷ്യരെല്ലാം ഞാൻ പറയുന്നത് പോലെ ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഹറാമും ഹലാലുമാണോ ഒരു മതം? ഇതാണോ ദൈവികത എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യാൻ എന്താ നാട്ടുകാർക്ക് അവകാശമില്ലേ? ഇവരുടെ നാട്ടിലേക്ക് കയറി ചെന്നിട്ട് അവരോട് പറയാണ്, ഇനി ഞാൻ പറഞ്ഞത് ഹലാല്, ഞാൻ പറഞ്ഞത് ഹറാം, ഇനി നിങ്ങളൊക്കെ അനുസരിക്കണം എന്ന് പറഞ്ഞപ്പോ 120 വയസ്സുള്ള വയോവൃദ്ധൻ അതിനെടുത്തിട്ട് ഒരു കവിത എഴുതി. അവന്റെ പേര് അബു അഫാഖ് എന്നായിരുന്നു. അബു അഫാഖ്. ഇത് ബ്രദർ ഈ സ്റ്റോറി വേണമെങ്കിൽ ഇബ്ൻ ഇഷാഖ് പേജ് നമ്പർ 675 ഉണ്ട് കേട്ടോ. 675 120 വയസ്സുള്ള വയോവൃദ്ധനെ ഇയാൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അഭയാർത്ഥിയായിട്ട് കയറി വന്ന ഒരാള് സ്വയം ഞാൻ പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ നാട്ടിൽ ഒരുമാതിരി അരാജകത്വം നടമാടിയപ്പോൾ ഒരു വൃദ്ധൻ പറഞ്ഞതിന് അയാളെ പോയി കുത്തിക്കൊന്നു. ആ കുത്തിക്കൊന്നതിനെ ആരും ചോദ്യം ചെയ്യാഞ്ഞത് കൊണ്ടാണ് അസ്മ എന്ന സ്ത്രീ ധൈര്യത്തോടെ പറഞ്ഞത്, ഇവിടെ ആരും ആണുങ്ങളില്ലേ എന്നാണ് അവർ ചോദിച്ചതിന്റെ അർത്ഥം. അവര് പറഞ്ഞത് ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരാൾ കയറി വന്നിട്ട് ഇയാളോട് ചോദിക്കാൻ ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലേ എന്നാണ് ഈ സ്ത്രീ ഒരു കവിത മൂലം ചോദിച്ചത്. അതിന് അവരുടെ മക്കളെ, കൂടെ കിടന്ന മക്കളെ വാളുകൊണ്ട് തട്ടി മാറ്റിയിട്ട് കൊന്നിട്ട് ഇനി എന്ന് പറഞ്ഞാല് ഈ ഗുണ്ടാരാജ് ഇന്ന് കേരളത്തിൽ കുറെയൊക്കെ നടക്കുന്നു, അതൊക്കെ തന്നെയാണ് ഗുണ്ടാരാജ് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. കാബിൻ അഷ്റഫിന്റെയും പറ, പിന്നെ ആ കൊട്ടകത്തിന്റെ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചത് മുഹമ്മദ് കാണിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള ഒരു തെളിവാണ് ചോദിച്ചത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, പക്ഷെ അതിന് തെളിവ് അദ്ദേഹം തന്നിട്ടില്ല. നമ്മൾ പറഞ്ഞതിന് ഇപ്പോൾ തെളിവാണ് കൊടുത്തിരിക്കുന്നത്. ലോട്ടാബി ബ്രദർ എന്തെങ്കിലും പറയാമെന്ന ഈ വിഷയത്തിൽ? അല്ല, നേരത്തെ ഈ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, അത് പുള്ളിക്കാരൻ മുഹമ്മദ് ഏതാ ക്യൂവിൽ നിന്നപ്പോ തട്ടി മാറ്റി എന്ന് പറഞ്ഞു, അത് എടുക്കാന്ന് പറഞ്ഞായിരുന്നു. അത് പോട്ടെ ബ്രദറെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഒരു മിനിറ്റ് നിൽക്കൂ സ്ട്രേഞ്ചർ ബ്രദറെ. അപ്പം നമുക്ക് തിരിച്ചു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇബ്ൻ ഇഷാഖ് സീറത്തുൽ റസൂൽ അല്ല, ബൈ ഇബ്ൻ ഇഷാഖ്. സീറത്തുൽ റസൂൽ അല്ല ബ്രദറെ, പുസ്തകമാണ്, ബുക്കാണ്, മേടിക്കാൻ കിട്ടുന്ന ബുക്കാണ്. ഗൂഗിളിനകത്ത് സീറ ഇബ്ൻ ഇഷാഖ് ബ്രദറെ, ഇബ്ൻ ഇഷാഖ് ഇസ്ലാമിക് ലോകത്തിലെ ഹിസ്റ്ററി എഴുതുന്ന ആളാണ്. അദ്ദേഹമാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ സനദും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രദറിന് അത് പോയി വായിക്കാം. മറ്റേതോട് പറഞ്ഞ കാബിൻ അഷ്റഫിന്റെ
ആ തെളിവ് നമ്മൾ പറഞ്ഞു വർഗീസ് അച്ഛാ, നമ്മൾ തെളിവ് അല്ലല്ല, പറഞ്ഞു കഴിഞ്ഞു. സ്ട്രേഞ്ചർ പറഞ്ഞില്ലേ ഒരു അതിന്റെ തെളിവ് കിട്ടിയിട്ടില്ല. അദ്ദേഹം കിട്ടിയിട്ടില്ല. ഒരു ഓക്കെ സ്ത്രീയുടെ കാര്യം പറഞ്ഞു, ഒരു ഞാനത് പ്രായമുള്ള കണ്ടുപിടിക്കുന്നു മാത്രമേ സ്ത്രീയുടെ ഉള്ളൂ. കാര്യം പറഞ്ഞു. നമുക്ക് അതിന്റെ തെളിവ് കിട്ടിയില്ല. ഇനിയും സ്ട്രേഞ്ചർ ബ്രദറെ വേറെ അല്ല, ഇതിന്റെ എന്തെങ്കിലും പേജ് നമ്പർ പറയോ? സീറത്ത് നബി സീറ ഇബൻ ഇഷാഖ് സീറത്തുൽ റസൂൽ അല്ല ബൈ ഇബൻ ഇഷാഖ്, സീറ റസൂൽ അല്ല ബൈ ഇബൻ ഇഷാഖ്. ഖാബിൻ അൽ അഷ്റഫിന്റെ അല്ല പറയുന്നത്. അബു അഫ്ലാഖിനെ കൊല്ലുന്നത് പേജ് നമ്പർ 675 അല്ലെങ്കിൽ 995 അതുപോലെ തന്നെ അസ്മാ ബിൻ മർവാനെ കൊല്ലുന്നത് അതിന്റെ നെക്സ്റ്റ് അസ്മാ ബിൻ മർവാനെ കൊല്ലുന്നത്. ഇത് രണ്ടും ബ്രദറിന് അവിടെ കിട്ടും. 675, 676, 678 ആ ഭാഗം വായിച്ചാൽ മതി. ഇനിയും മുഹമ്മദ് വേറെ എന്തെങ്കിലും നല്ല ഒരു കാര്യം പഠിപ്പിച്ചതോ അല്ലെങ്കിൽ കാണിച്ചു തന്നതോ ആയിട്ടുള്ള ഒരു വിഷയം പറയൂ. ഞാൻ തിരിച്ച് നിങ്ങളുടെ ബൈബിളിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ബൈബിളിലെ ചോദ്യം ചോദിക്കാം ബ്രദറെ. ആദ്യം ബ്രദർ ഇപ്പം ചോദിക്കാലോ? മുഹമ്മദ് നല്ല മാതൃകയല്ലേ? ആണോ അല്ലയോ? ഒരുപാട് നല്ല മാതൃകയാണ്. എത്രയോ ഹദീസ് നല്ല ഉണ്ട്. നിങ്ങൾക്ക് മാതൃക, ഹദീസ് നല്ല മാതൃകയാണ്. എല്ലാ ഹദീസും ബ്രദറിന് നിങ്ങൾ എടുത്തു ബ്രദറിന് നോക്കിയാൽ എത്ര മതി. നല്ല പ്രായമുണ്ട്? മാതൃകയാണ്. ബ്രദറിന് എത്ര പ്രായമുണ്ട്? 23. 23. ബ്രദറിന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, 23 അല്ലേ ഉള്ളൂ. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഓക്കെ ബ്രദറെ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, ഇനി മുന്നിലോട്ടുള്ള കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ബ്രദർ ഒരു കല്യാണം കഴിച്ചു വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ താങ്കളുടെ പിതാവും മാതാവും ഒക്കെ ഉണ്ട്. ഇങ്ങനെ താങ്കൾ നല്ല ഒരു കുടുംബ ജീവിതത്തിൽ ജീവിച്ചു പോവുകയാണ്. ഒരു ദിവസം ബ്രദർ വീട്ടിലില്ല. ഓക്കെ, തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ബ്രദറിനെ എന്തുവാ, ബ്രദർ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ബ്രദർ വീട്ടിലില്ല. ബ്രദർ വീട്ടിലില്ലാത്ത സമയത്ത് ബ്രദറിൻ്റെ വീട്ടിലേക്ക് താങ്കളുടെ പിതാവ് കടന്നു വരുന്നു. ഓക്കെ, പിതാവ് കടന്നു വരുന്നു. ബ്രദർ വേറെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഓക്കെ, വേറെ ഒരു കുടുംബമുണ്ട്. എന്നാൽ കുടുംബത്തിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു വീട് മേടിച്ച് അവിടെയാണ് ജീവിക്കുന്നത്, ഭാര്യയും കുടുംബവുമായിട്ട്. ബ്രദറിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ബ്രദർ ആ സമയത്ത് വീട്ടിലില്ല. ആ സമയത്ത് ബ്രദറിൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യ തുണി മാറിക്കൊണ്ടിരിക്കുക, തുണി ഇട്ടിട്ടില്ല. തുണി ഇടാതിരിക്കുന്ന സമയത്ത് താങ്കളുടെ പിതാവ് ഈ വീട്ടിനകത്തോട്ട് കയറി വന്ന് ഈ മറ അല്ലെങ്കിൽ ഈ കട്ടൻ അവിടെ നീങ്ങിപ്പോകുന്നു. ഇങ്ങനെ താങ്കളുടെ ഭാര്യയെ തുണിയില്ലാതെ കാറ്റടിക്കുന്നു, തുണി നീങ്ങിപ്പോകുന്നു. കട്ടനാണ്, അപ്പോൾ കട്ടൻ നീങ്ങിപ്പോകുന്നു. താങ്കളുടെ ഭാര്യയെ തുണിയില്ലാതെ കാണുന്നു. എന്നിട്ട് ആ ഭാര്യയോട് താങ്കളുടെ പിതാവിൻ്റെ മനസ്സിനകത്തോട്ട് താല്പര്യം തോന്നിയാൽ ആ ഒരു വ്യക്തിയെ താങ്കൾ എന്ത് പറയും? താങ്കളുടെ പിതാവിനോടുള്ള താങ്കളുടെ സമീപനം എങ്ങനെയായിരിക്കും? മോശമായിരിക്കും. ഇനിയും താങ്കളുടെ പിതാവ് ഇങ്ങനെ താങ്കളുടെ ഭാര്യയെ കാണുന്നു, എന്നിട്ട് പറയുന്നു മാഷാ അല്ലാ, അല്ലെങ്കിൽ ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിനെ സ്തുതി എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകുന്നു. ആ സ്ത്രീയോടുള്ള താല്പര്യം തോന്നി ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിനെ സ്തുതി എന്ന് പറഞ്ഞ് കടന്നു പോകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സെയിം സ്ത്രീയെ പിന്നത്തേതിൽ താങ്കളുടെ പിതാവ്, താങ്കളുടെ ഭാര്യയായിരിക്കുന്ന ഈ സ്ത്രീയെ താങ്കളുടെ പിതാവ് പിന്നത്തേതിൽ അള്ളാഹുവിൻ്റെ സഹായം തേടി ഒരു ആയത്തിറക്കിപ്പിച്ച് ഈ സ്ത്രീയെ നിക്കാഹ് കഴിക്കുന്നു. എന്തായിരിക്കും ആ വ്യക്തിയെ പറ്റിയുള്ള താങ്കളുടെ ചിന്ത? എന്തായിരിക്കും? എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണമുണ്ട്. കാരണം ഖുർആനകത്ത് അള്ളാഹു മുഹമ്മദിനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സഹായിച്ചിട്ടുണ്ട്. അറിയാമോ അത്? പറയൂ, ഏതാണെന്ന്. പറയാം. ബ്രദർ സൂറത്തുൽ അഹ്സാബ് വായിച്ചിട്ടുണ്ടോ? 33-ാമത്തെ ആയത്ത്. സൂറ വായിച്ചിട്ടുണ്ടോ? സൂറത്തുൽ അഹ്സാബ് വായിച്ചിട്ടുണ്ടോ? 33-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ടോ? അസാബ് എന്ന ആയത്ത്, സംഘടിത കക്ഷികൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്, പക്ഷെ ഏതാ ആയത്തെന്ന് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഹാഫിളല്ല. ഓക്കെ കുഴപ്പമില്ല. ആദ്യം നമുക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നിലോട്ട് പോകാം. ഓക്കെ, തബരി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിളിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ അവസരം തരാം കേട്ടോ. ഇത് വിഷയം കഴിഞ്ഞിട്ട് ഞാൻ ബൈബിളിൽ നിന്നും ചോദിക്കാൻ അവസരം തരാം. ഒരു പ്രശ്നമുള്ള കാര്യമല്ല.
ദേ ഹിസ്റ്ററി ഓഫ് അൽ തബരി. ദേ ഞാൻ ഈ പുസ്തകമാണ് ലിങ്ക് ഇനിയും വെബ്സൈറ്റിൻ്റെ ലിങ്ക് അല്ല ഇടുന്നത്, ബുക്കിൻ്റെ PDF കോപ്പിയാണ് ഇടുന്നത്. മേളിലൊരു ലിങ്ക് കാണുന്നുണ്ടോ? റീഡയറക്റ്റഡ് നോട്ടീസ്. ഓക്കെ, റീഡയറക്റ്റഡ് നോട്ടീസാണ്. അതിനകത്തോട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിക്കേ. അത് നമ്മുടെ തബരിയുടെ വോള്യത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ. ഹിസ്റ്ററി ഓഫ് അൽ തബരിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല, ഇതെന്തോ openmaktaba.com ഓപ്പൺ ആയി വരുന്നില്ല. ഓപ്പൺ മക്തബയിൽ ബുക്ക് കിട്ടും. ആ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്പൺ ആവുന്നുണ്ടോ? വന്നു. ഓക്കെ, അതിനകത്ത് ഹിസ്റ്ററി ഓഫ് അൽ തബരിയുടെ വോള്യം കിട്ടിയോ? ഏതാ വോളിയം? വോള്യം 8ാമത്തെ വോള്യം ഒന്ന് ഡൗൺലോഡ് ചെയ്തേ. ഹിസ്റ്ററി ഓഫ് അൽ തബരി വോള്യം 8 ചെയ്തോ? ഡൗൺലോഡ് ചെയ്തോ? ഡൗൺലോഡ് ആയെങ്കിൽ ഒന്ന് പറയുക. ഞാനൊന്ന് എൻ്റെ കയ്യിൽ നിന്നും ഞാനൊന്ന് എടുക്കാം. ഹിസ്റ്ററി ഓഫ് അൽ തബരി വോള്യം 8 അല്ലേ? ഒരു മിനിറ്റ്, വോളിയം 8 പേജ് നമ്പർ. ഒരു മിനിറ്റ് നിൽക്കണേ ബ്രദറെ. ഹിസ്റ്ററി ഓഫ് അൽ തബരി ഇസ്ലാം അൽ തബരി. Oh my goodness. Just a minute. ഒരു മിനിറ്റ് തരണേ. Download important books, Islamic books, history of Al Tabari, volume 8. Send to Bluetooth. Okay. Okay. Accept. സോറി, ഞാൻ ആ ബുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പേജ് നമ്പർ 4 തൊട്ടൊന്ന് താഴോട്ട് വായിക്കണം. പേജ് നമ്പർ 4 തൊട്ട്. പേജ് നമ്പർ 4 കണ്ടോ? 28ാമത്തെ പേജ് ആയിരിക്കും. 28ാമത്തെ പേജ്, പേജ് നമ്പർ 4. സ്ട്രേഞ്ചർ ബ്രദറെ ഡൗൺലോഡ് ആയോ? ഡൗൺലോഡായി, പറഞ്ഞു. പേജ് നമ്പർ 4 തൊട്ടൊന്ന് വായിച്ചോളൂ. പേജ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ PDF-നകത്ത് പേജ് നമ്പർ 28ാമത്തെ പേജ് ആയിരിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം പേജ് നമ്പർ 4. ഇവന്റ്സ് ഓഫ് ദി ഇയർ ആണോ? According to Yunus bin Abd Allah, page number 4. According to Victory of Islam, according to Yunus bin Abd Allah ibn Wahab. തൊട്ട് വായിച്ചു. Wahab ibn Zayd, who said the messenger of God had married Zayd bint Haritha to Zainab bint Jahsh, his paternal aunt's daughter. One day the messenger of God went out looking for Zayd. Now there was a covering of hair cloth over the doorway. മുഹമ്മദ് സയ്യിദ് ബിൻ ഹാരിത്ത് എന്ന് പറഞ്ഞാൽ സയ്യിദ് ബിൻ മുഹമ്മദ് എന്നാണ് ഈ സയ്യിദ് ബിൻ ഹാരിത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാം? അതിന്റെ മേളിൽ അത് മേളിൽ തന്നെ പറയുന്നുണ്ട്, സയ്യിദിനെ ദത്തുപുത്രനായിട്ടാണ് മുഹമ്മദ് കണ്ടിരുന്നത്. അത് മേളിൽ അത് പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ പേജ് നമ്പർ 2 വായിച്ചോളൂ. പേജ് നമ്പർ 2 ഒന്ന് വായിച്ച്. മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് കെയിം ടു ദ ഹൗസ് ഓഫ് സയ്യിദ് ബിൻ ഹാരിത്ത, ബ്രാക്കറ്റിനകത്ത് സയ്യിദ് വാസ് ഓൾവേസ് കോൾഡ് സയ്യിദ് ബിൻ മുഹമ്മദ്. ശരിയല്ലേ? ഇനി താഴോട്ട് വായിച്ചോ. അതിന്റെ 4 തൊട്ട് താഴോട്ട് വായിച്ചോ. Jahsh's paternal aunt's daughter. One day the messenger of God went out looking for Zayd. Now there was a covering of haircloth over the doorway, but the wind had lifted the covering so that the doorway
was uncovered. Zainab was in her chamber, undressed, and admiration for her entered the heart of the Prophet. After that happened, അവിടെ നിൽക്കൂ ബ്രദറെ, അവിടെ നിൽക്കുക, നമുക്കതൊന്ന് മനസ്സിലാക്കി പോകാം. അപ്പോൾ മുഹമ്മദ് സയ്യിദിൻ്റെ വീട്ടിലോട്ട് പോകുന്നു, സയ്യിദ് വീട്ടിലില്ല, ശരിയല്ലേ? One day, Messenger of Allah went out looking for Zaid. Now there was a covering of hair cloth over the doorway. ഡോറിൽ ഒരു ചെറിയ തലമുടി നാരത്രയും ഖനമുള്ള ഒരു തുണി, ഹെയർ ക്ലോത്ത് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്ത് പറ്റി? ബട്ട് ദ വിൻഡ് ഹാഡ്, കാറ്റ് അടിച്ചിട്ട് എന്ത് പറ്റി? ഇത് പൊങ്ങിന്നാണ്, ലിഫ്റ്റഡ് ദ കവറിങ് സോ ദാറ്റ് ദ ഡോർവേ വാസ് അൺകവേർഡ്. അപ്പം ഡോറ് നമുക്ക് വെളിയിൽ നിന്ന് കാണാം. സൈനബ് വാസ് ഇൻ ഹെർ ചേംബർ. ആരാണ് സൈനബ് എന്ന് പറഞ്ഞാൽ? സയ്യിദ് ബിൻ മുഹമ്മദ്, മുഹമ്മദിന്റെ ദത്തുപുത്രനായ സയ്യിദ് ബിൻ മുഹമ്മദിന്റെ ഭാര്യ ഇതിനകത്ത് റൂമിനകത്താണ്. സൈനബ് വാസ് ഇൻ ഹെർ ചേംബർ അൺഡ്രസ്ഡ്, തുണിയില്ലാതെ അവൾ അകത്തുണ്ട്, ശരിയല്ലേ? ഇൻ ഹെർ ചേംബർ. ഓക്കേ, ഇൻ ഹെർ ചേംബർ. അത് കഴിഞ്ഞിട്ട് മുഹമ്മദിന് എന്ത് തോന്നി? ആൻഡ് അഡ്മിറേഷൻ ഫോർ ഹെർ എൻറ്റേർഡ് ദ ഹാർട്ട് ഓഫ് പ്രോഫറ്റ്. അവളോടുള്ള താല്പര്യം മുഹമ്മദിന്റെ ഹൃദയത്തിൽ വന്നു. അന്യപുരുഷന്റെ ഭാര്യയോടുള്ള താല്പര്യം അവൻ മുഹമ്മദിന്റെ ഹൃദയത്തിലേക്ക് വന്നു, ശരിയല്ലേ? ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹാഡ് ഹാപ്പൻഡ്, ഈ നബിതങ്ങളാണ് കേട്ടോ ഇത്രയും നേരം സ്ട്രേഞ്ചർ ബ്രദർ പറഞ്ഞ ഈ നബിതങ്ങൾ, നമ്മുടെ ഈ നബിതങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നതല്ല ഇവിടെ. കുഴപ്പമില്ല. After that had happened, Meli പറയുന്നത് Zainab was in her chamber undressed and the admiration for her entered the heart of Prophet. After that happened, she was made unattractive to the man, to the other man. എന്ന് പറഞ്ഞാൽ സയ്യിദിന് അവളോടുള്ള താല്പര്യം ഇല്ലാതെയായി. So he came and said, Messenger of Allah, I want to separate myself from my companion. സയ്യിദ് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദെ, ഞാനിങ്ങനെ എൻ്റെ ഭാര്യയിൽ നിന്നും പിരിയാൻ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് asked, what is wrong? എന്ത് പറ്റി? ഹാസ് എനിത്തിങ് ഓൺ ഹെർ പാർട്ട് ഡിസ്ക്വയറ്റഡ് യു? എന്തെങ്കിലും അവളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നോ, ബൈ അല്ല, റിപ്ലൈഡ് സയ്യിദ്. നത്തിങ് ഷീ ഹാഡ് ഡൺ ഹാസ് ഡിസ്ക്വയറ്റഡ് മീ. അങ്ങനെ അവളൊന്നും ചെയ്തിട്ടില്ല. ദ മെസ്സഞ്ചർ ഓഫ് അല്ല. നോർ ഹാവ് ഐ സീൻ എനിത്തിങ് ബട്ട് ഗുഡ്. അവളിൽ നിന്ന് നല്ലത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ദ മെസ്സഞ്ചർ ഓഫ് അല്ല സെഡ് ടു ഹിം, കീപ് ടു യുവർ വൈഫ് ടു യുവർ സെൽഫ് ആൻഡ് ഫിയർ അല്ല. നീ നിന്റെ ഭാര്യയെ നിന്റെ അടുക്കൽ തന്നെ വെക്കുക, നീ അള്ളാഹുവിനെ ഭയക്കുക. പക്ഷെ മുഹമ്മദിന്റെ ഹൃദയത്തിൽ അവളോടുള്ള താല്പര്യം ഓൾറെഡി കയറിക്കഴിഞ്ഞു. അത് മെളി പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഓഫ് അല്ലാ. ആൻഡ് വെൻ യു സെഡ് അൺ ടു ഹിം. ഇനി ഖുറാൻ 33:37 ഒന്ന് വായിച്ചേ. സൂറത്തുൽ അഹ്സാബ് 33, ഖുറാനകത്ത് 33:37 ഒന്ന് വായിച്ചേ. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേർത്തൊന്ന് നമുക്ക് വായിക്കാം. 33 അതിൻ്റെ 37. ആയത്താണോ? 33-ാമത്തെ ആയത്ത് സൂറത്തുൽ അഹ്സാബ് അതിന്റെ 37-ാമത്തെ വചനം. 33-ാമത്തെ ആയത്ത് സൂറ 33 അതിന്റെ തബറുജ ജാഹിലിയത്തുൽ ഉല വഖിംന സ്വലാത്ത വആതിന സകാത്ത. 37 അത് 33 ആണ്. 33 അല്ല, നാസിൻ ബ്രദർ പറഞ്ഞ റെഫറൻസ് ആയത്ത് എന്നല്ല, സൂറ 33-ന്റെ 37. എത്ര? 37. 33-ന്റെ 37. സൂറത്തുൽ അഹ്സാബ്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ 33-ാമത്തെ അധ്യായമാണ്. 33-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ ആയത്താണ് വായിക്കേണ്ടത്. وَإِذْ تَقُولُ لِلَّذِي أَنْعَمَ اللَّهُ عَلَيْهِ وَأَنْعَمْتَ عَلَيْهِ أَمْسِكْ عَلَيْكَ زَوْجَكَ وَاتَّقِ اللَّهَ وَتُخْفِي فِي نَفْسِكَ وَاللَّهُ مُبْدِيهِ وَتَخْشَى النَّاسَ وَاللَّهُ أَحَقُّ أَنْ تَخْشَاهُ فَلَمَّا قَضَى زَيْدٌ مِنْهَا وَطَرًا زَوَّجْنَاكَهَا لِكَيْ لَا يَكُونَ عَلَى الْمُؤْمِنِينَ حَرَجٌ فِي أَزْوَاجِ
أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. എന്തോ അതിന്റെ അർത്ഥം അതല്ലേ എന്തോന്നൊന്ന് പറയാം, മലയാളത്തിലൊന്ന് അതിന്റെ അർത്ഥം പറഞ്ഞേ. മലയാളത്തിൽ എനിക്ക് അറബി അറിഞ്ഞൂടാ, ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുക. ബ്രദർ അറബി വായിക്കാൻ അറിയാം, പക്ഷെ അതിന്റെ അർത്ഥം അറിയത്തില്ലല്ലേ? അർത്ഥം അറിഞ്ഞൂടാ. ഓക്കെ, ഒരു സജഷൻ പറയട്ടെ. ഉം. ഈ അറബി വായിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ അർത്ഥവും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരൂടെ എളുപ്പം കാര്യങ്ങളെ പിടികിട്ടും. അത് പോട്ടെ, അതൊക്കെ അതിൻ്റെ എളുപ്പമുള്ള ഇംഗ്ലീഷിൽ കാര്യമല്ല അത് പഠിക്കാന്നുള്ളത്. കാരണം അധികം മുസ്ലിംസിനും അറബി അറിയാം, വായിക്കാനും അറിയാം, എഴുതാനും അറിയാം. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഖുർആനിലുള്ള അതിന്റെ ഇല്ലല്ലോ ബ്രദറെ. അർത്ഥം എൻ്റെ കയ്യിൽ ബ്രദറെ, എൻ്റെ കയ്യിൽ ഒരു വാളുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, പക്ഷേ ആ വാൾ എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. എൻ്റെ കൈ വാളുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ ബ്രോ, അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വാളുകൊണ്ട് വാളും കാര്യമുണ്ടോ? ഭാഷയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന വലിയ പൊട്ടത്തരാണ്. കാരണം ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ എന്നാ അതിന്റെ എൻ്റെ കയ്യിലൊരു, ശരി, അർത്ഥം വാള് മാറ്റി പഠിക്കൽ വെക്കാം, അത് വാള് ഏറ്റവും മാറ്റി വെക്കാം. അർത്ഥം പഠിക്കൽ അത്ര ബ്രദറെ, ഈസി ഉള്ള കാര്യമല്ല. ഇത് കേൾക്കൂ, വാള് മാറ്റി വെക്കാം. എൻ്റെ കയ്യിൽ ഒരു ബ്രഷ് ഉണ്ടെന്ന് വിചാരിച്ചു, പല്ല് തേക്കുന്ന ബ്രഷ് ഉണ്ട്. ബ്രോ, ഈ ബ്രഷ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇത് പല്ല് തേക്കാൻ കമ്പയർ എനിക്ക് ചെയ്യുന്ന വലിയ അറിയത്തില്ലെങ്കിൽ. പൊട്ടത്തരാണ്. ശരി, അത് ബ്രദറിന് അത് പൊട്ടത്തരമായിട്ട് തോന്നുന്നു, താഴെ കേൾവിക്കാർക്ക് അത് മനസ്സിലാകും. ഉറപ്പല്ലേ പിന്നെ. അത് വിട്ടുകള. ഇതൊന്ന് വായിച്ചേ, ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. And സജഷൻ remember, O പറഞ്ഞതേ ഉള്ളൂ, Muhammad, when ഇറ്റ് you വുഡ് ബി said to യൂസ്ഫുൾ the ഫോർ one യു. whom Allah bestowed favor and you bestowed favor, keep your wife and fear Allah, while you concealed within yourself that which is Allah to disclose, and you feared the people, while Allah has more right that you fear him. So when Zaid had no longer any need for her, we married her to you in order that there not be upon the believers any discomfort concerning the wives of their claimed sons when they no longer have need of them, and ever is the command of Allah accomplished. മനസ്സിലായോ? കാര്യം പിടി കിട്ടിയോ? മനസ്സിലായി. ഞാൻ ആദ്യം ബ്രദറിനോട് ഇനി ഈ ഒരു ഹിസ്റ്ററി ഓഫ് അൽ എക്സാമ്പിൾ തബാരി എന്ന് പറയുന്നില്ലേ, ഈ ഹിസ്റ്ററി ഓഫ് അൽ തബാരി അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്ത്യനായ ഒരാളാണ്. എന്താണ് അതിന്റെ പേര്? ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാളാണ്. അതിന്റെ ആ ട്രാൻസ്ലേഷൻ ബുക്കിന്റെ മേളിൽ നോക്കൂ, നിങ്ങൾ അയച്ചതിന്റെ മേളിൽ നോക്കൂ. ഓക്കെ ബ്രദറെ, നിങ്ങൾക്ക് ചിരി വരും. അതിന്റെ താഴെ ട്രാൻസ്ലേറ്റഡ് ബൈ, ഒറ്റ കാര്യം, അതിന്റെ താഴെ ട്രാൻസ്ലേറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട്. എന്റെ പൊന്നു സഹോദര, ഒരു കാര്യം ആദ്യം കേക്ക്. താങ്കൾ എവിടെ പോകുന്നറിയാമോ? ആ യൂണിവേഴ്സിറ്റിയുടെ പേരൊന്ന് പറഞ്ഞേ. ഏതാ ആ യൂണിവേഴ്സിറ്റി, ഈ പുസ്തകം ഇറക്കിയ യൂണിവേഴ്സിറ്റിയുടെ പേരൊന്ന് പറഞ്ഞേ. അതെവിടെ ഉള്ള ബ്രദറെ? പേജ് നമ്പർ 3 ഒന്ന് വന്നേ. താങ്കൾ ഒരു ബുക്കിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ക്രിസ്ത്യാനി എഴുതിയ ബുക്കാണെന്നാണ് താങ്കൾ പറയുന്നത്. മൂന്നാമത്തെ പേജ് നമ്പർ 3 സ്ട്രേഞ്ചർ ബ്രദറെ, ഇത് താങ്കൾ ആദ്യമായിട്ട് കാണുമല്ലേ? ശരിയല്ലേ? ഇതിനു മുൻപേ കണ്ടിട്ടുണ്ടോ? 22 വയസ്സായപ്പോഴത്തേക്ക് ഇതിനു മുൻപേ ഇത് ബ്രദർ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നല്ലേ ബ്രോ പറഞ്ഞേ. തബരി ആരാണെന്ന് അറിയാമോ? ഇല്ല, അറിയത്തില്ല. അതുകൊണ്ട് ബ്രദർ ആദ്യം പോയി ആരാണ് തബരി? ഇസ്ലാമിക ലോകത്ത്, ഷിയ സുന്നി ലോകത്ത് തബരി ആരാണ്? തബരിയുടെ വർക്ക് എന്താണ്? തബരിയുടെ ഹിസ്റ്റോറിക്കൽ വിഷയങ്ങളിൽ 40 വോള്യൂമാണ് തബരി എഴുതിയിരിക്കുന്നത്. തബരി എഴുതിയ പുസ്തകത്തെ അതിനെ തർജിമ ചെയ്ത ഒരു വ്യക്തിയുടെ ഇത് ഇംഗ്ലീഷ് പേരായതുകൊണ്ട് അദ്ദേഹത്തെ താങ്കളിപ്പം ക്രിസ്ത്യാനിയാക്കി. 2, ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ഇതിന്റെ എഡിറ്റോറിയൽ ബോർഡ് ഏതാണെന്ന് അറിയാമോ? ഒന്ന് വായിച്ചേ, പേജ് നമ്പർ 3 വായിച്ചേ. എഡിറ്റോറിയൽ ബോർഡ് ഒന്ന് വായിച്ചേ, പേജ് നമ്പർ 3 ഒന്ന് വായിച്ചേ. സ്ട്രേഞ്ചർ ബ്രദർ കേൾക്കുന്നുണ്ടോ? ഹലോ. ഇവിടെ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ?
അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് ഇതിനാൽ എല്ലാ നെറ്റ്വർക്ക് ഒന്നും ആള് ഇല്ല, അദ്ദേഹത്തിന് കേൾക്കാം. ഷോപ്പിലെങ്ങാണ്ടാന്നേ, പണി സ്ഥലത്തും എങ്ങാണ്ടാണ്. നിങ്ങൾ വല്ലവരും മനസ്സിലാക്കിയോ? ക്രിസ്ത്യാനികളൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അറിയാമോ? അറബി ട്രാൻസ്ലേറ്റ് ചെയ്തതെല്ലാം ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഇഷ്ടം പോലെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഉറപ്പാണ്. ബിഹാരി അൽ അൻവർ ട്രാൻസ്ലേറ്റ് ചെയ്ത അജീഷ് ജോസഫ് അല്ലേ? അജീഷ് പിന്നല്ല, ബ്രദറാണ്. ഇന്നലെ നിസു പറഞ്ഞല്ലേ, എടാ ബിഹാരി അൽ അൻവർ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അജീഷ് ജോസഫ് അല്ലേ? സ്ട്രേഞ്ചർ ബ്രദറെ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ മൈക്ക് ഓൺ ആണ്. മൈക്ക് ഓൺ, എന്താ പറയുന്നുണ്ട്? ഇവിടോട്ടല്ലെന്ന് മാത്രം. നിങ്ങൾ താഴെ ഇരിക്കുന്ന അല്ല മേളിലിരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ ആ പേജ് നമ്പർ 3 ഒന്ന് വായിച്ചോ? ഹിസ്റ്ററി ഓഫ് അൽ തബ്രി എഡിറ്റോറിയൽ ബോർഡ് വായിച്ചോ നിങ്ങൾ? ഹലോ, ഇവിടെ സ്ട്രേഞ്ചർ ബോയ്, ഹലോ പുള്ളി അവിടെ ഹലോ 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 ആരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് തോന്നുന്നു. ഏതോ കടയിൽ നിൽക്കാന്നെന്ന് എനിക്ക് തോന്നുന്നു. അതെ, പുള്ളിക്ക് ഇച്ചിരി സമയം കൊടുക്കും, സാരമല്ല. നല്ല പയ്യനാന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യും. ഹലോ സ്ട്രേഞ്ചർ, ഹലോ. ആര്യ ബ്രദറെ, ഇതിനു മുൻപേ അല്ലദബൽ മുഫ്രദ് 963 വായിച്ചേ. ഇത് ഞങ്ങളുടെ ഹദീസേ അല്ല. ഞാനിത് ഈ ഹദീസെ കണ്ടിട്ടില്ല. ഈ ഹദീസ് ഞങ്ങളുടെ അല്ല. അയ്യോ, എന്തൊരു കഷ്ടം, എന്തൊരു ഗതികേടാ ഇത്. ഹദീസുകൾ തന്നെ അല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ബുഖാരി, ഞാൻ ബുഖാരി മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ബുഖാരി വായിച്ചപ്പം ബുഖാരി 634 മക്കയിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ വീണത്, അത് വായിച്ചു. അല്ല, അത് നേക്കഡ് എന്ന് പറഞ്ഞ നേക്കഡ് എന്നല്ല കേട്ടോ, വേസ്റ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞ ഷർട്ടാണ്. ഒരു സെക്കൻഡ്. ബ്രദർ ഫ്രീ ആയോ? അല്ലെങ്കിൽ ബ്രദർ ഫ്രീ ആയെങ്കിൽ സംസാരിക്കും, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. സ്ട്രേഞ്ചറെ കേൾക്കുന്നുണ്ടോ? ഹലോ. അതിന്റെ പേജ് നമ്പർ കുഴപ്പമില്ല. പേജ് നമ്പർ 3 ഒന്ന് വന്നേ. പേജ് നമ്പർ 3 PDF-നകത്ത് പേജ് നമ്പർ 3 വന്നേ. വന്നോ? നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യമല്ലേ പറയുന്നേ? അത് വായിച്ചേ, പേജ് നമ്പർ 3 ഒന്ന് വായിച്ചേ. എഡിറ്റോറിയൽ ബോർഡ് ഒന്ന് വായിക്കേ. എഡിറ്റോറിയൽ ബോർഡ്, ഇബിൻ ഇഹ്സാൻ അബ്ബാസ്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർദാൻ, അമ്മൻ, CE ബോസ്വർത്ത്, ദ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ, ഫ്രാൻസ് റോഷൻഷെൽ, യേൽ യൂണിവേഴ്സിറ്റി, എവററ്റ് കെ റൗസൺ, ദ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ, ഇഹ്സാൻ യാർ ഷത്തർ, കൊളംബിയ യൂണിവേഴ്സിറ്റി. ഇനി സീരീസ് ഇൻ നിയർ ഈസ്റ്റേൺ സ്റ്റഡീസ് ആരാ? താഴത്തെ എഡിറ്റർ ആരാന്നൊന്ന് നോക്കിക്കേ. സയ്യിദ് ആമിർ. ഇദ്ദേഹം യഹൂദനായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും അല്ലേ? ബ്രോ, ഇതൊക്കെ ഇബ്നു അൽ തബരിയുടെ ബുക്കിനെ എഡിറ്റ് ചെയ്തവരുടെ പേരല്ലേ ഇതൊക്കെ? ബ്രദറെ, ഇത് അറബിക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യണമെങ്കിൽ, അറബിക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യണമെങ്കിൽ, അൽ തബരിയുടെ അറബിക് ബുക്കിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് അറബിക്ക് ബുക്ക് വായിച്ചിട്ട് അത് മനസ്സിലാക്കാൻ കഴിയത്തില്ലല്ലോ ബ്രദറിന്, അത് അറിയത്തില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ. അറബിക് പുസ്തകത്തെ അൽ തബരി എന്തായാലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ല എഴുതിയത്, അല്ലല്ലോ? ആണോ? അൽ തബരി അറബിക്കിലാണ് എഴുതിയിരിക്കുന്നത്. അറബിക്കിൽ നിന്ന് നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റും? ഈ യൂണിവേഴ്സിറ്റി ഇതൊക്കെ ഉള്ളത് നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റും? അല്ല, നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റും എന്നുള്ള ചോദ്യമല്ല, അതിന്റെ എഡിറ്റേഴ്സ് ആണ് ഈ എഡിറ്റോറിയൽ ബോർഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കപ്പം അൽ തബരിയുടെ പുസ്തകം എങ്ങനെ വായിക്കാൻ പറ്റും? ഏത്?
നമുക്ക് ഇപ്പം മലയാളികളായിരിക്കുന്ന ഇംഗ്ലീഷ് ബ്രോ അറിയാവുന്ന ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം നിങ്ങൾ ചെയ്യുന്ന നേരത്തെ പറഞ്ഞു, നമ്മൾക്കത് എങ്ങനെ യൂസ് അല്ല ചെയ്യാൻ ഒറ്റ കാര്യം, പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു കള്ളം പറയുന്ന ഒരാള് അയാളെ വിശ്വസിക്കാൻ പറ്റുമോ, നേരത്തെ ഒരു ഉദാഹരണം വെച്ച് നിങ്ങൾ നേരത്തെ ഒരാളുടെ പറഞ്ഞു. ആരുടെ കാര്യമാണ് പറഞ്ഞത് ഞാൻ? നേരത്തെ നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞില്ലേ, നബി തങ്ങളുടെ ഹദീസിനെ വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനെ ഉദാഹരണത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ? ആരോട്? ഇതിനു മുമ്പ് എന്റെ മുമ്പ് ഒരാൾ വന്നില്ലേ? അതേതായിരുന്നു വിഷയം എന്നറിയാമോ? അങ്ങനെ ഒരാളെ വിശ്വസിക്കാൻ ഏത് വിഷയമായിരുന്നെന്നറിയാമോ? ഞാൻ ഹഫ്സിന്റെ ഖുറാന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെയല്ലേ നിങ്ങൾ ബ്രോ, നമ്മൾ വായിക്കുന്നത് ഒരാള് കള്ളം അതേപോലെയല്ല. പറയുന്നതനുസരിച്ച് അയാളെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരു അതേപോലെയല്ല കള്ളന്റെ കയ്യിൽ നമ്മൾ കൊടുക്കാൻ പറ്റുമോ മോനെ, ചോദിച്ചു പറ്റുമോ? അതുപോലെ അല്ലല്ല, ഞാൻ അല്ലെന്ന്. ഈ വിഷയം ചോദിക്കട്ടെ ബ്രോ. അതുപോലെയല്ല. അല്ല, എന്നെ താങ്കൾക്ക് സംസാരിക്കാൻ ഒരു ടൈം താങ്കൾക്ക് തരൂ. അറബിക്ക് നിങ്ങൾ വായിച്ച് അല്ല, അല്ല താങ്കൾക്ക് അറബിക്ക് വായിച്ചിട്ട് സംവാദമാകുമ്പോ അതിന്റെ രണ്ട് അർത്ഥം സൈഡിലും വേണമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അങ്ങോട്ടും ചോദിക്കട്ടെ. സ്ട്രേഞ്ചറെ, അല്ല, താങ്കൾക്ക് അങ്ങോട്ട് അറബി ചോദിക്കട്ടെ വായിച്ചിട്ട് ബ്രോ. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ താങ്കൾക്ക് കഴിയത്തില്ല. ഇല്ല, അതുകൊണ്ട് ഞാൻ താങ്കളോട് പറയുന്നു, അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ചോദ്യം എന്നെ ചോദിച്ചോളൂ. അതന്നെ, അപ്പൊ കുറച്ചു നേരം മിണ്ടാതിരിക്കും. ഞാൻ ഇല്ലില്ല, പറയുന്നതനുസരിച്ച് ഒരു നിങ്ങൾ ആൻസർ മിനിറ്റ് പറഞ്ഞാൽ മതി. സ്ട്രേഞ്ചർ ഇവിടെ, ഒരു മിനിറ്റ് നാസ്രിൻ ബ്രദർ, ഒരു മിനിറ്റ്, രണ്ടുപേരും ഉണ്ടായിരുന്നേ. സ്ട്രേഞ്ചർ ഒന്ന് മ്യൂട്ട് ചെയ്തേ, മ്യൂട്ട് ചെയ്യൂ. താങ്ക് യു. ഇവിടെ കയറി താങ്കൾക്ക് അറിയാത്തൊരു പുസ്തകത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിനെ പറ്റി താങ്കൾ ലെക്ചർ ചെയ്യാറായിട്ടില്ല. താങ്കൾ പോയി പഠിച്ചിട്ട് വരണം. ഒന്നാമത്തെ കാര്യം. ഇത്ര നേരം താങ്കൾ കാമായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി മൈക്കെടുക്കല്ലേ. അപ്പോൾ താങ്കൾക്ക് അറബി അറിയില്ല, വായിക്കാനേ അറിയൂ, അർത്ഥം അറിയില്ലെന്ന് താങ്കളിവിടെ പറഞ്ഞു. ഇംഗ്ലീഷും ഒരുവിധം താങ്കൾ പറഞ്ഞു എനിക്ക് അർത്ഥം വല്ലതൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അറിവില്ലാത്ത ആൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന ആളെ. ആ ആറ്റിറ്റ്യൂഡ് ആദ്യം കളയുക, ഒന്നാമത്തെ കാര്യം. ഈ കാര്യത്തിൽ മനസ്സിലായല്ലോ. അതുകൊണ്ട് കയറി പറയാൻ വരട്ടെ. ഒരാൾ മൈക്കെടുക്കുമ്പോൾ താങ്കൾ ഇടയിൽ കയറി പറയരുത്. തബരി ആരാണെന്നുള്ളത് താങ്കൾ ആദ്യം പോയി പഠിക്കുക. ഇവിടെ നാസ്രിൻ അത് കൃത്യം പറഞ്ഞു. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി തർജ്ജമകളുണ്ട്, ഇനി മലയാളത്തിലുമുണ്ട്. ഇനി വിഷയത്തിലോട്ട് വരാം. തബരി അവിടെ നിൽക്കട്ടെ. ഖുറാൻ 33-37 എടുത്ത് ചർച്ച തുടരും നാസ്രിൻ ബ്രദറെ. അതല്ലെങ്കിൽ ഇദ്ദേഹം നമ്മളെ ഇനി തബരി ആരാ എഴുതിയത്, തബരിയുടെ ആദ്യത്തെ ഞാൻ അക്ഷരത്തിന് തബരിയിലേക്ക് അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു ചാൻസ് നിങ്ങൾ തരണ്ടേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എനിക്ക് പറയാനുള്ള ചാൻസ് തരണ്ടേ? സത്യബ്രദറെ, ഞാൻ പുള്ളി പറയട്ടെ, പറയട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞു ഒരാൾ കള്ളാന്ന് പറഞ്ഞിട്ട് തബരി ആരെന്നുള്ള ചോദ്യമല്ല ഇവിടെ വരുന്നത്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ പേരാണ്. പിന്നെ ആ ഹിസ്റ്ററിയും യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പേര്, അത് വേണ്ട, തബരിയുടെ നമുക്ക് ബുക്കിനെ എഡിറ്റ് അല്ല സ്ട്രേഞ്ചർ അല്ല, ഭായ്, നമുക്ക് സ്ട്രേഞ്ചർ ഭായ്, അല്ല, അല്ല ഞാൻ പറയട്ടെ, ഇത് ഞാൻ സ്ട്രേഞ്ചർ പറയുന്നത് ഭായ്, ഞാനൊരു സെക്കൻഡ് പറയട്ടെ സ്ട്രേഞ്ചർ ഭായ്, ഒരു സെക്കൻഡ്. ഒറ്റ സെക്കൻഡ്, എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ ചാൻസ് സെക്കൻഡ്, നിങ്ങൾ ഒരു മിനിറ്റ് തരുന്നില്ലല്ലോ. ഒന്ന് കേൾക്ക്. താങ്കളുടെ ആ അല്ല, വാദം ഞാൻ ഇപ്പൊ പറയുന്നതിന് ഒരു ചാൻസ് നിങ്ങൾ താങ്കളുടെ ആ വാദം ഇപ്പൊ പൊളിച്ചു തരാം. ഈ പറഞ്ഞ സാധനം ട്രാൻസ്ലേഷൻ വേണ്ട. താങ്കൾ അറബി വായിക്കൂ. താങ്കൾ അറബിയിൽ ട്രാൻസ്ലേറ്റ് അറബിയിൽ വായിക്കൂ. അതിന് അറബി എവിടെ? അത് ശരി, നിങ്ങളുടെ കിതാബ് എടുത്തിട്ട് വാ. തബരിയോ? ആ, തബരി കിതാബ് എന്റെ ഇല്ലല്ലോ. ആരെന്നെ അറിയൂല എനിക്ക്. തബരി കിതാബ് അല്ല, ഇസ്ലാമിക പ്രമാണങ്ങൾ തന്നെ ഏതൊക്കെയാണെന്ന് അറിയാത്ത ആൾക്കാർ പിന്നെ വന്നിട്ട് അത് ഇസ്ലാമിക ട്രാൻസ്ലേഷൻ തെറ്റാണെന്ന് പ്രമാണങ്ങളല്ലല്ലോ ഇത് ഒരാള് തബരി എന്നുള്ള ആളെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അല്ല ഇതിനെ ഇസ്ലാമിക ട്രാൻസ്ലേറ്റ് ചെയ്തുള്ള അല്ല, ആൾക്കാർ, ഇതാണ് ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത അവിടെയാണ് തബരി ആരാണ് എന്റെ സഹോദരൻ, അവിടെയാണ് തബരി ആരാന്ന് ചോദിക്കുന്നത്. ഞാൻ അറബി എന്റെ വായിക്കുന്ന പൊന്നു ബ്രോ, ആളാണ്. ഒന്ന് എന്നെ പറയാൻ കേൾക്കൂ സമ്മതിക്കൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ചാൻസ് തരാം. ഞാൻ മോനെ, ഒന്ന് മോനെ ഇത് കേൾക്ക്. റേഞ്ച് ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്ത് കേൾക്ക്. കാര്യം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാമല്ലോ. ബ്രോ, ഇത്ര നേരം നിങ്ങൾ പറയുന്നത് ഒറ്റ നിങ്ങൾക്ക് മിനിറ്റ്, കിതാബുകളെ കുറിച്ച് ഒരു അറിവില്ല. അറിവുള്ളവർ പറയുന്ന കേൾക്ക്. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. എന്നാ പറ. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആള് എങ്ങനത്തെ ആളാണോ, ഏത് ഉദ്ദേശത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താണെന്നോ നമുക്കറിയില്ല. കാരണം അത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാളാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അറിയാത്തതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അല്ല, ഞാൻ അറിയാത്തത് കൊണ്ട് എന്റെ പോനെ, ഒരു മിനിറ്റ്, ഞാൻ പറയാനുള്ള ഒരു മിനിറ്റ് കഴിഞ്ഞോ? ഞാൻ പറയാൻ അല്ലല്ല, ഒരു മിനിറ്റ് നീ പറയണ്ട. നീ ഹോണസ്റ്റ് അല്ല. ഞാൻ ഹോണസ്റ്റ് ആണോ? നീ സ്ട്രേഞ്ചർ ബ്രദറെ, ആക്ച്വലി ഒരു ആ കാര്യം ട്രാൻസ്ലേഷൻ തെറ്റാണെന്ന് ഒരു ബിജു വാല്യൂ ബ്രദറെ, എന്റെ എടുത്തിട്ട് ആ പൊന്നു ട്രാൻസ്ലേഷൻ ചേട്ടന്മാരെ, ഇദ്ദേഹം തെറ്റാണെന്ന് ഇവിടെ ഒരു തെളിയിക്കുക. മിനിറ്റ് അല്ലല്ല എനിക്ക് താ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നീ വാദം പറയുന്നത് ഇത് കേൾക്ക് പ്ലീസ്. സ്ട്രേഞ്ചറെ, സ്ട്രേഞ്ചറെ, എന്റെ ഒരു വാദം ഉള്ള അങ്ങോട്ട് കേൾക്കൂ. സ്ട്രേഞ്ചറെ, മ്യൂട്ട് ഇവിടെയുള്ള ചെയ്യാണ്ട് കേൾക്കൂ. മോഡറേറ്റേഴ്സ് എന്തുകൊണ്ടാണ് താങ്കൾ ഓണസ്റ്റ് അല്ല എന്ന് പറയുന്നതിന്റെ കാരണം താങ്കൾ ഒരു ഇന്റലക്ച്വൽ ഡിസോണസ്റ്റിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ മുൻപിൽ ബ്രോ, ഞാൻ പറയുന്നത് പറയട്ടെ, ഒരു കേൾക്കൂ. മിനിറ്റ് ഞാൻ പറയട്ടെ. താങ്കൾ ഇവിടെ ഒരു മിനിറ്റ് എനിക്ക് പുസ്തകത്തെ തരൂ. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്ത് വേണമെങ്കിൽ പറയാം, തള്ളുകയാണ്. ഡിസോണസ്റ്റിയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആണ്. പറയാം. പക്ഷെ എന്റെ ഒരു മിനിറ്റുള്ള വാർത്ത ഇത് എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു എന്ത് തീർക്കും, വേണമെങ്കിൽ പറയാം.
അതല്ല ആ ഞാൻ പറഞ്ഞു പറയുന്നത്, മ്യൂട്ട് ചെയ്യണ്ട, ഇടയ്ക്ക് കയറണ്ട ആരും. പറയട്ടെ ബിജു വേണ്ട ബ്രദറെ, വേണ്ട വേണ്ട പറഞ്ഞു വേണ്ട. ആ തീർക്കട്ടെ. ഒരു ഓർഡർ സത്യ ബ്രദറെ, വേണ്ട. സത്യ എന്തുകൊണ്ട് ബ്രദറെ പറഞ്ഞു എന്തുകൊണ്ട് തീർക്കട്ടെ, വേണ്ട? പറഞ്ഞു തീർക്കട്ടെ, എന്തുകൊണ്ട് വേണ്ട പറഞ്ഞു സത്യ? തീർക്കട്ടെ. സഹോദരന്മാരെ, I will സഹോദരന്മാരെ, take you out. സത്യ ബ്രദറെ, എന്തുകൊണ്ട് വേണ്ട സത്യ സത്യ പറയൂ, ബ്രദറെ എന്തുകൊണ്ട് പറഞ്ഞു വേണ്ട? No തീർക്കട്ടെ, orders. പറഞ്ഞു Don't take. തീർക്കട്ടെ. We don't take ഹി orders. ഡസ് നോട്ട്, അല്ലല്ല നോ പുള്ളി പറയട്ടെ, അതല്ല, സത്യ ബ്രദറെ പറയട്ടെ. ഓർഡർ ആ ഞാൻ ഓർഡറിന്റെ പറയട്ടെ, അല്ല. അതാണ് ലെറ്റ് ഹിം ഞാൻ ഫീൽ ഹോണസ്റ്റ് കംഫർട്ടബിൾ, അല്ലയോ ഒരു കാര്യം ഡിസോണസ്റ്റ് പറ. ആണോ എന്ന് നിങ്ങൾക്ക് പിന്നെ let him തെളിയിക്കാം. feel ആദ്യം comfortable, നിങ്ങൾ let him മിണ്ടായിരിക്കും. feel comfortable in the room, let him feel ആ comfortable in the room. Yeah, go ahead, read. It's നിങ്ങൾ fine. 6-7 പേരും കൂടി വട്ടം വെച്ച് അല്ല എന്നെ വേണ്ട മ്യൂട്ടായി വേണ്ട ഇല്ല വേണ്ട ഇടുന്നത് വേണ്ട സ്ട്രേഞ്ചർ, പറ്റില്ലല്ലോ. വേണ്ട സ്ട്രേഞ്ചർ വേണ്ടെന്നേ. പറയൂ, ആരും സ്ട്രേഞ്ചറെ. മയക്കെടുക്കരുത്, അവരോട് സ്ട്രേഞ്ചർ മാത്രം ബ്രോ സംസാരിക്കട്ടെ. സ്ട്രേഞ്ചറെ സ്ട്രേഞ്ചർ ഞാനിപ്പം ഈ താങ്കൾക്ക് അവസരം നസറിൻ തരികയാണ്. ഐ ആം ബ്രോ, നിങ്ങൾ ഗിവിംഗ് യു പറയുന്ന an എല്ലാം ഞാൻ opportunity. കേട്ടിട്ടുണ്ട്. ഒരു ഓക്കെ, എനിക്ക് മിനിറ്റ് കുഴപ്പമില്ല. ഒരു മിനിറ്റ്, എല്ലാവർക്കും ഞാനാ മ്യൂട്ട് ചെയ്ത്. ഒരു മിനിറ്റ്. ബ്രോ, ഇവിടെ താങ്കൾക്ക് എല്ലാവർക്കും അവസരം തരികയാണ്. എടോ മനുഷ്യ ഒന്ന് കേൾക്ക്. അവസരം തരികയാണ് ഞാൻ എന്ന് പറയട്ടെ, പോലും ഒരു മിനിറ്റ് എനിക്ക് തരും. താൻ പറയുമ്പോ തനിക്ക് അവസരം തരികയാണ്. ഞാനും അതിനാണ് ഞാൻ ഇവിടെ ആവശ്യമാണ് ഇടപെട്ടത്. ചോദിക്കുന്നത്. തനിക്ക് അവസരം സ്ട്രേഞ്ചർ, തരികയാണ്. വി ആർ മണ്ടത്തരം ഗിവിംഗ് യു സത്യ ടൈം. ബ്രദർ, ഇങ്ങനെ സ്ട്രേഞ്ചർ മണ്ടത്തരം താങ്കൾക്ക് സമയം അവസരം തരുക തരുക, എന്നാ പറഞ്ഞത്. താങ്കൾക്ക് അവസരം ഇങ്ങനെ തരാൻ മണ്ടനാകാതെ പോവാന്നത്. സമയം തരുകയാണ്. ഇനി വി ആർ എടുക്കും, നോട്ട് മൈക്ക് ഗോയിങ് ടു എടുക്കും, ടേക്ക്. സംസാരിക്കും. ഒരു മൈക്ക് മിനിറ്റ് എടുക്കും, താങ്കൾക്ക് സംസാരിക്കും. അവസരം തരുകയാണ്. ഒരു യാ മിനിറ്റ് അദ്ദേഹം പറഞ്ഞു കേൾക്കുക. ഒരു മിനിറ്റ് താങ്കൾക്ക് അവസരം തരുക. ഞങ്ങൾ ഇവിടെ കയറത്തില്ല. താങ്കൾ പറയൂ, ഒരു മിനിറ്റ് എടുക്കും. മൈക്ക് അൺമ്യൂട്ട് ആക്കി പറയൂ. എന്തൊരു ഗതികേട് പിന്നെ. എടുക്കും, മൈക്ക് എടുക്കും. സ്ട്രേഞ്ചർ ഇതാണ് പ്രശ്നം. മൈക്ക് എടുക്കാൻ പറയുമ്പോ എടുക്കുകയില്ല. കഴിഞ്ഞോ? എനിക്ക് ഈ വർത്താനാണ് എനിക്ക് പിടിക്കാത്തത്. തനിക്ക് ഒരു കഴിഞ്ഞോ? മിനിറ്റ് ഞാൻ സമയം തന്നു ഇവിടെ ഒന്നും കഴിയുന്നില്ലെന്നേ. ഒന്നും താങ്കൾക്ക് ഇപ്പൊ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ സംസാരിച്ചോ. ഇങ്ങനെ ഇതാണ് ഒരു സംസാരിക്കട്ടെ. മുസ്ലിമീന്റെ ഒരു പ്രശ്നമാണിത്. വേറെ ആനിസറിനെ കേട്ടോ, വേറെ ഇപ്പൊ വേറെ പുള്ളിക്ക് സംസാരിക്കട്ടെ. എന്നെ കൊണ്ട് കൊടുക്കട്ടെ, വെറുതെ ഇപ്പൊ ഞാൻ പറയിപ്പിക്കല്ലേ. ഞാൻ പറയാം. താങ്കൾ സ്ട്രേഞ്ചറെ ഇപ്പൊ ഞാൻ ഞാൻ സംസാരിക്കുന്ന, സംസാരിക്കട്ടെ. സ്ട്രേഞ്ചറെ ഞാൻ താങ്കളോട് വളരെ മാന്യതയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ താങ്കൾ പക്ഷത്തിന് എനിക്ക് ഒരു ഇന്റലക്ച്വൽ കുഴപ്പമില്ല അല്ലല്ല, നസറിൻ. ഇപ്പം താങ്കൾ പക്ഷെ ഇന്റലക്ച്വൽ ബാക്കിയുള്ളവരുടെ ഡിസോണസ്റ്റി വർത്താനം കാണിക്കുന്നു. ആരും എനിക്ക് ശ്രദ്ധിച്ചു വരാൻ പറഞ്ഞു. ഇപ്പോൾ താങ്കൾ ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി കാണിക്കുന്നത് കൊണ്ടാണ് എൻ്റെ സഹോദരന്മാര് താങ്കളോട് ഹാർഷായിട്ട് സംസാരിക്കുന്നത്. താങ്കൾ ഓക്കെ, ഞാൻ സത്യസന്ധനല്ലാത്തത് കൊണ്ട്. പറയട്ടെ, 1 മിനിറ്റ്, അതിനുള്ള ഉത്തരം 1 ഞാൻ മിനിറ്റ് താങ്കൾക്ക് പറയട്ടെ. തരുന്നു. 1 മിനിറ്റ് താങ്കൾക്ക് തരുന്നു. പറയൂ. അതിനുള്ള ഉത്തരം ഞാൻ പറയട്ടെ. ഈ ഫ്രാങ്ക്സ്റ്റ് എന്നുള്ള ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട ആള് അത് എങ്ങനത്തെ ആളാണെന്ന് നമുക്കറിയില്ല. അത് ഏത് ഇന്റൻഷൻ വെച്ച് അയാൾ ട്രാൻസ്ലേഷൻ ചെയ്തതാണെന്ന് നമുക്കറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പഠിച്ചിട്ട് വേണം അയാളുടെ ബുക്ക് സ്വീകാര്യമാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ. അൽത്തബരിയുടെ കാര്യം പോലും അങ്ങനെ തന്നെയാണ്. അയാൾ നല്ല ആളാണെങ്കിൽ മാത്രമേ നമുക്ക്, ഇപ്പൊ അൽത്തബരി മോശമാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വാദം കൊണ്ട് വരണ്ട. ഒരാളുടെ ബുക്ക് നമുക്ക് സ്വീകാര്യമാണെങ്കിൽ അയാൾ എങ്ങനെയും നോക്കണ്ടേ. നേരത്തെ നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു കള്ളന്റെ കയ്യിൽ ഇത്ര ക്യാഷ് കൊടുത്ത് നിങ്ങൾ ഇതാക്കുമെന്ന്. അതേപോലെയാണ് ഈ ഉദാഹരണം. ഈ ട്രാൻസ്ലേറ്റും ചെയ്തിട്ടുള്ള ആ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞ് ഇനി വരണ്ട. അത് അൽത്തബരിയുടെ ബുക്കിനെ എഡിറ്റ് ചെയ്ത ആൾക്കാരാണ്, ആ യൂണിവേഴ്സിറ്റിയും ഇതൊക്കെ. പക്ഷെ ഈ ട്രാൻസ്ലേഷനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഒരു അറബിക് എന്നുള്ള ഞാൻ അറബിക്കിന്റെ കാര്യം പറയാം. അറബിക്കുള്ള വേർഡിന് ഇപ്പൊ അറബിക്കിൽ ലൊറബ എന്നൊരു പദമുണ്ട്. അടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഈ ലൊറബാക്ക് തന്നെ എത്ര അർത്ഥമുണ്ടെന്നറിയോ? 10-30 മേളില് ലൊറബാക്ക് എന്നുള്ള ഒറ്റ വേർഡിന് അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ലൊറബ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ഓക്കെ അറബിക് ഓക്കെ ഇംഗ്ലീഷ് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അറബിക് ഓക്കെ. മലയാളം ഗ്രാമറിൽ ഒരു മിനിറ്റ് പറയട്ടെ അതിന് ചേട്ടാ. മ്യൂട്ട് ചെയ്തോളൂ. 1 മിനിറ്റ് കഴിഞ്ഞു. പറയട്ടെ 1 ചേട്ടാ, മിനിറ്റ് ഒരു കഴിഞ്ഞു. മിനിറ്റ്. ബ്രദറെ, നിങ്ങൾ എന്തിനാണ് ഒരു ടെൻഷൻ മിനിറ്റ് ഒരു അടിക്കുന്നത്? മിനിറ്റ് കഴിഞ്ഞു. പറയട്ടെ. കഴിഞ്ഞു. എന്റെ സഹോദര, പൊന്നു 1 മിനിറ്റ് സഹോദര, കഴിഞ്ഞു. നിങ്ങൾക്ക് അറബി അറിയത്തില്ല, സ്ട്രേഞ്ചർ 1 അർത്ഥം മിനിറ്റ് എന്താണ് കഴിഞ്ഞു. അറിയത്തില്ല. ചേട്ടാ, ഒരു മിനിറ്റ് ഒരു എവിടെ? ഞാനിവിടെ സ്ട്രേഞ്ചർ ടൈം 1 നോക്കട്ടെ. ഒരു മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞു. വാക്കിന് പോലും അർത്ഥം കഴിഞ്ഞിട്ടില്ല. അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ്? എന്തിനാണ് നോക്കി, ബ്രോ? ഒരു വാക്കിന് ഞാൻ 30 നോക്കിയെന്നേ. അർത്ഥം ബ്രോ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് നോക്കി, വിടുന്നത്. ഞാൻ നോക്കി. സ്ട്രേഞ്ചർ ഇവിടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ടൈമർ സ്റ്റാർട്ട് ആവുന്ന പരിപാടി ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. എന്റെ പൊന്നു ഇവിടെ ബ്രോ, താങ്കൾ ഒരു പിന്നെ മിനിറ്റ് ആയിട്ടില്ല. ആയിട്ടില്ല. അതല്ല, താങ്കൾ മോളിൽ നോക്കിയിട്ട് 1 മിനിറ്റ് ആയിട്ടില്ല എന്ന് പറയുന്നതല്ല. സ്ട്രേഞ്ചർ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. സ്ട്രേഞ്ചറിനെ ഞാനിപ്പോ കേൾക്കണോ? അതിനെക്കുറിച്ച് അല്ല, 1 മിനിറ്റ് ആയോന്ന് കേൾക്കണോ? സ്ട്രേഞ്ചർ ഒന്ന് സ്റ്റോപ്പ് വാച്ച് വെച്ചേ, റീപ്ലേ ദേ കേൾപ്പിക്കാം. കേൾക്കണോ? വേണ്ട വേണ്ട ആവശ്യമില്ലാത്ത വേണ്ട പരിപാടി വേണ്ട. പറയരുത്. അതിലൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ടൈം. ഞാനിപ്പോ ഞാൻ ഒരു കാര്യം പറയാൻ പോവാം. 1 മിനിറ്റ്. സ്ട്രേഞ്ചറെ, നിങ്ങളുടെ ഈ ഹഫ്സ് എന്ന് പറഞ്ഞ ഈ ഖുറാൻ, നിങ്ങൾ ഈ അൽ അദാബ് അൽ മുഫറദിനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്തു. ഓക്കെ, ഈ നിങ്ങൾ വായിക്കുന്ന ഹഫ്സ് എന്ന ഖുറാൻ, ഈ ഹഫ്സിന് ഹദീസുകളുണ്ട്. ഈ ഹഫ്സിനെ ഇസ്ലാമിക പണ്ഡിതന്മാർ വിളിക്കുന്നത് എന്താ? കള്ളൻ എന്നാണ് വിളിക്കുന്നത്, കള്ളൻ. പക്ഷെ ഇന്ന് ലോകത്തിലെ മെജോറിറ്റി ഉള്ള ആൾക്കാർ ഈ ഹഫ്സ് ഖുറാൻ ആണ് വായിക്കുന്നത്. ഞങ്ങൾ വായിക്കുന്ന ഉസ്മാനിയ 1 മിനിറ്റ് ഖുറാനാണ്. സ്ട്രേഞ്ചർ അവിടെ മ്യൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു അറിയാത്ത കുന്തും കാര്യമില്ല. അറിയത്തില്ല നിങ്ങൾ അറബിയെ. വായിക്കുന്നത് നിങ്ങൾ ഉസ്മാനിയ ഞാൻ പറയുന്ന അങ്ങോട്ട് ഖുറാനാണ്. കേൾക്ക് സ്ട്രേഞ്ചർ. ഇടയ്ക്ക് കയറരുത്. പറയുന്ന അങ്ങോട്ട് കേൾക്ക്. സ്ട്രേഞ്ചർ സംസാരിച്ചപ്പോൾ ഇവിടെ ഇടയ്ക്ക് കയറിയായിരുന്നോ? പറയുന്ന സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് കയറിയായിരുന്നോ? ഇതൊക്കെ പോയി നിങ്ങൾ ഉം. പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് യു ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഹദീസുകൾ എടുത്തില്ല, പക്ഷെ അദ്ദേഹം ക്രോഡീകരിച്ച ഖുറാൻ എടുത്തു നിങ്ങൾ.
ഒന്ന് ആലോചിച്ചോണം, ഇസ്ലാമിക ലോകത്തെ അന്നത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തിനെ കള്ളൻ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ബുക്സുകൾ വാങ്ങിച്ചുകൊണ്ട് പോയാൽ ഈ പണ്ഡിതന്മാരുടെ ബുക്സുകൾ തിരിച്ചു കൊടുക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടേതായ രീതിയിലുള്ള ഇത് ചെയ്യുന്ന അതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ അതേ നാവ് കൊണ്ടാണ്, അതേ ഖുർആൻ വായിക്കുന്ന നാവ് കൊണ്ടാണ് നസ്രീൻ പറഞ്ഞ അൽ അദാബ് അൽ മുഫ്രദ് എന്നുള്ള അത് ഇസ്ലാമിക ലോക സഹി അൽബാനിന്ന് നിങ്ങൾ വായിക്കുകയും ചെയ്തു. സഹി ഈ ഗ്രേഡ് കൊടുക്കുന്ന ആരാ? ഞങ്ങളാ കൊടുക്കുന്നത്. ഇത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഒരു 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 ലോബി ഇരുന്നതിന് ശേഷം അവരെ പണ്ഡിതന്മാർ പിന്നെയാണ് ഗ്രേഡിങ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് ഈ സഹി അൽ ബുഖാരിയും പല ഹദീസുകളും ക്രോഡീകരിച്ച് കൊടുത്ത ആരാന്നറിയാം? വെസ്റ്റേൺ സ്കോളേഴ്സ് തന്നെ. പക്ഷെ വെസ്റ്റേൺ സ്കോളേഴ്സ് അവരുടെ അടുക്കളയിൽ കൊണ്ടിരുന്ന് കുക്ക് ചെയ്യല്ലായിരുന്നു അത് ഇസ്ലാമിക സ്കോളേഴ്സിന്റെ മുമ്പിലിരുന്ന് അതിനെ വളരെ വിശദമായിട്ട് ജിബോർജ ഇത് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ജിബോർജ ബിജു ബ്രദർ, ഇടയ്ക്ക് കയറാതെ. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ ഇരുന്ന് അവരുടെ ഇത് കൺസേണോട് കൂടി, അവരുടെ കൺസെന്റോട് കൂടി ആണ് ഈ ഇത് എഴുതുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ ഇസ്ലാമിക് സൊസൈറ്റി. എഡ്യൂക്കേഷൻ ഇല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഏൻഷ്യൻ മാനുസ്ക്രിപ്റ്റ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് ഒരു മുസൽമാനെ കൊണ്ടും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. സന മാനുസ്ക്രിപ്റ്റോ, ടോപ്പ് മാനുസ്ക്രിപ്റ്റോ, മൈൽ മാനുസ്ക്രിപ്റ്റോ, ബർമിംഗ്ഹാം മാനുസ്ക്രിപ്റ്റോ, താഷ്കന്റ് മാനുസ്ക്രിപ്റ്റോ ഒന്നും വായിക്കാൻ കഴിഞ്ഞില്ല. അതെല്ലാം വായിച്ചു കൊടുത്തത് വെസ്റ്റേൺ സ്കോളേഴ്സ് തന്നെയാണ്. നിങ്ങളുടെ അത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. അതേപോലെ തന്നെ നിങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങൾ ഇവിടെ ഒരു ആയത്ത് നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ എന്തു പറഞ്ഞേ? എനിക്ക് അർത്ഥമറിയത്തില്ല. ഇതാണ് 90% മുസ്ലിങ്ങളുടെയും ഗതി. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി ചോദിക്കത്തില്ല. ഇവിടെ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ പോയി ഉസ്താദുമാരോട് ചോദ്യം. ഉസ്താദ് ഈ സൂറ അസാബിനകത്ത് അല്ലെ സൂറ ത്വബയ്ക്കകത്ത് സൂറ മൈദയ്ക്കകത്ത് ഇന്ന കാര്യങ്ങൾ പറയുന്നു, അത് എന്തുവാണ് ഉസ്താദ് എന്ന് പോയി ചോദിക്കണം നിങ്ങൾ. അന്നേരം അവിടെ നിന്നുള്ള റിയാക്ഷനും കൂടെ നിങ്ങൾ മേടിച്ചോണം. ചിലപ്പോൾ അടിയായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ തൊഴിയായിരിക്കും കിട്ടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ദേ വിൽ ഞാനേ നെവർ എക്സ്പ്ലെയിൻ യു. നിങ്ങളെ സ്ട്രേഞ്ചറെ വായിക്കാൻ ഞാനേ മാത്രമേ പഠിപ്പിച്ചു. സ്ട്രേഞ്ചറിനെ ഞാനൊരു വെല്ലുവിളി ഇനി സ്ട്രേഞ്ചറിന്റെ ഞാൻ ഒരു മുൻപിൽ കാര്യം വെക്കുന്നു. പറയട്ടെ. നിക്ക്, ഇത് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾക്ക് അവസരം തരും. അവിടെ നില്ല ബൈബിൾ ചോദ്യം ചോദിക്കാൻ സ്ട്രേഞ്ചറെ അവസരം തരാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. യേശുവിലേക്ക് ഇതൊന്ന് ബൈബിളിൽ ഇതൊന്ന് ചോദ്യം കംപ്ലീറ്റ് ചോദിക്കാൻ ചെയ്യട്ടെ അവസരം മോനെ, തരാമോ? ഇതൊന്ന് കംപ്ലീറ്റ് ബൈബിളിൽ ചെയ്യട്ടെ. ചോദിക്കാം. ഞാൻ എന്റെ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. അൻഷാദ് കോടിയാങ്കൽ അവിടുന്ന് മെസ്സേജ് അയക്കുന്നു എന്നൊക്കെ എനിക്കറിയാം. അടങ്ങ്. അപ്പൊ വെയിറ്റ് ഞാൻ ചെയ്യ്. കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. സ്ട്രേഞ്ചറെ, ഞാൻ താങ്കളുടെ മുൻപിൽ ഒരു വെല്ലുവിളി വെക്കുന്നത്, ഞാൻ ഈ വെച്ചിരിക്കുന്ന പുസ്തകം, ഈ തർജ്ജിമ ചെയ്തിരിക്കുന്ന ഈ പുസ്തകം, ഈ സെയിം ബുക്ക് പോയി താങ്കൾ ഏതെങ്കിലും പണ്ഡിതനോട് പോയി ഈ ഹിസ്റ്ററി ഓഫ് അൽ തബരി വോള്യം 8 എനിക്ക് അറബിക്കൽ ഇങ്ങോട്ട് താ, എനിക്കതൊക്കെ നോക്കണം, അതിൻ്റെ വേർഡ് ടു വേർഡ് നോക്കണം എന്ന് താങ്കൾ ഏത് പണ്ഡിതനെയും പോയി കാണിക്കുക. അവിടെ വളരെ വ്യക്തമായി ഈ സെയിം കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. രണ്ടാമത്തേത്, താങ്കൾ ഇത്രയും ആധികാരികമായ ഇസ്ലാമിക് എന്തുവാ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രിൻ്റ് അടിച്ച, തർജ്ജിമ ചെയ്ത് പ്രിൻ്റ് അടിച്ച ഒരു പുസ്തകത്തെ താങ്കൾ ഇപ്പോൾ തള്ളിയിരിക്കുന്നു. കാരണം താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് പ്രത്യേകിച്ച് വലിയ വയസ്സൊന്നുമില്ല, 22 വയസ്സേ ഉള്ളൂ. താങ്കൾക്ക് എങ്ങനെയാണ് ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ പുറകിലുള്ള എഡിറ്റോറിയൽ ടീം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ആധികാരികത എന്തായിരിക്കും എന്നൊക്കെ ഒന്നും മനസ്സിലാക്കാതെ താങ്കൾ ഒരു കാര്യം, ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വെച്ചത്. ഇതിനെ വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്ന്. ബ്രദറെ, അങ്ങനെ വിശ്വാസയോഗ്യമല്ലാത്ത ഒരു ബുക്കിനെ ഇറക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലായോ? നാട്ടുകാർ പഞ്ഞിക്കിടും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അവിടെ സയ്യിദ് ആമിർ അർജ്മോണ്ട് എഡിറ്ററിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എഹ്സാൻ അബ്ബാസ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർഡൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ കേസ് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു. മുഹമ്മദ് ഒരു കാലത്തും മാതൃകാ പുരുഷനല്ല. മാതൃകാ പുരുഷൻ ഞാനൊരു കാര്യം മാത്രമല്ല, പറയാനുള്ളത്. മുഹമ്മദിനെ വീട്ടിൽ ഇതിന് കയറ്റാൻ ഉത്തരം കൊള്ളത്തില്ല. ഞാൻ പറയട്ടെ. നസറീൻ, ഞാൻ ഒന്ന് ഉത്തരം പറയട്ടെ. സഹോദര, മോന് ഉത്തരം പറയണ്ട മോന് ഉത്തരം പറയണ്ട. അതിന് മുമ്പ് ഇതിനകത്ത് എന്ത് ഞാനൊരു ഉത്തരം അല്ല, ഒരു പറയാനാണ് മിനിറ്റ് താങ്കൾ? അല്ല, ഞാൻ പറയട്ടെ ബ്രോ. അല്ല ഒരു സംവാദമാവുമ്പോ കുഞ്ഞൊന്ന് രണ്ട് ഉത്തരം സൈഡ്. പറയട്ടെ. അല്ല, സ്ട്രേഞ്ചർ ഉത്തരം പറയട്ടെ. രണ്ട് സൈഡിൽ സ്ട്രേഞ്ചർ നിന്നും ഉത്തരം സംവാദം. പറയണം. അല്ല, അതിന് മുൻപ് ഒറ്റ കാര്യം ബീച്ച, സ്ട്രേഞ്ചർ ഉത്തരം പറഞ്ഞോട്ടെ. സംവാദം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ കാര്യം കൊണ്ട് സംവാദം എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. കാരണം തബരി ആരാന്ന് തന്നെ അറിയത്തില്ല. എൻ്റെ മോനെ, ഇന്നലെ ജനിച്ച അമാനു മൗലവി ആരാന്നും ഒക്കെ അറിയാം. പക്ഷേ അല്ല, തബരി എന്ന് പറയുന്നത്, തബരിയും കുർത്തുബിയൊക്കെ ദി ഓൾഡസ്റ്റ്. സ്ട്രേഞ്ചർ പറഞ്ഞുകൊണ്ട് വരുന്ന എന്നാന്നറിയോ?
അറബിയിൽ എങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കാം, അതൊന്നും പ്രശ്നമല്ല. ഞങ്ങളൊരു 10-100 മീനിങ് 30 മീനിങ്ങും ഒക്കെ കൊടുത്ത് ഒരു വാക്കിന് കൊടുക്കും, ചിലപ്പോൾ വിപരീത മീനിങ്ങും കൊടുക്കും. ബിജു ബ്രദറെ, പക്ഷെ ഈ അറബിയിൽ സെയിം എഴുതി തബരി വെച്ചിരിക്കുന്ന പറയുന്ന മാതിരിയല്ല കാര്യം, ഇംഗ്ലീഷിൽ വായിക്കേണ്ടത്. ബിജു ബ്രദറെ, ഈ സെയിം തബരി ഇംഗ്ലീഷിൽ പറയുന്ന ഇംഗ്ലീഷിൽ കാര്യമാണ്, ഈ സെയിം തബരി അതെ, പറയുന്ന പക്ഷെ നിങ്ങൾ കാര്യമാണ് ഇംഗ്ലീഷ്, ഖുറാനിൽ പറയുന്നത്. ഖുറാനിൽ ആ സെയിം പക്ഷെ നിങ്ങൾ അങ്ങനെ ആയത്താണ് വരുന്നത്. വായിക്കരുത്, അങ്ങനെ മനസ്സിലാക്കരുത്. അത് പാടില്ല. അതിപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വാദം പൊളിഞ്ഞു പോകില്ലേ? സ്ട്രേഞ്ചറെ, ഒരു കാര്യം കൂടെ, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. താങ്കളുടെ അടുത്ത് എത്ര മനസ്സിലാക്കുന്നത് പേര് റിവേഴ്സ് പേര് മനസ്സിലാക്കാവുള്ളൂ. ശ്രദ്ധയെന്നറിയാമോ? എല്ലാവരും ഒരു അരമണിക്കൂറോളം നാസ്രീം ബ്രദറും താങ്കൾ സംസാരിച്ചപ്പോൾ ഒരാൾ ഇടപെട്ടില്ല. കാരണം താങ്കളുടെ ആദ്യത്തെ ജെനുവിൻ നേച്ചർ ഞങ്ങൾ ഒബ്സർവ് ചെയ്തു. പിന്നെ താങ്കളിൽ ഈ പറഞ്ഞ അസത്യം കയറിപ്പിടിച്ചു, നുണകളും താങ്കളുടെ ഈ കാപട്യവും പുറത്തു വന്നു. അപ്പോഴാണ് എല്ലാവരും കയറിപ്പിടിച്ചത്. മനസ്സിലായല്ലോ? കാപട്യം അവസാനിച്ചു. താങ്കളൊരു ബ്രദറെ, കപടനാണ്. സത്യ ബ്രദറെ, കാപട്യം. ഇതിനു മുൻപേ ആയിക്കോട്ടെ. സലാമ ഇനി ബ്രദർ സലാമ ബ്രദർ വന്നത് കണ്ടായിരുന്നോ? അദ്ദേഹം സത്യസന്ധതയോടെയാണ് ആ തെളിവുകൾ എടുത്തത്. ഞാൻ പോയി ഇത് നോക്കിയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല നിങ്ങൾ പറയുന്നത് ഇത് വിശ്വാസയോഗ്യമല്ല അല്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. താങ്കൾ പോയി നോക്കിയിട്ട് വരുമെന്നേ. ഇനി താങ്കൾ ഞാൻ നോക്കാതെ സംസാരിക്കട്ടെ. എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നേ? ആ, എനിക്ക് സംസാരിക്കൂ, പറയൂ. സംസാരിക്കാം. അല്ല, അതിനകത്ത് സംസാരിക്കാൻ പറയൂ. പറ്റുമ്പോൾ സംസാരിക്കാൻ ഞങ്ങൾ അതെ, വെച്ച് കണ്ടോ, അല്ല തെളിഞ്ഞ അല്ല ഞാൻ വെച്ചിട്ട് താങ്കൾക്ക് വല്ല ഡൗട്ട് ഉണ്ടോ? ഞാൻ ഒറ്റ കാര്യം, ഞാൻ ആദ്യം താങ്കൾ പോയി എന്നെ മ്യൂട്ട് ഉസ്താദിനോട് ചെയ്യുന്ന എന്തിനാണ്? ഞാൻ മ്യൂട്ട് ചെയ്യും. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ഞാൻ പെർമിഷൻ മ്യൂട്ട് ചെയ്യും. ചോദിച്ചിട്ടാണ്. പെർമിഷൻ ഇവിടെ ആ തന്നിട്ടില്ല. ഒരു മര്യാദ ഒരു മിനിറ്റ് നിൽക്കൂ. പെർമിഷൻ സ്ട്രേഞ്ചറെ, വേറെ സംസാരിച്ചു കഴിഞ്ഞിട്ട് താങ്കൾക്ക് അവസരം പെർമിഷൻ തരാവുന്നേ. ഒരു തന്നിട്ടില്ല. മിനിറ്റ് നിൽക്കൂ. ഓക്കെ, ഇവിടെ താങ്കൾ ആദ്യം മുതലേ താങ്കൾ ഇവിടെ മോഡ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ നിങ്ങൾ ആദ്യം തൊട്ടേ സംസാരിക്കുന്നത് ഞാൻ താഴെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ് മറ്റേ ഐഡിയിൽ. ഇതിൽ അല്പം ചാർജ് കുറവായിരുന്നു. സോ ഞാനിത് ചാർജ് കുത്തിയിട്ട് മറ്റേ ഐഡി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇന്നലെ വന്ന സ്ട്രേഞ്ചർ അല്ലല്ലോ ഇന്ന് വന്നേക്കുന്നേ, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ, ശരി എന്നൊക്കെ വിചാരിച്ച് മുകളിലേക്ക് ഞാനും വന്നിരുന്നു. അപ്പോൾ ഞാൻ കയറി വന്നത് തന്നെ താങ്കളുടെ ആ ഒരു മോഡുലേഷൻ മാറുന്നത് കണ്ടപ്പോഴാണ് ഞാൻ കയറി വന്നത്. ഇനി താങ്കൾ പറഞ്ഞ കാര്യം എന്താണ്? മോനെ, ഉസ്താദിൻ്റെ മുന്നിലൊന്നും പോയിരുന്ന് പറയരുത്. ഉസ്താദ് പല്ലടിച്ച് വായിടും. ഏത് മദ്രസയിലാണ് പഠിച്ചതെന്ന് ചോദിക്കും. തബരി ആരാന്നറിയില്ലല്ലേ? ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നസ്ലിം ബ്രദർ ഗിബോറച്ചാനെ തിരുത്താം, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അതുപോലെ ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ് തബരി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഹദീസുകൾ എഴുതിയതിൽ 960 കാലഘട്ടങ്ങളിൽ എഴുതിയ സാധനമാണിത്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഫ്യൂ സെഞ്ച്വറീസ് ബാക്ക് വരെ ഹദീസുകൾ എഴുതിയ ആൾക്കാരുണ്ട്, തഫ്സീറുകൾ എഴുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ തബരി എന്ന് പറയുന്ന ആളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. തബരി നോക്കണം, അതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കണം. ഇല്ലാത്തൊരു കാര്യം എഴുതി വെച്ച മുഹമ്മദ് എന്നൊരു പേര് കൊണ്ടുവന്നപ്പോൾ തന്നെ ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടിയ ടീമുകളാണ്. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നേ? ഇങ്ങനെ വെറുതെ അങ്ങ് ഒരാൾ എഴുതി വെച്ചാൽ അതും അൽ മക്തബ .org കയറി പബ്ലിഷ് ചെയ്യും. അൽ മക്തബ .org ആരുടെയാണ്? നസറിൻ ബ്രദറിൻ്റെ സ്വന്തമാണോ? അതോ എൻ്റെ കുടുംബ സ്വത്താണോ? അപ്പം ഇങ്ങനെ നിങ്ങൾ തന്നെ എടുക്കുന്ന സൈറ്റുകൾ, നിങ്ങളുടെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റുകളിൽ ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണമെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചവന്മാർ തന്നെ പൊട്ടന്മാരാ. ഇനി വേറൊരു കാര്യം പറയാം. ഇവിടെ താങ്കൾക്ക് അത് അറബി അറിയില്ല, ഓക്കെ. ഇവിടെ കൃത്യമായിട്ട് ബിജു ചാനാണെങ്കിലും ഞാനാണെങ്കിലും ഇവിടെ എടുക്കുന്ന ഹദീസുകൾ അത് അറബിക്കിൽ ഞങ്ങൾ നോക്കും, അങ്ങനെയുണ്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഹദീസിൻ്റെ കാര്യം സംസാരിച്ചു. അപ്പോൾ അറബിയിൽ അങ്ങനെ ഇല്ല, അതിനെ തർജ്ജമ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. അറബിയിൽ ഇങ്ങനെയുള്ളൂ, നമ്മൾ ആ പറയുന്ന സാധനം നമ്മൾ പിൻവലിക്കണം എന്ന് പറഞ്ഞു. നസ്രിൻ ബ്രദർ, നമ്മൾ പറഞ്ഞിരുന്നോ? അതെ, 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 നമ്മളത് കറക്റ്റ് ചെയ്യിപ്പിച്ചതാണ് ഈ അതെ. അപ്പോൾ അറബിക്കിലില്ലാത്തത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഏത് ഹദീസും, ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ഹദീസും അറബിക്കിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഞാനിവിടെ അതിനകത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ അറബിയിൽ അങ്ങനെയല്ല, അറബിയിൽ ഇങ്ങനെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ആളാണ് കേട്ടോ. അറബി നാട്ടിൽ ജനിച്ച് അവിടെ വളർന്ന് അറബി സ്കൂളിൽ പഠിച്ച് അറബിയുടെ കീഴിൽ പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി അറബിയുടെ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. മുസൈഫും കാര്യങ്ങളൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിട്ട് വന്നാൽ മതി. അത് നിങ്ങളെക്കാട്ടി നന്നായിട്ട് നമുക്കറിയാം. ക്ലാസ്സും എടുക്കുന്നുണ്ട്, വേണേൽ അറബി പഠിക്കണമെങ്കിൽ അടുത്ത മാസം തൊട്ടുള്ള ക്ലാസ്സിൽ പോരെ കേട്ടോ. അപ്പോൾ ആ പരിപാടിയും കൊണ്ട് അല്ല, വരണ്ട. ഓതൽ മാത്രം വേറെ, നമ്മൾ ഓതൽ മാത്രമേ ഉള്ളൂ, നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞാണോ പഠിപ്പിക്കുന്നത്? നമ്മൾ അർത്ഥം പറഞ്ഞ് അക്ഷരങ്ങളടക്കം നമ്മൾ തുടങ്ങും, അർത്ഥം പറഞ്ഞേ നമ്മൾ പഠിപ്പിക്കാം. ഓക്കെ, അദ്ദേഹത്തിന് സമയം കൊടുക്കാം. പറയൂ, സ്ട്രേഞ്ചർ പറയൂ.
ഇപ്പോ ഇവിടെ വാര്യർ പറഞ്ഞ് എന്ത് അൽത്തബരിയെ തന്നെ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങേര് പറഞ്ഞത് കള്ളാന്ന് ഇദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി അൽത്തബരി പറഞ്ഞത് കള്ളാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന്. പക്ഷെ പിന്നെയും എന്നിട്ട് ഈ വാര്യർ എന്ന് പറഞ്ഞ ആള് റിപ്പീറ്റ് ചെയ്ത്. ഓക്കെ, അത് അത് വിട്. വിടൂ, അത് വിടൂ. പിന്നെ പോയിന്റിലേക്ക് വരൂ. പോയിന്റിലേക്ക് വരാം. ഇനി ഞാൻ പറയട്ടെ, അറബിക്ക് മുസ്ലിമാണ്, മുസാഫ് വായിക്കുന്നു, അറബിക്കിന്റെ അർത്ഥം അറിയുന്നില്ല എന്ന്. ഈ ജീസസിന്റെ ഇത് ലാംഗ്വേജ് ഏതായിരുന്നു അദ്ദേഹം സംസാരിച്ചേ? അറബിക്കാണോ? അറബിക്കല്ല, അറബിക്കാണോ അദ്ദേഹം അറമേക്ക്. സംസാരിച്ചേ? അറമേക്ക് അറമേക്ക്. അറമേക്ക് അല്ല, ജീസസിന് അരാമിക്ക്. പറയട്ടെ. ജീസസിന് അറമിക്ക് ആ മാത്രമേ അറിയത്തുള്ളായിരുന്നു. അറമേക്ക്, യേശുവിന് ഹീബ്രു. ജീസസിന് അറമിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അതല്ലേ പറയുന്നേ, അറമേക്ക്, ആ ഹീബ്രു, പിന്നെ ഏതാണ് ഗീക്ക്. അങ്ങനെ പിന്നേതാ? 3 ലാംഗ്വേജ് അല്ലേ? ഗീക്ക് അല്ല, ഗ്രീക്ക്. 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 3 ആ ലാംഗ്വേജ് അല്ലേ? ബൈബിള് പുതിയ നിയമം ഏത് ലാംഗ്വേജിലാണ് ബ്രദറെ കിട്ടുന്നത്? നമുക്ക് അവൈലബിൾ ഏത് ഞാൻ ലാംഗ്വേജിലാണ്? പറയട്ടെ, ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം പറയൂ. ആണോ ആ 3 പറഞ്ഞു. ലാംഗ്വേജ് ആണോ? പറയൂ, കംപ്ലീറ്റ് ചെയ്യൂ. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ അർത്ഥം അറിയോ? ഈ 3 അറിയാലോ, ഭാഷകൾ അറിയാം, നിങ്ങൾക്ക് അറിയോ? അറിയാലോ. ആർക്കറിയാ? ഓക്കെ, അറിയാം. എങ്കിൽ അറമേക്കില് ഗോഡ് എന്നുള്ള വാക്കിന് ഇതെന്തുവാ അറമേക്കില്? എലോ, എന്നോയോ? എലോ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയേ. ഗൂഗിൾ സെർച്ച് ചെയ്തു, നോക്കിക്കോ, താങ്കൾ സെർച്ച് ചെയ്തോ, ചെന്ന് നോക്കിയോ ചോദിച്ചു. സഹോദര, താങ്കൾ ചെന്ന് നോക്ക്. ആലാഹ രണ്ടും ഉണ്ട്, ആലാഹയുണ്ട്. ബ്രദറെ ഇവിടെ അല്ലാഹയുണ്ട്, എവിടെ കയറി അലോഹുണ്ട്. വന്നേക്കുന്നത്? അള്ളാന്നാണ്. ബ്രദർ എവിടെ? ബ്രദർ എന്തോ അല്ല അല്ലാന്നോ? ചിരിക്ക്. ഹീബ്രുവിലെ ഇലാഹ്. എന്റെ മോനെ, ഈ ഭാഷ എന്നാണ് അങ്ങോട്ട് അറബിക്കില് അറബിയിലോട്ട് അല്ല, ഈ ഈ ഭാഷ. ഇലാഹ് എന്ന് പറഞ്ഞ ഹലോ, ഈ മൈക്ക് ഭാഷ എടുക്കില്ല എന്നാണ് പ്ലീസ് ആരും. അല്ലാഹ്. അറബിക്കില് ഇലാഹ് എന്ന് ഈ പറഞ്ഞാൽ ഭാഷയിൽ നിന്ന് അങ്ങോട്ട് അറബിയിലോട്ട് കടമെടുത്തതാണ് കേട്ടോ. അപ്പൊ ഈ ഭാഷ നമ്മളെ പഠിപ്പിക്കാൻ വരരുത് അറബിയിലോട്ട് കേട്ടോ. കടമെടുത്തതോ? പിന്നല്ലാതെ അത് അറബി എന്നാണോ അറബിയിൽ നിന്റെ? സ്ട്രേഞ്ചറെ, നമ്മുടെ ഏതാണ് ഏറ്റവും വരരെ ഒറ്റ നമ്മുടെ കാര്യം, ടോപ്പിക്ക് ആദ്യത്തെ നമ്മൾ ലാംഗ്വേജ് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അറബിക്കാണോ ഉണ്ടായത്, അറബിക്കാണോ സ്ട്രേഞ്ചറെ ആദ്യം ഉണ്ടായത്? നമ്മൾ ടോപ്പിക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലല്ല, നമുക്ക് ടോപ്പിക് മാറ്റുന്നല്ല, ഞാൻ ഞങ്ങൾക്ക് ചോദ്യം അല്ല, ചോദിക്കട്ടെ, യേശു ക്രിസ്തു അല്ലല്ല, അറബിക്കാണോ ആദ്യം ബൈബിളിലും ഉണ്ടായത്, സഹോദര അറമേക്കാണോ? സഹോദര അറബിക്ക് ഏറ്റവും സഹോദര ഒടുക്കം ഉണ്ടായത്. ബൈബിളും വിഗ്രഹാരാധനയും തമ്മിൽ എന്താണ് കമ്പാരിസൺ? ഒരു കല്ലിനെ ഉമ്മ വയ്ക്കുക, കല്ലിന് പാപം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്, കല്ലിന് അള്ളാഹുവിൻ്റെ കൈയാണ് എന്നൊക്കെ പഠിക്കുന്ന നിങ്ങൾക്കും ഞങ്ങളും തമ്മിൽ എന്താണ് കമ്പാരിസൺ? നാസിം ബ്രദർ, ഒറ്റ കാര്യം, ആ ഒരു ചോദ്യത്തിൽ നിന്നല്ല പിന്നെ നമ്മൾ ഒളിച്ചോടി എന്ന് പറയും. അതിനൊരു മറുപടി കൊടുത്തിട്ട് നമുക്ക് പോകാം. സ്ട്രേഞ്ചറിൻ്റെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. അരമായിക്കാണോ അറബിക്കാണോ ആദ്യം ഉണ്ടായത്? ഇതല്ലേ ചോദ്യം? ഇതല്ലേ സ്ട്രേഞ്ചറെ ചോദ്യം? അതാണ് ചോദ്യം. എന്നാൽ അതാ കേട്ടോ, മിഡിൽ ഈസ്റ്റിലാണ് ഈ ലാംഗ്വേജ് റിട്ടൺ ആയിട്ടും സ്പോക്കൺ ആയിട്ടും ഉണ്ടായത്. ഓക്കെ, അത് അറബിക്കിനെക്കാട്ടിലും ഹീബ്രുവിനെക്കാട്ടിലും, ഗ്രീക്കൊക്കെ പിന്നെ വന്നില്ലേ, ഹീബ്രുവിനെക്കാട്ടിലും മുൻപേ ഉണ്ടായിരുന്ന ഭാഷയാണ് അരാമായിക് ഭാഷ. വെറുതെ ആ ഗൂഗിളിലോട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് എന്നൊന്ന് അടിച്ചേ. അതിലേറ്റവും ജൂനിയർ മോസ്റ്റ് അറബിക്കാന്ന് കാണാനും പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് അറബിക്ക്. ഏൻഷ്യൻ ലാംഗ്വേജസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഇന്നത്തെ, പ്രത്യേകിച്ച് ഖുറാൻ ഇറങ്ങിയ അറബിക്. 600 കാലഘട്ടങ്ങളിലുള്ള അറബിക്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഖുറാനിക് അറബിക് അല്ലല്ല, ഞാൻ പറഞ്ഞത് 10ാം നൂറ്റാണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞ ഖുറാൻ ഇറക്കപ്പെട്ടത് മറ്റേ വള്ളിയും പുള്ളിയൊന്നും ഇല്ലാത്ത സാധനങ്ങളെ, അത് ഇറക്കപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും 3 അപ്ഡേഷൻസാണ് അറബിക്കിലുണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ അടുത്ത അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പ്രൊവിൻഷ്യലായിട്ട് തന്നെ അറബി ഭാഷകൾക്ക് മാറ്റം വന്നു. പ്രൊവിൻഷ്യലായിട്ട് ഈസ്റ്റേൺ പ്രൊവിൻസിന് ഒരു ഭാഷ, വെസ്റ്റേൺ പ്രൊവിൻസിന് വേറൊരു ഭാഷ, ഈ ജിദ്ദ പ്രൊവിൻഷ്യ, ജിദ്ദ യമൻ, ആ ഏരിയയിലേക്ക് വേറൊരു ഭാഷ. അപ്പോൾ അതുകൊണ്ട് സ്ട്രേഞ്ചർ സാറേ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. നിങ്ങളിപ്പോൾ പറയുന്ന ഖുറാനിക് ഭാഷയും കൊണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് കേൾക്കൂ, നിങ്ങൾ സംസാരിക്കുന്നതായ ഖുറാനിക്, ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഖുറാനിക് ഭാഷയും കൊണ്ട് സൗദി അറേബ്യയിലെ യമൻ ബോർഡറാണ് ഷറൂറ എന്ന് പറയുന്നത്, ഷറൂറ, നജ്റാൻ, ആ ഏരിയ, അവിടേക്ക് ചെന്നിട്ട് നിങ്ങൾ അറബി സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അവർ പറയുന്നുണ്ട് നിങ്ങൾക്കും മനസ്സിലാവില്ല. മനസ്സിലായോ? എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡ്, ഈ ജിസാൻ സൈഡിലേക്ക് എന്നിട്ട് നിങ്ങൾ അറബി പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർക്ക് മനസ്സിലാവുകയില്ല. അതേസമയം നിങ്ങളുടെ ഈ ഭാഷ കൊണ്ട് നിങ്ങൾ റിയാദ് പ്രൊവിഷ്യ, ഈസ്റ്റേൺ പ്രൊവിൻസ് ഇവിടെയൊക്കെ സംസാരിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇതേ ഭാഷ കൊണ്ട് നിങ്ങൾ അൽബത്ത ഏരിയയിലേക്ക് ചെന്നാലോ, അൽബത്ത ദുബായ് ബോർഡറിലേക്ക് ചെന്നാലോ, അവിടെയും വിഷയം നേരെ തിരിയും. ഇതേ ഭാഷ കൊണ്ട് നിങ്ങൾ കുവൈറ്റി ബോർഡറിലേക്ക് ചെല്ല്, അവിടെയും വിഷയം തിരിയും.
മനസ്സിലായോ? ഒരു രാജ്യത്ത് തന്നെ 6 രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കമ്പൈൽ ചെയ്തുകൊണ്ട് ഒരു അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽ അസർ യൂണിവേഴ്സിറ്റി അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഖലീഫമാർ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യയിൽ. സോ അതുകൊണ്ട് സ്ട്രേഞ്ചറെ അറിയാത്ത കാര്യങ്ങളിലേക്ക് കടന്ന് ബഹളം വെക്കല്ലേ. ഇനി ഞാൻ പറയട്ടെ, ഈ അല്ല സ്ട്രേഞ്ചറെ, ഇപ്പോഴുള്ള ഞാൻ ഒരു അറബി കാര്യം ഭാഷ അല്ല സംസാരിക്കുന്ന ഇവിടുത്തെ ചരിത്രകാരനൊന്ന് സംസാരിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഹിസ്റ്റോറിയനാണ്. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് സംസാരിക്കട്ടെ. സ്ട്രേഞ്ചറെ, ഞാൻ ഒരു കാര്യം പറയുന്ന കേക്ക്. ഈ ആ 6-ാം നൂറ്റാണ്ട് മുതല് 9-ാം നൂറ്റാണ്ട് വരെ ഈ നിങ്ങളുടെ ലിപിക്കകത്ത് മേളിൽ കുത്തും, ഒരു കുത്ത്, രണ്ട് കുത്ത്, താഴെ രണ്ട് കുത്ത്, ഒരു കുത്ത്, അതിന്റെ ഇത് മാറുന്നത്, അത് വന്നത് 9-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയാണ്. 9th സെഞ്ചുറി മുതൽ അതിന്റെ റിഫോംസ് നടന്നത്. ആ കുത്ത് കണ്ടുപിടിക്കുന്നതിന് 9 മുതൽ 11 നൂറ്റാണ്ട്, ഏകദേശം 200 വർഷത്തിലധികം എടുത്തു അതിന്റെ ഡയക്രിറ്റിക്കൽ മാർക്സ് സെറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇന്ന് വായിക്കുന്ന ഖുറാൻ 1924-ലാണ് ഇത് ക്രോഡീകരിച്ചത്. അത് പ്രിന്റ് ചെയ്ത് എപ്പോഴാണെന്നറിയോ? ഹഫ്സ് ഖുറാൻ 1984. എത്ര അത് വർഷം മുമ്പ്? പ്രിന്റ് ചെയ്തതാണ് ഈ 1900 ആയിരിക്കും. ക്രോഡീകരിച്ചത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ എന്റെ കാലത്താണ്. പൊന്ന് സഹോദര, അല്ല, നിങ്ങൾ പോയി പഠിക്ക്. അപ്പൊ ഈ നിങ്ങൾ ഹഫ്സ് എന്ത് ഖുറാനെ ഇസ്ലാമിന്റെ ഹിസ്റ്ററിയാണ് ക്രോഡീകരിച്ചത്, പഠിച്ചത്? നിങ്ങൾ സമ്പാദിക്കുന്നതിന് എന്റെ മുമ്പ് പൊന്ന് സഹോദര, അതൊക്കെ ഇസ്ലാമിന്റെ പോയി ഹിസ്റ്ററി പഠിക്കണം. പഠിക്കണമല്ലോ. എന്ത് ഉസ്മാൻ നബി പഠിക്കണം? ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞ ഈ ഉസ്മാൻ സന നബി അല്ല, മാനുസ്ക്രിപ്റ്റ് ഏത് സെഞ്ചുറിയിലുള്ളതാ? സന ഖലീഫ മാനുസ്ക്രിപ്റ്റ് ഉസ്മാൻ നബി സഹോദരന്മാരെ ഒരു കാര്യം ഈ ഖലീഫ ഈ ഉസ്മാന്റെ ഹിസ്റ്ററി ഒക്കെ കാലത്താണ്. അല്ലല്ല ഈ ഹിസ്റ്ററി പറഞ്ഞിട്ട് സ്ട്രേഞ്ചറിനെ എനിക്ക് തോന്നുന്നില്ല താങ്കൾ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് താങ്കൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും തെളിയിക്കാൻ പറ്റത്തില്ല. ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ച ഒരു ചോദ്യം താങ്കൾ ഓർമ്മിക്കുക. മുഹമ്മദിന്റെ എന്തെങ്കിലും മാതൃകയുണ്ടോ സഹോദര? ഏതെങ്കിലും വിഷയത്തിൽ താങ്കൾ മാതൃകയാക്കുന്നുണ്ടോ? ഹദീസ് മാതൃകയാണോ? ഓക്കെ, ഞാനൊരു ഹദീസ് പറയാം. വേണ്ട അവര് പറയട്ടെ നസ്രീൻ ബ്രോ. ഹദീസൊക്കെ മാതൃകയല്ലേ, അതിന്ന് ഒന്ന് പറയട്ടെ. ഹദീസ് മാതൃകയാണ്. അല്ല, ഇത് മാതൃകയാണെന്ന് ചോദിക്കട്ടെ ബ്രദറെ. സ്ട്രേഞ്ചർ ബ്രദറെ, ഒരു പുരുഷൻ, ഓക്കെ, ഒരു പുരുഷൻ, ഈ പുരുഷനെ അദ്ദേഹം ഒരിടത്ത് പോകുന്നു. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ബെസ്റ്റ്. ഇന്നലത്തെ സെയിൽ ഓർഡർ ഒന്നും കറക്റ്റായിട്ട് എഴുതാതാണോ തർക്കിക്കുന്ന സ്ട്രേഞ്ചറെ? അവിടുത്തെ എന്തോ തിരക്കൊന്നും നസ്രീൻ ബ്രോ. കൊച്ചു പിള്ളേരാണ്, ഇവരെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് വെച്ചേക്കുന്ന നോക്ക്. അറബിയാണ് ഏറ്റവും ആദ്യത്തെ ഭാഷ. അതിനറിയത്തില്ല ബ്രദറെ, അത്രയും പ്രായമൊന്നുമില്ലല്ലോ. സ്ട്രേഞ്ചർ ബ്രദറെ കേൾക്കുന്നുണ്ടോ? ലോകത്ത് ആദ്യമായിട്ട് വന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദം നബിയും ഹവ്വാ ബീവിയും. അതൊക്കെ നമുക്ക് അതിലോട്ട് പോയ മക്കള് പെടും. അതൊക്കെ ഭയങ്കര വിഷയമാണ് സ്ട്രേഞ്ചറെ. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതിലോട്ട് പോയ പെടത്തേ ഉള്ളൂ. ഇപ്പൊ നസ്രീൻ ബ്രദർ ഒരു കാര്യം മ്യൂട്ട് ചെയ്യുന്ന ഇവിടെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി മ്യൂട്ട് ചെയ്യും. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഒരു മാതൃക നസ്രീൻ ബ്രദർ ഇവിടെ സംസാരിക്കായിരുന്നു. താങ്കൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. താങ്കളല്ല പറയുന്നത്, നസ്രീൻ ബ്രദറാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ താങ്കൾ അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക സ്ട്രേഞ്ചറെ. ഞാൻ സംസാരിച്ചു ചെയ്യും. ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടല്ലേ താങ്കൾക്ക് ചോദ്യം വന്നില്ല. ബ്രദറെ ഒരു മിനിറ്റ്. സ്ട്രേഞ്ചറെ പറ. നിങ്ങൾ ഇടയ്ക്കേറി മ്യൂട്ട് ചെയ്യല്ലേ, പറയാൻ. അല്ലല്ല, മ്യൂട്ട്. ഇവിടെ മോഡറേറ്റർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യുന്നത്. ഏത് മോഡറേറ്റർ പറയൂ. വിഷയം പറ. അത് മോഡറേറ്റർ ഞങ്ങൾ തീരുമാനിച്ചോളാം സഹോദര. വിഷയം പറയൂ. പറ. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ആദ്യം ഉണ്ടായത് ആദം നബിയും പിന്നെ ഹവ്വാ ബീവിയാണ്. ഒരു മിനിറ്റ് സത്യബ്രദറെ. ഒരു മിനിറ്റ്. അല്ല, താങ്കൾ അത് പറഞ്ഞപ്പോഴേ അതിനാ തെളിവ് വെച്ച് ഞാൻ ഇതുകൊണ്ടാ പറഞ്ഞ അതിലേക്ക് പോവരുതെന്ന്. ഇതിലേക്ക് പോവണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിലേക്ക് മലയാളത്തിൽ ഞാൻ പറഞ്ഞു അതിലേക്ക് പോകണ്ടെന്ന്. ആദം നബിയും ഹവ്വാ ബീവിയും. ഇത് കേൾക്കുക, പറഞ്ഞതിന് തെളിവ്. താങ്കളിപ്പോ ഒന്നുകൂടെ പറയട്ടെ. വേറെ എന്തുവാ സ്ട്രേഞ്ചർ ബ്രദർ എന്തോ പറഞ്ഞ? ആദ്യം ഉണ്ടാക്കിയത് ആരെയാ? ആദം നബിയും ഹവ്വാ ബീവി. അതിനെ തെളിവ് വെച്ചേ. അതിന് തെളിവിങ്ങോട്ട് തന്നെ ബ്രദറെ.
അതിന്റെ തെളിവെന്നോ? ആ ആ ഖുറാനിൽ നിന്ന് ആ ഖുറാനിൽ നിന്ന് തെളിവ് അതിന്റെ ഇങ്ങനത്തെ തെളിവ് ഇങ്ങോട്ട് തരൂ. ആദം നബിയും ഖുറാനിൽ ഹവ്വാ തെളിവെന്നുള്ള ബീവിയാണ്. വാക്ക് കേട്ടിട്ടില്ലേ താങ്കൾ? ഖുറാനിൽ നിന്ന് അതിന്റെ തെളിവ് ഇങ്ങോട്ട് തന്നെ. ഖുർആനിന്റെ ആയത്ത് ഞാൻ നോക്കിയിട്ട് ആ പറയാം. കാരണം വേഗം നോക്കട്ടെ, ഖുർആനിലുണ്ട്. വേഗം ആ നോക്കിയിട്ട് പറ, തെളിവ് നോക്കിയിട്ട് പറ, ഞങ്ങൾ നോക്കിയിട്ട് വെയിറ്റ് പറ. ചെയ്യാം. എല്ലാരും ഒന്ന് മ്യൂട്ട് നോക്കിയിട്ട് ചെയ്തേ, പറയാം. ഞങ്ങൾ ഞാൻ വെയിറ്റ് താങ്കൾ ചെയ്യാം. ഞാനൊരു സ്റ്റേറ്റ്മെന്റും കൂടെ വെക്കാം. ഞാനൊന്ന് പറയട്ടെടോ. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് മക്കള് തീരെ കുഞ്ഞാണ്, ഞാൻ കേറിയിട്ട് പറയട്ടെ വാര്യറമ്മാവനെ ഒന്നും കേറിയിട്ട് എടോന്നൊന്നും വിളിക്കാൻ മക്കള് വളർന്നിട്ടില്ല. പറയട്ടെ താങ്കൾ ആ തെളിവ് വെച്ചിട്ട് ഇവിടെ സംസാരിച്ചാൽ മതി. ഞാൻ പറയട്ടെ. വേണ്ട, ആദം നബിയും ഹവ്വാ തെളിവ് ബീവിയാണ് വെച്ചാൽ ആദ്യം, അവരെയാണ് ഞാൻ ആദ്യം പൊന്നാനിക്ക് സൃഷ്ടിച്ചത്. വരും. ആ ആ തെളിവ് ഖുറാനിൽ നിന്ന് വെച്ചാൽ ഞങ്ങൾ സുന്നത്ത് ചെയ്യാൻ പൊന്നാനിക്ക് പോകുന്നതായിരിക്കും. ആ ഖുറാനിൽ തെളിവ് നിന്ന് ആ ഖുറാനിൽ ഇല്ല തെളിവ് എന്ന് പറയും. താനിപ്പോ എടോന്ന് വിളിച്ച ഈ വാര്യർ പറയുന്നു ആ തെളിവ്, സ്വർഗത്തിന്ന് ആദ്യം ഖുറാനിലില്ല. സ്ട്രേഞ്ചറെ, വയണ് വേണ്ട. ആദമും സ്വർഗത്തിന്ന് ഹവ്വാ ആദ്യം ബീവിയും ഭൂമിയിലേക്ക് അയച്ചത് ആദം നബിയും ഹവ്വാ നിക്ക് ബീവിയാണ്. ആദമിനെയും ഹവ്വാ ബീവിയെയും അള്ളാഹു ഉണ്ടാക്കി എന്നതിന് ഖുറാനിൽ നിന്ന് ആയത്തിങ്ങോട്ട് തരൂ. ആയത് തരൂ, തെളിവ് താ. ഞങ്ങളൊന്നും പറയുന്നില്ല, ഭൂമിയിൽ തെളിവ് താ. സ്ട്രെയിഞ്ചറെ, ഞാൻ പൊന്നാനിക്ക് വരാൻ തയ്യാറാണ്. ഹവാ ബീബിനെ ഒന്ന് കാണിച്ചാൽ ഞാൻ പൊന്നാനിക്ക് വരാട്ടോ. ഒന്ന് വേഗം കാണിച്ചു. ഖുറാനിൽ ഹവ്വാ ബീവി എന്നൊരു സാധനം കാണിച്ച അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയും, ഉണ്ടെന്ന് താങ്കൾ സ്ട്രേഞ്ചറെ, കാണിച്ചു. അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വിട്ടുകളാ. എന്നിട്ട് ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നല്ല വിഷയമാണ്, താങ്കൾ ഇതുവരെ കേൾക്കാത്ത വിഷയം ആദ്യമേ ഞാൻ ഞാൻ എടുക്കാൻ പറഞ്ഞേ പോകുന്നു. മോനെ ആ വിഷയത്തിലോട്ട് പോവണ്ട. അപ്പൊ കേൾക്കില്ല, സംസാരിക്കുന്ന വിഷയത്തിന്റെ ഇടയ്ക്ക് കയറിയിട്ട് അവന് സംസാരിക്കണം. ഇവിടെ സ്ട്രേഞ്ചറെ, ആ വിഷയം വിട്ടുകളാ, നമുക്കത് പിടുത്തമില്ല. നസ്രീം ബ്രദർ സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കാര്യം പറയുന്നതും ഇന്നലത്തെ സ്റ്റോക്കിന്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത് കേട്ടു, ബില്ലിന്റെ കാര്യം. അപ്പം ഓക്കെ ശരി, എന്നാൽ അദ്ദേഹം തിരക്കായിരിക്കും. കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മൈക്ക് എടുത്ത ഉടനെ ഞാനൊന്ന് പറയട്ടെ. വേറൊരു കാര്യം പറയാം, ഇവിടെ മോഡറേറ്റേഴ്സിനെ കയറി ഭരിക്കാൻ വരണ്ട. ഓക്കെ, ഇവിടെ എന്നാ മോഡറേറ്റേഴ്സ് അങ്ങനെ പറഞ്ഞോ. ഇവിടെ ഇതാണ് ഇടയ്ക്ക് കയറരുത്. പുള്ളിക്ക് ഇതാണ് ഈ പ്രശ്നം. ക്ലബ് ഹൗസിന്റെ നിയമം അറിയത്തില്ലാത്തത് കൊണ്ടാണ്. സ്ട്രേഞ്ചറെ, ക്ലബ് താങ്കൾക്ക് ഹൗസിന് അറിയാത്തത് കൊണ്ടാണ്. നിയമമൊന്നുമില്ല. ഈ അത് വിഷയം വേറെ വിടൂ. മോഡറേറ്റേഴ്സ് ഇടുന്നതാണ്. സ്ട്രേഞ്ചറിന് ഞാൻ നല്ലൊരു അവസരം തരുവാണ്. ആദം ബീവിയുടെയും ഹവ്വാന്റെയും വിഷയം വിടു. ബ്രദറിന് ലോകത്തൊരിക്കലും തെളിയിക്കാൻ പറ്റത്തില്ല ഖുറാനിൽ നിന്ന്. അത് വിട്. ബ്രദറിന് കഴിയത്തില്ല. ഞാൻ സത്യം പറയുക, ഒരു 2-2.5 വർഷമായി ഞാൻ ഈ ക്ലബ് ഹൗസിൽ തന്നെ ഞാൻ പാവം മുസ്ലിങ്ങളെ വെറുതെ നാണം കെട്ട് പോകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് വിട്. ഞാനൊരു കാര്യം പറയാം, അത് കേൾക്കുക സൂക്ഷിച്ച്. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ഓക്കെ, ഒരു പുരുഷൻ ഒരു കേൾക്കുന്നുണ്ടോ സ്ട്രേഞ്ചർ? ദൂരയാത്ര മൈക്ക് പോവുകയാണ്. മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യുക പ്ലീസ്. അതല്ലെങ്കിൽ സ്ട്രേഞ്ചർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ സ്ട്രേഞ്ചറെ ഉണ്ടെന്ന് പറയും. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, അതല്ല മ്യൂട്ട് ചെയ്ത്. ഓക്കെ, ഓക്കെ 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 എന്നാ ഓക്കെ. ഒരു പുരുഷൻ ഒരു ദൂരയാത്ര പോവുക, ഒരു കൂട്ടുകാരൻ്റെ കൂടെ ദൂരയാത്ര പോവുകയാണ്. ഓക്കെ. ഈ ദൂരയാത്ര പോകുമ്പോൾ കൂട്ടുകാരനോട് പറയുക, നീ ഇവിടെ ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം അവിടെ വരുത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം ഇച്ചിരി മുന്നിലോട്ട് പോകുന്നു. ഞാൻ ഈ മുഹമ്മദിൻ്റെ മൊറാലിറ്റിയുടെ വിഷയം പറഞ്ഞിട്ടാണ് വരുന്നത്. നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഇച്ചിരി മുന്നിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നിലോട്ട് പോകുന്നു. എന്നിട്ട് കുറച്ച് ആണുങ്ങൾ ഈ പുരുഷൻ്റെ അടുത്തേക്ക് വരുന്നു. ഈ ആണുങ്ങളൊന്നും തുണിയിട്ടിട്ടില്ല. ഈ ആണുങ്ങൾ പുരുഷൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഈ പുരുഷനെ രാത്രി മുഴുവനും ഈ ആണുങ്ങൾ സവാരി നടത്തുന്നു. ഇത് ആ വ്യക്തികളെ പറ്റി താങ്കളുടെ ഒരു സങ്കല്പം എന്തായിരിക്കും അപ്പം? അത് കുഞ്ഞിന് മനസ്സിലായില്ല. സ്ട്രേഞ്ചറിന് കാര്യം പിടികിട്ടിയോ? എന്തോ നടക്കുന്നതെന്ന് കാര്യം പിടികിട്ടിയോ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ തുണിയില്ലാതെ വരുന്ന കുറച്ചാണുങ്ങൾ അദ്ദേഹത്തെ രാവിലെ തൊട്ട് രാത്രി വരെ അദ്ദേഹത്തെ സവാരി ചെയ്യുന്നു. നഗ്നരായി വന്ന, തുണിയില്ലാതെ വന്ന ആണുങ്ങൾ സവാരി ചെയ്യുന്നു. ഈ വ്യക്തികളെ പറ്റി സവാരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് താങ്കൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്താണ് സവാരി എന്നതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ വ്യക്തിക്ക് ശരീരദാസകലും വേദനയൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത് വേറെ കാര്യം. ഈ വ്യക്തിയെ പറ്റി താങ്കളുടെ ഒരു അഭിപ്രായം എന്തായിരിക്കും? നിങ്ങളെ ഉദ്ദേശം മനസ്സിലായി, ഇനി ബാക്കി പറ പോയിന്റ്. എന്തുവാണ് ഉദ്ദേശം? പറയാം ആദ്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിന്റിലേക്ക് വരാം. പോയിന്റിലേക്ക് വന്നോളൂ. ഉദ്ദേശം പറ. ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞ് താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? ഈ വ്യക്തികളെ പറ്റി താങ്കളുടെ ഒരു ഞങ്ങൾക്ക് ആണുങ്ങൾ തന്നെയാ, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ താങ്കൾക്കൊരു ഹദീസ് വായിക്കാൻ വേണ്ടിയിട്ട് തരാം. താങ്കൾക്ക് അറബി വായിക്കാൻ അറിയാമല്ലോ അല്ലേ?
താങ്കൾ ഈ കേൾക്കാത്ത സാധനങ്ങളൊക്കെ താങ്കൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. പക്ഷേ ഉള്ള കാര്യമാണ് ഞങ്ങളിത് ഇവിടെ തരുന്നത്. ഇനിയും ഇത് ട്രാൻസ്ലേറ്റ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചേ. ഞാൻ തെളിവ് മേളിലിട്ടിട്ടുണ്ട്. ഇത് അബ്ദുള്ള ഇബിൻ മസൂദാണ് ഇത് നിവേദനം ചെയ്തിരിക്കുന്നത്. ഹദീസ് മുസ്നാദ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന അഹമ്മദ് ഷാക്കിറാണ്. സഹിയായിട്ടുള്ള ഹദീസാണ്. പേജ് നമ്പർ 5/298 298. അതൊന്ന് അറബിക്കിലൊന്ന് വായിച്ചിട്ട് അതിൻ്റെ ഒന്ന് അർത്ഥം പറഞ്ഞേ. നമുക്കൊന്ന് നോക്കട്ടെ. അറബിക്ക് വായിക്കാൻ അറിയാമോ? അറിയത്തില്ല. അതിന് അർത്ഥം പറയാൻ അറിയാമോ? അർത്ഥം പറയാൻ അറിയാമോ? അർത്ഥം പറയാൻ അറിഞ്ഞൂടാ. അർത്ഥം പറയാൻ അറിയത്തില്ല. എങ്ങനെ നമ്മൾ ഇതിന്റെ അർത്ഥം എങ്ങനെ നമുക്ക് കിട്ടും? ട്രാൻസ്ലേഷൻ എടുക്കണം. ട്രാൻസ്ലേഷൻ എടുത്തോളൂ. എവിടെ? അത് ഓപ്പൺ ആയോ? ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ മേളിൽ ഫോണിന്റെ മേളിൽ 3 കുത്ത് കാണുന്നുണ്ടോ? ആ 3 കുത്തിനകത്ത് 9ാമത്തെ ഓപ്ഷനകത്ത് ട്രാൻസ്ലേറ്റിന്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ടോ? 9ാമത്തെ ഓപ്ഷൻ ട്രാൻസ്ലേറ്റിന്റെ ഓപ്ഷൻ കാണിക്കും. കുത്തിൽ 9ാമത്തെ 3 ഇംഗ്ലീഷ് എന്നുള്ളതാണോ? ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തേ ഒന്ന്. ചെയ്തോ? ഇതിലേതാണ്? ഇംഗ്ലീഷ് ആയോ? അത് അറബിക്കിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ആയോ? ഇംഗ്ലീഷിലോട്ടായി. വണ്ടർഫുൾ. അപ്പം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ അറബിയിൽ നിന്ന്? ഇതിലേതാണ്? ഇവിടെ കുറെ ഒന്നുണ്ട്. ഓവറോൾ തഫ്സീർ ഓഫ് ഖുർആൻ, ബുഖാരി ഹദീസ്, ഡോക്ട്രിൻ ഓഫ് മോണോത്തീസം, സമ്മറി ഓഫ് ഫിഖ്, സമ്മറി ഓഫ് എത്തിക്സ്. അതല്ലെന്ന് ഞാൻ മേളിലിട്ടിരിക്കുന്ന ലിങ്ക് താങ്കൾ തർജ്ജമ ചെയ്തോ? അറബിക്ക് നിന്ന് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തോ? ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ സെൻഡ് മീ അവേ, ഹീ സെഡ്, so we set off until I came to such and such a place, and he drew a plan for me and said to me, stay between my back. കിട്ടിയോ? ഇല്ല, എൻ്റെ താഴെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടിയോ? എനിക്ക് ഫുൾ ആയിട്ട് ഇംഗ്ലീഷ് ആയിരുന്നു. 9ാമത്തെ ഓപ്ഷനാ 3 6. 9ാമത്തെ ഓപ്ഷൻ ഇംഗ്ലീഷിനകത്തോട്ട് 6. 9ാമത്തെ ന്യൂ ടാബ്, ന്യൂ ഇൻകോഗ്നിറ്റോ, ഹിസ്റ്ററി, ഡൗൺലോഡ്, ബുക്ക് മാർക്ക്, റീസെന്റ് ടാബ്സ്, ഷെയർ, ഫൈൻഡ് ഇൻ പേജ്, ട്രാൻസ്ലേറ്റ്. ഇല്ല. ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്? ക്രോമിനകത്ത് 9ാമത്തെ ഓപ്ഷൻ തന്നെ ആയിരിക്കുമല്ലോ. ട്രാൻസ്ലേറ്റ് കിട്ടുമല്ലോ. ഇല്ല, ഇവിടെ ഹോം സ്ക്രീനാണ്. അല്ല, ട്രാൻസ്ലേറ്റ് കഴിഞ്ഞിട്ട് താങ്കൾ ഇംഗ്ലീഷ് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു താഴോട്ട് ആഫ്രിക്കൻ ചേക്കാൻ കുറേ താഴോട്ട് വരെ എത്തണം. ഇംഗ്ലീഷ് കിട്ടും. ഇംഗ്ലീഷും കിട്ടും, മലയാളവും കിട്ടും കേട്ടോ. രണ്ടും കിട്ടും. മലയാളം വേണ്ട, ഇംഗ്ലീഷ് എടുക്കാം നമുക്ക്. കിട്ടിയോ? ഇല്ല, ഇതിലില്ല. എന്തോന്നില്ല? എവിടാ ഇപ്പം ബ്രദർ ഏത് സ്ഥലത്താ നിൽക്കുന്നേ? ഏത് സ്ഥലത്താണ് ബ്രദർ ഇപ്പം നിൽക്കുന്നതെന്നൊന്ന് പറയാമോ? ഏത് രാജ്യത്താന്ന് പറ ബ്രോ, ഏത് രാജ്യത്താന്ന് പറ. അല്ല, രാജ്യമല്ല ഞാൻ ചോദിച്ചത്, സ്ക്രീനിൽ എവിടാ നിൽക്കുന്നത്? ഓ സോറി ബ്രോ. രാജ്യം നമ്മൾ എന്തിനാ ബ്രദറെ അറിയേണ്ടത്? സ്ക്രീനിൽ എവിടെയാണ് ബ്രദർ ഇപ്പം നിൽക്കുന്നത്? എന്നോർത്ത റീജിയൻ സെലക്ട് റീജിയൻ പറയാനാന്ന ഞാൻ ഓർത്ത. സോറി. അല്ല, അതിനകത്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കിട്ടും.
അത് വരുന്നില്ലെന്ന് ഫോർ ക്രൈസിസ്റ്റും പറയുന്നുണ്ട് കേട്ടോ നാസ്റ്റിൻ ബ്രദറെ. എനിക്ക് ഓപ്പൺ ആവുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന്. ട്രാൻസ്ലേറ്റ് ആകുന്നുണ്ട്, എനിക്കാകുന്നുണ്ട്. അങ്ങനെ ഇല്ലെന്ന്. ട്രാൻസ്ലേറ്റ് നമ്മൾ നോർമലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെ. ഇല്ല ബ്രദറെ, വരുന്നില്ല. ഞാനും കുറെ ദിവസമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നു, എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ വേറെ ഇടാം. നസ്രീം ബ്രോ അല്ല നസ്രീം ബ്രോ, റീജിയൻ ഒരു മിനിറ്റ് നസ്രീം ബ്രോ ഇട്ടേക്കുന്ന അറബിയിലല്ലേ? അറബിയിലാണ്. അല്ല, അറബിക്ക് ട്രാൻസ്ലേറ്റ് ആവുന്നില്ല സ്ട്രേഞ്ചറെ? അറബിക്ക് നിന്ന് ട്രാൻസ്ലേറ്റ് ആവുമല്ലോ ഇംഗ്ലീഷിലോട്ട്. അല്ല, അറബിക്ക് സ്ട്രേഞ്ചറിന് ട്രാൻസ്ലേറ്റ് ആവുന്നില്ലേ സ്ട്രേഞ്ചർ? അതാകുന്നില്ലെങ്കിൽ ഇസ്ലാം വേണ്ടെന്നേ ഇതിനകത്തൊന്നും നസ്രീം ഇടാം. ബ്രോ, വേണ്ടെന്നേ. ഇത്രയും നേരം പിന്നെ അതാകുന്നതാണ്. അറബിയിലല്ലേ? അല്ല, ഇത്രയും നേരം അറബിയിലല്ലേ പറഞ്ഞോണ്ടിരുന്നേ? അറബിയിൽ ഇങ്ങനെയാണ് വാക്കുകളുടെ അർത്ഥമൊക്കെ പറഞ്ഞോണ്ടിരുന്ന ആളല്ലേ? അത് അറബിയിൽ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു. എനിക്ക് പുള്ളിക്ക് ക്രോമിൽ ട്രാൻസ്ലേറ്റ് അറിയത്തില്ലല്ലോ. ആവുന്നുണ്ടല്ലോ. എനിക്ക് ട്രാൻസ്ലേറ്റ് ആകുന്നുണ്ട്. ആവുന്നല്ലോ. ട്രാൻസ്ലേറ്റ് ഒക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ട്രാൻസ്ലേറ്റ് ആവും. ഈ മറ്റേ സ്ട്രേഞ്ചർ ഈ ഐഫോൺ ലിങ്ക് ആണ് എടുത്ത് യൂസ് നോക്ക്. ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാം. ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ നസ്രീം ബ്രദർ പറഞ്ഞാൽ 3 കുത്തു വരില്ല. മുകളിൽ 2 എ എന്ന് എഴുതി വരും. ഒരു ചെറിയ എ, ഒരു വലിയ എ. അവിടെ ഞെക്കിക്കേ, അന്നേരം വരും അവിടെ ട്രാൻസ്ലേറ്റ് എന്നും പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ ഈ പുതിയ ലിങ്ക്, ഇത് islamweb.net-ൽ ഈ സെയിം ഹദീസ് ഉണ്ട്. അതിനകത്തും കയറിയാൽ നിങ്ങൾക്കിത് കിട്ടും. ഞാൻ അടുത്ത ലിങ്ക് ഇട്ടിട്ടുണ്ട്. കിട്ടുന്നുണ്ട്. ദേ ജോൺ ബ്രദർ പറയുന്നു കിട്ടുന്നുണ്ട്. മലയാളത്തിലും കിട്ടും. AT ബ്രദർ പറയുന്നു. നൈസ്മാൻ ബ്രദർക്ക് പറഞ്ഞു കിട്ടുന്നുണ്ട്. ഫോർ ക്രൈസ്റ്റ് സിസ്റ്ററിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്. മോഹൻ ചെറിയാൻ പറയുന്നു ആവുന്നുണ്ട്. മനു ബ്രദർ പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ ബിപിൻ ആവും. അപ്പം കിട്ടി. എസ് മാത്യു ബ്രദർ പറഞ്ഞു കിട്ടി. റോയ് തോമസ് ബ്രദർ പറയുന്നു കിട്ടുന്നില്ല. JC ബ്രദർ പറയുന്നു കിട്ടുന്നില്ല. ഓക്കെ, അടുത്ത ലിങ്ക് ഒന്ന് നോക്കിക്കേ. മേളിലിട്ടിരിക്കുന്ന അല്ല, ഇപ്പൊ എടുക്കാൻ ഇപ്പൊ പറ്റുന്നുണ്ട്. റെഡി ആയി നസ്രീം വാസുദേവ്. ബ്രദർ, ഇപ്പൊ ശരിയായിട്ടുണ്ട് കേട്ടോ. എന്റെ ഞാൻ സാംസങ് ഉപയോഗിക്കുന്നത്, ഇപ്പൊ ശരിയായിട്ടുണ്ട്. വാസുദേവ് ഇപ്പൊ ബ്രദർ ഇംഗ്ലീഷ് പറഞ്ഞു വരുന്നു. കിട്ടുന്നുണ്ട്. JTP മലയാളം വേണോ? കിട്ടുന്നുണ്ട്. ഓക്കെ. സ്ട്രേഞ്ചറെ ഹലോ, സ്ട്രേഞ്ചറെ കേൾക്കുന്നുണ്ടോ? ഏത് ഭാഷയും കിട്ടുന്നുണ്ട് സഹോദര. എല്ലാവർക്കും വർക്കിംഗ് ഇൻ വർക്കിംഗ് ഇൻ ആണല്ലോ. നൗ ഓക്കെ, കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എനിക്ക് മലയാളമായി. എനിക്ക് മലയാളം കിട്ടി, ഇംഗ്ലീഷും കിട്ടി. സ്ട്രേഞ്ചറെ ഹലോ, സ്ട്രേഞ്ചർ ബ്രദറെ കൂയി ഹലോ. സ്ട്രേഞ്ചർ ബോയ് മൈക്കെടുക്കൂ. പുള്ളി വല്ല എല്ലാവരും താഴെ ഇരിക്കുന്ന സഹോദരന്മാരെല്ലാവരും ഈ തെളിവുകൾ സേവ് ചെയ്ത് വെക്കുക. ഈ തെളിവുകളൊക്കെയാണ് ഒരു വ്യക്തിയെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ തെളിവുകൾ കേട്ട് കഴിഞ്ഞിട്ട് പല മുസ്ലിങ്ങളും ഇസ്ലാം ഒരാഴ്ചക്കകം വിട്ടവരായിട്ട് നമുക്കറിയാവുന്നവരുണ്ട്. അതുകൊണ്ട് ഈ തെളിവുകൾ എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെക്കുക. സഹോദര ഒന്ന് മൈക്കെടുത്തേ പ്ലീസ്. ഹലോ. സ്ട്രേഞ്ചറിന് അവിടെ പകലായിരിക്കും. നാസ്രീൻ ബ്രദറിന് ഇത് പാതിരാത്രിയാണ്. എനിക്ക് 3 മണിയാകാറെ, ഞാൻ ഉറങ്ങാൻ പോവാ. അപ്പോൾ എന്താണെങ്കിലും സ്ട്രേഞ്ചറെ, ഇത്രയും സമയമൊന്നും എൻ്റെ കയ്യിലില്ല. ഇവിടെയുള്ള സഹോദരന്മാർ ബാക്കി എടുക്കും. നല്ല ചർച്ചയായിരുന്നു. ഇതിനു മുൻപേ വന്ന സലാം ബ്രദറിനോട് നല്ലൊരു ചർച്ചയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു വിഷയം നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു ചർച്ചയായിരുന്നു. സ്ട്രേഞ്ചറിനോട് ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. പിന്നെ അദ്ദേഹം ഇൻ്റലക്ച്വൽ ഡിസോണസ്റ്റി കാണിച്ചത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഡിസോണസ്റ്റി നമ്മുടെ ഇവിടെയുള്ള എല്ലാ സഹോദരന്മാരും അത് അനുഭവപ്പെട്ടു. പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? നമ്മുടെ താഴെ ഇരിക്കുന്ന സഹോദരന്മാരൊക്കെ 2-2:30 രാത്രി വരെയൊക്കെ ഇരിക്കുന്നു. അവരൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല ചർച്ചകളൊക്കെയാണ് പലർക്കും ഇഷ്ടം. അല്ലാതെ ഈ അനാവശ്യമായിട്ടുള്ള കള്ളത്തരങ്ങൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് പലപ്പോഴും കയറി വരേണ്ടി വരുന്നത് ഇടയ്ക്ക്. സ്ട്രേഞ്ചറെ കേൾക്കുന്നുണ്ടെങ്കിൽ ബ്രദറെ മൈക്ക് എടുക്കൂ പ്ലീസ്. നസ്രീം ബ്രദറെ, ഞാൻ ലൈവ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു.
ഇദ്ദേഹത്തിന്റെ ഈ ഡിസോണസ്റ്റി, അതായത് സ്റ്റാർട്ടിങ് മുതൽ അത്രയും നല്ല രീതിയിൽ പോയിട്ട് ഈ ഡിസോണസ്റ്റി കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ലബ് ഹൗസിൽ കയറിയത്. അതെ അത് അതെ ബ്രദറെ, തുടക്കം ഇത്രയും നേരം മുതലുള്ള ബ്രദറിന് ഒരു ഇൻസിഡൻസ് മുതലേ കുഴപ്പമില്ലായിരുന്നു. ഡിസോണസ്റ്റ് ആണ്. ഇത്രയും നേരം ബ്രദറിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഹദീസുകൾ ഇടുമ്പോൾ പുള്ളി ഒരെണ്ണം അറിയത്തില്ല, ഒരെണ്ണം അതങ്ങനെയാണ് ഇതിങ്ങനെയാണ്. എനിക്കറിയത്തില്ല, നിങ്ങളെ ഇത് കൊച്ചിലേ തൊട്ട് പഠിപ്പിക്കുന്നതാണോ? ഇത് മുന്നിൽ ഒരു സത്യം കണ്ടു കഴിഞ്ഞിട്ടും അത് കൊച്ചിലേ തൊട്ട് ഇതെങ്ങനെങ്കിലും അത് കള്ളമാണ് എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുക. ഇംഗ്ലീഷിൽ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക്കിൽ നിന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കിൻ്റെ എഡിറ്റർ ക്രിസ്ത്യൻ ആണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഏത്? ഞങ്ങളുടെ ആൾക്കാരാണെന്ന്. അല്ല, വാര്യരെ ഒരു ഇങ്ങനെ സെക്കൻഡ്, ആൾക്കാരെ ഒരു ഒന്നും പറഞ്ഞു സെക്കൻഡ്. വിടല്ലേ കേട്ടോ. ബൈ ഇംപ്ലിക്കേഷൻ ആളപ്പം മീൻ ചെയ്യുന്നത് ക്രിസ്ത്യൻസ് ഇങ്ങനത്തെ ആൾക്കാരാണെന്നല്ലേ? ഇതാണ് ഇവരുടെ കള്ളത്തരം. അതെ അതെ അതെ, ക്രിസ്ത്യൻസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അത് ഇവരുടെ തെറ്റല്ല. ഇവരെ ഇങ്ങനെ കൊച്ചിലെ തൊട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കുറേ പുസ്തകങ്ങൾ യൂതന്മാരും ക്രിസ്ത്യാനികളും തർജ്ജിമ ചെയ്ത് നമുക്കെതിരെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാലും നമ്മുടെ ഇടയിൽ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിയാതെ പോയല്ലോ. ഇത്രയും നാൾ ഞാൻ പണ്ഡിതന്റെ മുന്നിൽ ഇരുന്നിട്ടാണല്ലോ വർഗീസച്ചാ പിന്നെ നിങ്ങളത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പുസ്തകങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്, അറിയാമോ? ചാവേറുകൾ. അതെ, അപ്പം നമ്മൾ അല്ല അറിയാണ്ട് ഈ പോയി, ഞാൻ കാര്യം അറിയാണ്ട് പോയി. അല്ല അല്ല, നമുക്ക് ഇനി ഈ കാര്യത്തിൽ ഇനി ഇവിടെ അജീഷച്ചാൻ ഉണ്ടെങ്കിൽ ഞാൻ അറബി സംസാരിക്കില്ല കേട്ടോ. മറ്റേ ബിഹാരി അല്ലല്ല ലാംഗ്വേജ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് അജീഷച്ചാനാണ്. അല്ല വാര്യർ ബ്രദറെ, നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് പ്രൗഡാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഇത്രയും അവരുടെ ഗ്രന്ഥങ്ങളെ അവര് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പൈൽ ചെയ്ത് അത് അവരുടെ ബാത്റൂമിലും അവരുടെ കക്കൂസിലും അല്ല അവരുടെ അടുക്കളയിലും ഇരുന്നല്ല കമ്പൈൽ ചെയ്തത്. വാര്യരെ ഇതൊരു പാനലിൽ ഇരുന്നാണ് കമ്പൈൽ ചെയ്തത്. ഒരു പുള്ളി പാനലിൽ. പുള്ളി ആ ഹദീസ് വായിച്ചിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും പുള്ളി മുർത്തതാകും. പുള്ളി ഇടയ്ക്ക് ഒന്ന് സ്കൂട്ടായിട്ടുണ്ട്, പതുക്കെ അങ്ങ് പുള്ളി ഇറക്കി. എക്സാക്ട്ലി. പുള്ളി ഇടയ്ക്ക് ഒന്ന് പതുക്കെ മിന്നി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2 പേർക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് സലാമ, ഒന്ന് ഈ വ്യക്തി വന്ന ഈ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ഇവരുടെ മനസ്സിനെ തുറക്കട്ടെ. ഈ പൈശാചിക മതത്തിൽ നിന്ന് പുറത്തു വരുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അൻഷാദെ വിട്ടുകള, ഇതെല്ലാം വൃത്തികേടാണ്. അൻഷാദ് കൊടിയങ്കൽ 3-4 ആണുങ്ങൾ, 9 ആണുങ്ങളാണ് വന്നത്. 9 ആണുങ്ങൾ ഒരു മനുഷ്യനെ രാത്രി മുഴുവനും ഡിങ്കി ചെയ്യണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഗതികേടൊന്ന് നിങ്ങൾ ചോദിച്ച് നോക്ക്. 9 റെഫറൻസുകളുണ്ട് എൻ്റെ കയ്യിൽ. ഈ വിഷയം ഞാൻ എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 2 മണിക്കൂറിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള സാധനം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. 9 നമുക്ക് രാത്രിയിൽ ഒരു റെഫറൻസ് സാധനം എൻ്റെ അതങ്ങ് കയ്യിലുണ്ട്. എടുത്താലോ നസ്രം ബ്രദറെ? ഇന്നലെ തന്നെ എടുക്കാൻ ബാക്കിയായിട്ട്. വേണമെങ്കിൽ അല്ല എടുക്കാം. അല്ല, ഇവന് ഫഹദിനൊക്കെ കുറച്ച് നല്ല അടി പണ്ടത്തെ പോലെ കൊടുത്താലേ ശരിയാവും. ഇവനൊക്കെ തല വീട് വൃത്തികേട് ഇല്ലാത്തത്. നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഈ ഒരു റൂം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ 9 റെഫറൻസുകൾ ഇതിൻ്റെ തെളിവ് വെച്ചിട്ട് കാണിക്കാം. കുറഞ്ഞ ഒരു 8-9 റെഫറൻസുകൾ എൻ്റെ കയ്യിലുണ്ട് ഈ വിഷയത്തെപ്പറ്റി. കുറഞ്ഞ ഒരു 1-1.5-2 മണിക്കൂർ നടത്താനുള്ള റൂമുണ്ട്. ഇന്ന് നൈറ്റ് നമുക്ക് ഇടാം. അതായത് ഈ അല്ല സവാരി നമുക്ക് എന്താണ്? ഇച്ചിരി ഒരു ടഫ് ടൈറ്റിൽ ഇടണം. ടഫ് അല്ല, ഒരു ഹാർഷ് ആയിട്ടുള്ള ടൈറ്റിൽ ഇടണം. കാര്യം യോഹന്നാൻ സൈക്കിൾ സവാരി പഠി സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ മുല കുടിച്ചു. ഇന്നലെ അവൻ ഫഹദ് പറഞ്ഞത് അതുകൊണ്ടോ ഞാൻ തെളിവ് തരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ വാക്യത്തിൽ അവന് വേണ്ടത് കേട്ടിട്ട് അവൻ അവിടെ ടൈപ്പ് ചെയ്തങ്ങ് ഇട്ടു. ഇതാണ്ട വാക്യം ദാ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട്. ഈ കളനൊക്കെ ഇമാതിരി മറുപടി നമ്മൾ വീണ്ടും കൊടുക്കാനായിട്ട് ഇത് ലൈവ് ചെയ്യുവാണെങ്കിൽ വിത്ത് പ്രസന്റേഷൻ നമ്മൾ ചെയ്യണം. ഇത് കാണിച്ചിട്ട് നമ്മളത്. ഒരു ചോദ്യം, ഇങ്ങനൊരു കാര്യം, മുഹമ്മദിനെ സവാരി ചെയ്തത് ഇന്ത്യക്കാരോ? അങ്ങനെയല്ല, ഇന്ത്യക്കാരാണെന്ന് അങ്ങനെയും ഇടാം. മുഹമ്മദിനെ രാത്രി മുഴുവനും സവാരി ചെയ്തത് ഇന്ത്യക്കാരോ എന്ന് ടൈറ്റിൽ ഇട്ടാലും കുഴപ്പമില്ല. ഇല്ലില്ല, അത് നമുക്ക് തെളിയിക്കാൻ പറ്റും. പറ്റുമെന്നേ. ഈ ഒരു ആർഗ്യുമെന്റ് ശരിക്കും പറഞ്ഞാൽ പേര് വെച്ച് ഇട്ടാലും കുഴപ്പമില്ല. അവരുടെ പ്രവാചകനാണല്ലോ. അത് ഹദീസിലുള്ളതല്ലേ? ഹദീസിനകത്തുള്ള കാര്യമാണ്. നമ്മൾ ആ ടൈറ്റിൽ അങ്ങനെ പേര് അഡ്രസ് ചെയ്യേണ്ടെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കാരണം
അതിനെ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാം. അതുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല അല്ല മനോഹരനെ നമുക്ക് തെളിവുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ചോദ്യമായിട്ടാണ് നമ്മൾ ഇത് ഇടുന്നത്. ഉം. അല്ല അത് ഇതിനകത്തൊരു മനോഹരനോ അങ്ങനെ കാണോ ഈ ഒരു പ്രവാചകനെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ പ്രൂഫായി. നിങ്ങൾക്ക് എത്ര പേരുണ്ടായിരുന്നു, അതിനകത്തുള്ള ആൾക്കാരുടെ ചിലരുടെ പേരുകൾ, അതുപോലെ തന്നെ എന്താണ് സന്ദർഭം, എത്ര പേരാണ് ഈ മുഹമ്മദിനെ ഡിങ്കി ചെയ്തത്, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പിടികിട്ടും. ഈ റെഫറൻസുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വായിച്ചു